Ladies and gentlemen, welcome to yet another episode of Wit Talks. ഇന്നത്തെ നമ്മുടെ വിഷയം പണി 2. ജോജി വരെ ഇതുവരെ ഉണ്ടാക്കിയില്ല പണി 2. ഇത് സീക്വലുകളുടെ കാലം, നമ്മൾ അടുപ്പിച്ച് സീക്വൽ ചെയ്തോണ്ടിരിക്കുകയല്ലേ. പിന്നെ നമ്മൾ പ്രോമിസ് ചെയ്ത 2 സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. നമ്മൾ പ്രോമിസ് ചെയ്ത് സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ട്. ശരിയാ, ശരി. പല സിനിമകളിൽ അത് സംഭവിക്കുന്നില്ല എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണികൾ എടുത്ത് കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ റിൻഷാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് മൊത്തം റിൻഷ സംസാരിക്കുന്നത്. റിൻഷ തന്നെ ഒരു 10 അടുത്ത് പണി എടുത്തിട്ടുണ്ട്. നമ്മൾ പണി പാർട്ടി ചെയ്തപ്പോൾ റിൻഷ ഇല്ല. അന്ന് റിൻഷ നമ്മുടെ ആക്റ്റീവ് ആർട്ടിസ്റ്റ് അല്ല, റിൻഷ അന്ന് മാനേജറാണ്. പിന്നെ റിൻഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുന്ന ഒരാൾ ഞാനാണ്. അതും കൂടെ ഞാൻ പറയണം. റിൻഷയ്ക്ക് അങ്ങനെ ദീപക് കൊടുത്ത ഏറ്റവും വലിയ പണിയാണ് അതിന്റെ പ്ലാനിങ് ഒക്കെ കേട്ടാ ഞെട്ടുമല്ലേ. ഈ പഞ്ചാബി ഹൗസിലെ ശരിക്കും അതുപോലെ തന്നെ അതെ മുതലാളിയും രമണനെ പഞ്ചാബി ഹൗസിൽ ഉപേക്ഷിച്ചിട്ട് ബാംഗ്ലൂർക്ക് പോയ മുതലാളി. 2-ാം തീയതി വരാം. ഏത് 2-ാം തീയതി? എല്ലാ മാസവും എല്ലാ മാസവും 2 തവണ വരുന്ന മുതലാളി, ഷൂട്ടിന് വേണ്ടി മാത്രം. നിന്റെ ഏതെങ്കിലും സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളന്ന് കുറെ കഥകൾ പറഞ്ഞു. ഞാനും ദേവനും ജോണും ദേവനന്ന് കരയിപ്പിച്ച് കളഞ്ഞെല്ലാരും. അന്ന് വന്ന സൂപ്പർ താങ്ക്സ്. എന്റെ ചേട്ടനാ ഇത് കണ്ടു 5 ലക്ഷത്തിന്റെ ഒരു സാധനം അയച്ചില്ല ഒരാള്. അതേതാ? വിയറ്റ്നാം കറൻസി. 1500 രൂപയുള്ളൂ. പക്ഷെ പുള്ളി രസമായിട്ട് വയലേക്ക് അയച്ചപ്പോഴേ പുള്ളി തന്നെ പല പല കറൻസിയിൽ അയക്കുന്നത്. എന്താ ആൾക്കപ്പോ എന്താ പരിപാടി? അങ്ങനെ അയക്കാൻ പറ്റും, ഓപ്ഷൻ കാണോ? ആണോ? അപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഇരുന്നിട്ട് ഡോളറിൽ അയക്കാൻ പറ്റുമോ? ഞാൻ ആ സ്റ്റിക്കർ എടുത്ത് നോക്കിയപ്പോ റുപ്പി മാത്രമേ കണ്ടുള്ളൂ. 40 രൂപ കാണിക്കുന്നത്. 40 അങ്ങനെ 40 എനിക്ക് 29 കാണിച്ചിട്ടുണ്ട്. ഞാൻ 29 അല്ലേ? ശരിയാണല്ലോ, ഞാൻ 20 അയച്ചിട്ടുള്ളൂ. 20 അത് ലൈവിലാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല വീഡിയോക്ക് മിനിമം 40 രൂപ തോന്നുന്നു. റിൻഷ യുകെയിൽ ചെയ്ത പാർട്ട് ടൈം ജോലികളെ പറ്റി പറയും. നിങ്ങളുടെയൊക്കെ ജോലിയോടുള്ള ഒരു ഫിലോസഫി എന്താണ്? ജോലി, എനിക്ക് ജോലി വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ജോലി എടുക്കുന്ന ഒരാളാണല്ലോ, അപ്പൊ ഇതിൽ ആധികാരികമായിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് പണിയെടുക്കണം രാത്രി എത്തിക്കുന്ന മുമ്പേ. അല്ലെങ്കിൽ ഞാൻ രാത്രി എത്തിക്കുന്ന മുമ്പേ ഡിപ്രഷൻ അടിച്ചു പോകും. എനിക്ക് ആങ്സൈറ്റി വരും. എനിക്ക് ഡിപ്രഷനിലോട്ട് വരും രാത്രി വരും. ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ ജീവിതത്തിലൊന്നും. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ ഫുൾ ടൈം സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തോണ്ടിരുന്നപ്പം നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ മുതലാളി. നിന്നെ കൊണ്ട് വലിയ ശല്യായിരുന്നു. ഭയങ്കരം. അപ്പൊ നീ ബാംഗ്ലൂരിൽ ജോലിക്ക് പോയതുകൊണ്ട് നമ്മളത് സമാധാനം ഉണ്ടായ 3-4 പേര് ഞങ്ങളാണ്. ഞങ്ങളെല്ലാരും സന്തോഷിച്ചു. സത്യം പറഞ്ഞാല് നല്ലത്, എല്ലാവർക്കും നല്ലത്. ഈ സാധാരണ ഈ പാരന്റ്സ് ബിസി ആയതുകൊണ്ട് പിള്ളേരെ സ്കൂൾ കഴിഞ്ഞിട്ട് മറ്റേത് കൊണ്ടുപോകും, അത് കൊണ്ടുപോകും. എനിക്കിപ്പോൾ ആ ഒരു മോഡാണ്. ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ എന്നെ പറ്റി ചിന്തിക്കാതെ ഇരിക്കാതെ ആ ഒരു മോഡിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഓരോ തിരക്കുകൾ ഓരോ കാര്യങ്ങൾ ചെയ്ത്. ഇതിന് മാത്രം ദീപകിന്റെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ വിഷമം ഉള്ളിൽ വിഷമമാണ്. അതിൽ നിന്ന് ഇങ്ങനെ തലപൊക്കി നിൽക്കുന്നതേ ഉള്ളൂ. അതിന് എന്ത് തലപൊക്കി നിൽക്കുന്ന വിഷമാണ് തലപൊക്കി നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. മുതലാളി ഇന്നില്ല അടങ്ങിക്കിടക്കവിടെ. അപ്പൊ എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ജോലി കിട്ടും, വാലിഡേഷൻ കിട്ടും, പിന്നെ എന്തെങ്കിലും ചെയ്ത ഒരു ഫീലിംഗ് കിട്ടും. മാസാവസാനം ശമ്പളം കിട്ടും. മാസാവസാനം കിട്ടുന്ന ശമ്പളം അല്ല നിനക്ക് ഏറ്റവും വലുത് ആ ജോലിയിൽ, അതോ അല്ലാതൊരു ബോസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അപ്രൂവൽ ആണോ? എങ്ങനെയാണ്? ഞാൻ പറയാം, ഞാനിപ്പോൾ 2 എണ്ണം കമ്പയർ ചെയ്യണം. ഞാൻ നേരത്തെ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. ചില ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു സ്റ്റൈലിൽ ഒരു ക്രിയേറ്റീവ് ഫുൾ ടൈം ഇരുന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അൺലെസ് നമ്മളിപ്പം അങ്ങനെ ബിസി ഷെഡ്യൂളുള്ള ഒരാളാണ്, അത്രയും പരിപാടിയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പരിപാടിയൊന്നും ആരും വിളിക്കാത്ത ഒരു ആർട്ടിസ്റ്റിന് ആക്ച്വലി 1-2 മണിക്കൂറൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അതും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ. നമുക്ക് എന്നും ഒരു ക്രിയേറ്റീവ് ആയിട്ടിരുന്ന് എന്നും ഒരു 10 തമാശ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നീ ആ മോഡിൽ എവിടെ ഇരുന്ന് പണിയെടുക്കാൻ ശ്രമിച്ചിരുന്നത്. അതെ അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു 10 തമാശ ഉണ്ടാക്കാൻ ശരിക്കും കഷ്ടപ്പെട്ടിരുന്നല്ലേ? എന്നിട്ട് ഉണ്ടായോ? അതുമില്ല. 3 കൊല്ലം കൊണ്ട് 2 തമാശ തമാശ ഉണ്ടാകുന്നതല്ല, ഉണ്ടാവുന്നതാണ്. അത് മനസ്സിലായില്ലേ? അതെ അതെ.
അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഞാൻ വേറൊരു കാര്യം കൂടി നിന്റെ ഇടയിൽ ചോദിക്കട്ടെ. അതായത് നിനക്ക് ഈ പണി നീ ഒരു ജോലി ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ നിനക്ക് വരുമ്പോഴുള്ള ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ നീ ഇത്രയും പഠിച്ചിട്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ള കുറ്റബോധം എനിക്കാണെങ്കിൽ ഞാനിപ്പോ ഒരു സാലറി കിട്ടുന്നതിന്റെ കാട്ടി കൂടുതൽ കാശ് കിട്ടിയാലേ ഞാൻ നേരത്തെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ 2x കിട്ടുവാണെങ്കിൽ സ്റ്റാൻഡപ്പിൽ X കിട്ടിയാൽ ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്ത് ഹാപ്പി ആവും എന്നുള്ള എനിക്ക് ആ ഒരു ഫിലോസഫി മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സുകളിൽ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എനിക്ക് സ്റ്റാൻഡപ്പും ജോലിയും കൂടെ ചെയ്ത് 3x ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ അത്രയും പണിയെടുക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം എക്സ് ആയി പോയതുകൊണ്ട് ഇപ്പൊ സെക്സിനെ പറ്റി മാത്രമാണ് ചിന്ത. അപ്പോൾ അതൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. നമുക്ക് കൂടുതൽ മാസാവസാനം കൂടുതൽ കാശ് കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷം തന്നെയാണ്. കാശ് കിട്ടുമ്പോൾ എന്താ സന്തോഷം? പക്ഷെ കാശ് കിട്ടാൻ വേണ്ടി ആ 30 തീയതി കാശ് കിട്ടാൻ വേണ്ടി 29 ദിവസം പണിയെടുക്കുന്ന പാടാ. ഇവനത് കുഴപ്പമില്ല, എനിക്കത് കുഴപ്പമില്ല. എനിക്ക് ജോലി ചെയ്യുന്നതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ആദ്യത്തെ സാധനം. ആദ്യം അതാ പറഞ്ഞ, എനിക്ക് ഒരു നല്ല ഷോ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ചക്കൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇല്ല, എനിക്ക് അതാണ്, ഞാനൊരു സാധനം നല്ലപോലെ ചെയ്ത് എനിക്കത് കുറച്ചുകൂടെ ചെയ്യണം എന്നാണ്. ഞാൻ പിന്നെ ചിൽ മോഡാണ്. നമുക്ക് തിരക്കേടില്ലാണ്ട് കാശൊക്കെ കിട്ടി. ജോണ്ടൊക്കെ ഒരു മോഡല് കണ്ടന്റ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ ഇരിക്കുന്ന സമയം എന്ന് പറയുമെങ്കിലും അത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസിംഗ് ആണ് അല്ലെ. ഇപ്പൊ മഹാദേവന്റെ കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അനീസിക്കയുടെ കേസിൽ കുറെ കെട്ടുകളായിട്ട് കണ്ടിട്ടുണ്ട്. അതൊരു പലരുടെയും മെത്തേഡ് പലതാണ്. അല്ല, കണ്ടന്റ് അങ്ങനെയൊക്കെ കണ്ടന്റ് എനിക്ക് അറിഞ്ഞൂടെ. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ് എന്നും വീഡിയോ ഇടണേ എന്നുള്ളത്, അത് ആക്ച്വലി അതിന്റെ കിട്ടുന്നില്ല ജോലിയാണ്. അല്ല, അത് അല്ല, 6 കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റെഗുലർ എനിക്കൊന്നും അങ്ങടെത്താൻ പറ്റില്ല ഒരിക്കലും. സൂര്യക്ക് അങ്ങനെ ഇട്ടിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും ഇടുന്നില്ല. ഇപ്പൊ കുറെ വ്ളോഗേഴ്സ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോസ് ഇടത്തുള്ളൂ, കാരണം അവർ ലെവൽ എത്തി. പക്ഷെ കുറെ വ്ളോഗേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് സ്ഥിരം ചെയ്ത ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് പിടിച്ച് മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ആൾക്കാരാണുള്ളത് വ്ളോഗേഴ്സ്. എനിക്ക് അതൊക്കെ പാടാണ്. ഇത് പിന്നെ നമ്മൾ ചെയ്താലേ പറ്റൂ. നമ്മളത് രണ്ടുമല്ല കേട്ടോ, നമ്മളിപ്പോ അത് രണ്ടുമല്ല. നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരാത്തു. അത് ഡെഫിനറ്റ്ലി ഞാൻ വേറെ അവിടുത്തെ കോമിക്സിനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ജോണോ, അനീസോ, മഹാദേവനോ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ എവിടെ എത്തുമായിരുന്നു എന്നുള്ള. അതെ 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 അതൊരു ചിന്തയിലൊരു അർത്ഥമില്ല. അതുപോലെ കഷ്ടപ്പെടുന്ന ഒരാളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലായിടത്തും ഒരു കഷ്ടപ്പെടുന്നവരായിരിക്കും. അതെ അതെ, ഞാൻ പറയുന്നത് വെച്ചാൽ കഷ്ടപ്പെട്ട് നമുക്ക് ഒരിടത്ത് എത്തിയ എല്ലാരും പറയുന്നത് സിനിമയെ കയറിയാൽ മാത്രം പോരല്ലേ, സ്ട്രഗിൾ ഉണ്ട്. അതിനപ്പോ അത്ര അങ്ങനെ കഷ്ടപ്പാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറെ എക്സാമ്പിൾ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. ജോർജ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാര് വർഷങ്ങൾ നിന്നിട്ട്. എനിക്ക് സൗബിൻ ഷായർ പുള്ളിയൊക്കെ അല്ല, സൗബിനെ കൊണ്ട് ജോജി തന്നെ അതിനകത്ത് ഏറ്റവും എക്സാമ്പിൾ. കാരണം വർഷങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പിന്നെ കയറി വന്ന് ഇപ്പൊ പതുക്കെ സെറ്റ് ആയി വരുന്ന ആൾക്കാർ. ഷൈൻ ടോം ചാക്കോ ശരിക്കും ഇപ്പൊ പറയുന്നൊരു കഥ, പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാള് സിനിമയിൽ അഭിനയിക്കാൻ പുള്ളിക്ക് ഒരിക്കലും ചാൻസ് കിട്ടത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി പോയി നിന്നത്. പുള്ളിക്ക് ശരിക്കും ഡയറക്ട് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ലാത്ത ഒരാൾ. കമലിനെ പോയി ഇങ്ങനെ വട്ടം പിടിച്ച് എനിക്ക് പൈസയും തരണ്ട, എന്റെ വീട് ഇവിടെ അടുത്താണ്, എറണാകുളത്താണ് എന്റെ വീട്, എനിക്ക് എനിക്കിവിടെ പോകാനൊരു വീടുണ്ട്, എനിക്ക് അപ്പൊ സ്റ്റേ തരണ്ട, എനിക്ക് ഫുഡ് ഞാൻ ഉച്ചയ്ക്ക് അവിടെ പോയി കഴിച്ചോളാം, എനിക്ക് ഒന്നും തരണ്ട, എനിക്കിത് പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് വട്ടം. അതിന് വേറൊരു കഥയുണ്ട്. ഇവര് അയൽവാസികളായിരുന്നു, അവരുടെ ഫാമിലി ആയിട്ട്. അപ്പൊ ആളുടെ അപ്പനെ ഇവർക്ക് അറിയുന്നതാ. അപ്പോ നമ്മളുടെ ഷൂട്ടാണ്, അത് തൃശ്ശൂരാണ് നടക്കണത്. അപ്പോൾ നേരെ ലൊക്കേഷനിലേക്ക് കയറി ചെന്ന് ഈ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പിന്നെ നോക്കാമെന്ന്, എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തരാമെന്ന് വെച്ചപ്പോൾ. അപ്പോൾ ഇത് വന്ന വഴി ആള് സെറ്റിലെത്തിയിട്ട് അന്നത്തെ ദിവസം ഫുള്ള് കുട പിടിച്ച് നടക്കലും ഇതിൻ്റെ പിന്നാലെയും ഒക്കെ ആള് കയറി നടക്കാം. പക്ഷെ ഡയറക്ടർ അറിഞ്ഞിട്ടില്ല ഇയാൾ ജോയിൻ ചെയ്തത്. അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചു. അല്ല, ഞാനിങ്ങനെ ഇത് ചെയ്യാൻ +2 പരീക്ഷ കഴിഞ്ഞിട്ടോ ഏതോ സമയത്ത് അങ്ങനെ എന്താണ് ആൾ പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, അപ്പോൾ നീ എന്ന് ഇത്. അപ്പോൾ ആള് പറഞ്ഞു, ഞാൻ ജോയിൻ ചെയ്തു, ഞാൻ ഇന്ന് ആ കുട പിടിച്ച് നടന്നൊക്കെ ഞാനായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ത്രൂ ഔട്ട് ആളുണ്ടായിരുന്നു. നോ പറയാൻ പറ്റുന്ന സിറ്റുവേഷനിലാക്കി കയറിയതാ. പിന്നെ അങ്ങനെ നിന്ന് ഗദ്ദാമയുടെ സമയത്ത് പുള്ളിക്ക് വേണ്ട ഒരു ആർട്ടിസ്റ്റിനെ അന്ന് കിട്ടാതെ വരികയും ആക്ടർ പറഞ്ഞ ആക്ടറിന് എന്തോ ഡേറ്റ് വരികയും ഡേറ്റ് മിസ്സാവുകയും ചെയ്തപ്പോൾ സമയത്ത്
പുള്ളി ആ കോസ്റ്റ്യൂമിനോട് അടുപ്പിച്ചൊരു കോസ്റ്റ്യൂം വന്നിട്ട് ഇങ്ങനെ ഇതായിട്ട് കൊണ്ടിരുന്നത് ഗമനിച്ചേട്ടാ നീ എന്താ നീ ഡോക്ടറിന്റെ കോട്ടിട്ടിരിക്കുന്ന വെറുതെ ഇന്ന് തണുപ്പല്ലേ. അപ്പൊ അതിനകത്തൊരു അറബി പുള്ളിയുടെ ക്യാരക്ടർ അതാണല്ലോ, ഒരു ഇത്തിരി റഫ് ലുക്കുള്ള ഒരു അറബിയുടെ ലുക്കാണ്. അപ്പൊ എന്നെ കണ്ട ഇപ്പൊ ഏകദേശം അതുപോലെ ഉണ്ടല്ലോ. അപ്പൊ നീ ഒന്ന് ട്രൈ ചെയ്യുന്നോ നോക്കി അങ്ങനെ തുടങ്ങിയാണ് പുള്ളി അവിടെ നിന്ന് പിടിച്ച് കയറി വന്നത്. ഒരുപാട് നല്ല റോൾസ് ചെയ്തിട്ടുണ്ട്. പുള്ളി പാൻ ഇന്ത്യൻ ആണല്ലോ. പുള്ളി ഇപ്പം അന്വേഷിക്കാത്ത ആൾക്കാർ കുറവാണ്. എല്ലാരും പുള്ളിയുടെ പുറകെയാണല്ലോ ഇപ്പം. അതായത് ഇത്രയും അലഗേഷൻസോ ഇങ്ങനെ കേസുകളൊക്കെ വന്നിട്ടും പുള്ളിക്കാരന് പല ഇൻഡസ്ട്രികളായിട്ട് അല്ല, ആളുടെ ഫസ്റ്റ് കേസ് വന്നപ്പോ എല്ലാരും വിചാരിച്ച ആള് തകർന്നു വന്നാണ്. പക്ഷെ അവിടുന്ന് പുള്ളി പിടിച്ച് കയറിയത് അവിടെ ആള് തിരിഞ്ഞത്. ആളുടെ ടേണിംഗ് പോയിന്റ് അതായിരുന്നു. ക്യാരക്ടർ മൊത്തം പുള്ളിയുടെ രീതികളൊക്കെ മാറി. ചിലപ്പോൾ അപ്പോഴായിരിക്കും പുള്ളി കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പുള്ളിയുടെ സ്റ്റൈൽ. അതുവരെ പുള്ളി ഇങ്ങനെ നായകനായിട്ട് നടനായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത് പുള്ളി വളരെ ഫ്രീ ആയത്. പുള്ളിയുടെ ഒരു യുണീക് സ്റ്റൈൽ ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്. ബെസ്റ്റ് ആക്ടർ തന്നെയാണ്. ഇതിഹാസമാണ് ശ്രദ്ധിക്കപ്പെട്ട പടം. ആ തൊട്ടടുത്ത് കേസ് വന്നു. ഐഡിയ രസമുള്ളൊരു സാധനമായിരുന്നല്ലേ അതൊരു ഇംഗ്ലീഷ് പടത്തിന്റെ ഇതിഹാസം ഹിറ്റ് ആയപ്പോ തന്നെ കേസ് വന്നത്, ഫസ്റ്റ് കേസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തിരിച്ചു വന്നിട്ടാണ് ഈ ക്യാരക്ടർ, സ്പെഷ്യൽ ക്യാരക്ടർ, മറ്റേ ക്യാരക്ടർ റോളുകളൊക്കെ പിടിച്ച് സെറ്റായി കയറി വന്നത്. പിന്നെ പാൻ ഇന്ത്യൻ പടങ്ങളെല്ലാം പാർട്ടാവാൻ തുടങ്ങി. റീസെന്റ് നമുക്ക് നമ്മുടെ പണികളെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ഷൈനിന് കിട്ടിയ പണിയെ പറ്റിയാണ്. അപ്പൊ എന്റെ കേസില് ഞാൻ എന്ത് ജോലിയും ചെയ്യും. എനിക്ക് ഏറ്റവും ബേസിക് നാണമില്ലാത്ത മനുഷ്യൻ. എനിക്ക് അവിടെ എന്റെ പഠിത്തത്തിന്റെ സ്റ്റാറ്റസോ അങ്ങനെയൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് അപ്പൊ ഒരു വൈബ് തോന്നുന്നതിനനുസരിച്ച് എന്റെ കരിയർ ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ അട്ടർ ഫ്ലോപ്പ് സാധനങ്ങളാണ്. പക്ഷെ എനിക്കൊരു വൈബ് തോന്നുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട്. റിൻസയ്ക്ക് വൈബ് തോന്നിയാലേ റിൻസ ചെയ്യും, അതാണ്. അപ്പൊ 3 ദിവസം വൈബ് തോന്നും. അല്ല, അതൊക്കെ ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് ജോലി സാലറി ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒന്ന് ഇതിനു മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ ഞാൻ കോളേജിലായിരുന്ന സമയത്ത് അപ്പൊ അന്ന് ക്ലാസ്സിൽ കേറാത്ത ഒരു സെമസ്റ്റർ ഉണ്ടായിരുന്നു. ഒന്നല്ല, പല സെമസ്റ്ററുകളും. റിൻസയുടെ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ റിൻസ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ആ സെമസ്റ്ററിൽ രജിസ്റ്റർ പോലും ചെയ്തില്ല. എന്നിട്ട് താരാമണി ഗേറ്റിന് പുറത്ത് ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട്, ഇവിടെ ആർക്കെങ്കിലും മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ അറിയാം? യെസ്. ഓക്കെ. എന്നിട്ട് ആ താരാമണി ഗേറ്റിന് പുറത്ത് എന്താ പറയാ കടകളൊക്കെ ഇല്ലേ, അതിന്റെ മേളിലായിട്ടൊരു വീടുണ്ട്. അപ്പൊ അങ്ങോട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ അവിടെ ഒരു അച്ഛനും അമ്മയും ഭയങ്കര പാവ ആൾക്കാര്. അവര് അയാളുടെ മകൻ വനവാണി സ്കൂളിൽ, നമ്മുടെ ക്യാമ്പസിനകത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ. അവൻ 10ാം ക്ലാസ്സാണ്. അപ്പൊ അവനാണെന്നുണ്ടെങ്കിൽ അവര് തോപ്പിക്കും, അവൻ ഒരു വർഷം കൂടെ പുറകോട്ട് ഇരുത്തുന്നുള്ള ഒരു സിറ്റുവേഷനിലിരിക്കും. അവന് മാത്സ് ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്. അവനാണെങ്കിൽ ഭയങ്കര ക്രിക്കറ്റ് ഫാൻ, ചെന്നൈയുടെ മുടിഞ്ഞ ആരാധകൻ പയ്യൻ. അവന്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ലൈഫിൽ ക്രിക്കറ്റർ ആവാന്നുള്ള പരിപാടി. പക്ഷെ അച്ഛൻ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് പാസ്സാക്കി തരണം. അങ്ങനെ എന്റെ ആദ്യത്തെ ജോലി അതായിരുന്നു, ട്യൂഷൻ. അവൻ പാസ്സാവുക മാത്രല്ല, അവൻ SRM ജോയിൻ ചെയ്ത് അവൻ പഠിച്ച് മെക്കാനിക്കലാണ് അവൻ ജോയിൻ ചെയ്തത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇങ്ങനെ സിനിമ ഇപ്പൊ എന്ത് ചെയ്യുന്നു? IAS അവൻ CSK കേറണം, ഇതൊക്കെയായിരുന്നു അവന്റെ അംബിഷൻ. അങ്ങനെ ആയിക്കട്ടെ, അടിപൊളി. ഇത് പറയുമ്പോ നമ്മൾ ഋതുരാജ് കേക്കോ അതൊക്കെ ഇങ്ങനെ നടന്നു സീനൊക്കെ കേട്ടിട്ട്. സാലറി ഈ 500 രൂപ ഒരു സെഷൻ ചെയ്യുന്നതിന് 1 മണിക്കൂറോളം. 1 മണിക്കൂർ 500 രൂപ. 1 മണിക്കൂർ 500 രൂപ. സ്റ്റുഡൻസിന് അത്യാവശ്യം വാല്യൂ ഉണ്ട്. അങ്ങനെ അവിടെ അല്ലാതെ സ്റ്റുഡൻസ് ഒക്കെ പുറത്തു പോയിട്ട് ആൾക്കാരെ ഇല്ല. അവിടെ ഒരു സ്കീം ഉണ്ടായിരുന്നു, നമുക്ക് ഓസ്ട്രേലിയയിലുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റും. വിശ്രാന്തി അത് മണിക്കൂർ 3000-4000 രൂപ. നീ അപ്പൊ ഒരു മാസത്തെ അല്ലെ ഒരാഴ്ച എത്ര ക്ലാസ് എടുക്കും? എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3-4 ക്ലാസ്സുകളിൽ ഒരാഴ്ച. ആ സമയത്ത് പാവപ്പെട്ട വീട്ടുകാർ വീണ്ടും പാവപ്പെട്ടവരല്ലേ. എത്ര നാളുണ്ടായിരുന്നു? 2-3 മാസം എക്സാം സമയത്ത്. അപ്പൊ ഒരു 10, അതായത് ഒരു മാസം ഒരു 10 ക്ലാസ് ഒക്കെ എടുക്കും, അല്ലെങ്കിൽ 10-12 കിട്ടിയ കാശ് വരുന്നു. അല്ലല്ല, ഞാൻ ആവറേജ് 5000 സാലറി ഒക്കെ ഉണ്ടാക്കുന്ന ഞാൻ 40 ചായ കുടിക്കുമായിരുന്നു ഒരു ദിവസം. ഇപ്പോഴും ഏകദേശം അതൊക്കെ കുടിക്കുന്ന എനിക്ക് തോന്നുന്നു. എന്റെ ഫസ്റ്റ് ട്യൂഷൻ സാലറി 200 ആയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞാൽ മന്ത്ലി 200 രൂപ. ഒരു സ്റ്റുഡന്റ്, എനിക്ക് 2 സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. മറ്റാൾ 250 രൂപയായിരുന്നു. അതെന്റെ കസിന്റെ ഫാദർ ആയിരുന്നു. അപ്പൊ മൊത്തം 450 രൂപ. ഞാൻ +2. നീ പറഞ്ഞ ഇവന്റെ സ്കീം എന്ന് പറഞ്ഞു. ഇവന്റെ സ്കീം അറിയാമെന്ന് എങ്ങനെയാന്ന് വെച്ചാൽ, റിൻഷാദ് ഫസ്റ്റ് സെമിസ്റ്ററിൽ ബോഡി ബിൽഡിംഗ്, പിന്നെ ക്ലാസ്സിൽ റെഗുലർ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു.
റിൻഷാന്റെ പാറ്റേൺ എന്താണെന്ന് പറഞ്ഞാൽ റിൻഷാദ് എല്ലാ സെമിസ്റ്ററിന്റെ അവസാനവും തീരുമാനിക്കും അടുത്ത സെമിസ്റ്ററിലോട്ട് ഞാൻ പൊളിച്ചെടുക്കും, അടുത്ത സെമിസ്റ്ററിലോട്ട് ഞാൻ റെഗുലർ ആയിരിക്കും. അപ്പൊ സെമിസ്റ്ററിന്റെ തുടക്കത്തിൽ റിൻഷാദ് പുതിയ ഡ്രസ്സും സൈക്കിളും ഒക്കെ മേടിച്ചോണ്ട് വരും, ക്ലാസ്സിൽ റെഗുലറായിട്ട് പോകണ്ടേ. എന്നിട്ട് ഒരാഴ്ച ആയപ്പോൾ പിന്നെ റിൻഷാദ് ഏതായിട്ട് ഒരു വെബ് സീരീസ് ഉണ്ട്, പിന്നെ റിൻഷാദ് അങ്ങനെ പോയി അതാണ്. റിൻഷാദ് ഒന്നെങ്കിൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ റിൻഷാദ് ഒരു പണിയും എടുക്കൂല. റിൻഷാദ് സെമിസ്റ്റർ രജിസ്റ്റർ ചെയ്യാതൊക്കെ ഇരുന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പണ്ട് ഞാൻ റിൻഷാദ് തോന്നിയാലേ ചെയ്യുള്ളൂ. സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യാണ്ടിരിക്കാന്ന് എക്സാം എഴുതില്ല. എക്സാം അല്ല, അവിടെ സ്റ്റാർട്ടിംഗ് രജിസ്ട്രേഷൻ സ്റ്റുഡന്റ് അവിടെ ഇല്ലാത്ത പോലെയാണ് ബേസിക്കലി. ആണോ? അപ്പൊ രണ്ടാമത് ഒരു കൊല്ലം പോയില്ലേ? പിന്നെ ഞാൻ കിടന്ന് മുക്രയിട്ടിട്ടാണ് സംഭവം പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ്, അതായത് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്തെന്ന് പറയുന്നത്, ഓക്കെ നമുക്ക് കൺവെൻഷണൽ ആയിട്ട് ജോലികൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ എടുക്കാൻ വയ്യ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ എനിക്ക് ഫുട്ബോൾ ഫാൻസ് വെയർ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പൊ ഞാൻ അതിന് ജോഗ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു. നമ്മളെല്ലാവരുടെ വീട്ടിലിരിക്കുന്നുണ്ട് ജോഗയുടെ ടീഷർട്ട്. അപ്പൊ അതിന് വേണ്ടി ജോഗ എന്ന് പറഞ്ഞ ബ്രസീലിയൻ ടേമാണ്. ജോഗ ബൊനീറ്റോ. ജോഗ എന്ന് പറഞ്ഞ പ്ലേ ആണ് എന്റെ അർത്ഥം. ജോഗ ബൊനീറ്റോ എന്ന് പറഞ്ഞ പ്ലേ. ടാഗ്ലൈൻ വാട്ട്സ് യുവർ ഗെയിം. ജോഗ ബോയ് അല്ലേ? ഞാൻ എന്റെ കസിനെ കൂടെ ചേർത്ത് പ്ലേ ബോയ്. ഞാൻ എന്റെ കസിന്റെ കൂടെ രാത്രി ജോഗ ചെയ്യണ്ടേ നമുക്ക്. എന്നിട്ട് പറ. കസിന്റെ കൂടെയാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമ്മളിതിനു വേണ്ടി ഈ ജോമോൻ ആ പടത്തിന്റെ പേരെന്താ? ദുൽഖർ കുറച്ച് തിരുപ്പൂരൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് തിരുപ്പൂർ ഞാനും പോയിട്ടുണ്ട്. ഞാനിത് വേറെ ഒരു കാലഘട്ടത്തിൽ തിരുപ്പൂർ ഞാനും പോയിട്ടുണ്ട്, വേറൊരു കാലഘട്ടം. നമ്മളെല്ലാം തിരുപ്പൂര്. തിരുപ്പൂർ സത്യം പറഞ്ഞ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നന്നാവാൻ വേണ്ടി ബോംബെയിലോട്ട് പോകുന്ന പോലെ എല്ലാ തിരുപ്പൂർ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഒരു 100 പേര്, ഒരു ടീഷർട്ട് ബ്രാൻഡ്, ഒരു ജെട്ടി ബ്രാൻഡ്. അപ്പൊ അവിടെ ഞാൻ ഒരു കട, അവരെന്ന് പറഞ്ഞ സാധാരണ ഇങ്ങനെ വരുന്ന ആൾക്കാരെ അവിടെ നമ്മള് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഓട്ടോക്കാർക്ക് അറിയാം ഇവൻ ആ ചാക്കിലാക്കാം. അപ്പൊ ഇവൻ ആ ഓട്ടോക്കാർ തന്നെ പറയാം എന്താണ് വേണ്ട, ഷർട്ടാണോ വേണ്ട, ടീഷർട്ടാണോ വേണ്ട, എല്ലാം ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആണ് ഇവിടെ. അവിടെ ചെന്ന ഒരു കടയൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടാണ് പോണേ. പക്ഷെ അവന്മാര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞ മേടിക്കും. എന്നിട്ട് പുള്ളി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ പുള്ളി സ്ക്രോൾ ചെയ്ത് വന്നപ്പോ ഷീറ്റ് സ്ക്രോൾ ചെയ്ത് വന്നപ്പോ ചറ പറന്ന് പറഞ്ഞ് കിടക്കുക. ഞാൻ ആലോചിച്ച് ഇത്രയും പേരൊക്കെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അവര് ചെയ്യുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ് ആ ചെയ്യുന്നത്. നമ്മൾ ഇവരുടെ ഒരു പോർട്ടൽ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് ഇവരുടെ ഏതൊക്കെ സൈസ് ഏതൊക്കെ കളർ എന്നുള്ളത് നമുക്ക് വേറെ കാറ്റലോഗ് തന്നിട്ടുണ്ട്. നമ്മളൊരു ഡിസൈൻ ആയിട്ട് ഈ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. എങ്ങനെയാണ് ഡിസൈൻ വേണ്ടതൊക്കെ പ്ലേസ് ചെയ്തിട്ട് ഇതിനൊക്കെ വേണ്ടി സത്യം പറഞ്ഞ നമ്മള് ഞാനിരുന്നിട്ട് ചുമ്മാ യൂട്യൂബൊക്കെ നോക്കി കുറച്ച് ഫോട്ടോഷോപ്പ് ഒക്കെ പഠിച്ച് അങ്ങനെ ഡിസൈൻസ് അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ ഇവരുടെ ഭാഗത്ത് ടേൺ അറൗണ്ട് ടൈം, അതായത് സാധനം കിട്ടാൻ ഇതുപോലെ ഇവരുടെ കൂടെ ഒരു 100-500 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ നമുക്ക് സാധനം കിട്ടാന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ഈ 1 പീസ് 2 പീസ് ഒക്കെ ആകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്തിന് ഡിലേ അടിക്കുന്നു. അത് എന്നെ വല്ലാതെ അലസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവനെ വിളിച്ച് അവനോട് ഈ ബേസിക്കലി ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുകൾ ആൾക്കാരുടെ അടുത്ത് ഈ ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇവൻ ഏതെങ്കിലും പ്രൊഫസറിന് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ആ കോഴ്സ് തീർക്കൂല. ചില പ്രൊഫസർമാർക്ക് ഭയങ്കര ഡള്ള് അപ്പൊ എത്ര ടീഷർട്ട് വിറ്റ്? കുറച്ച് വിറ്റില്ലായിരുന്നു. ഞാൻ കുറച്ച് സംഭവം ക്യാപിറ്റൽ എവിടെന്നാ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തത്? വീട്ടിൽ നിന്ന് പൈസ 10,000 രൂപ, അവന്റെ വീട്ടിൽ നിന്ന് 10,000 രൂപയ്ക്ക് എടുത്തിട്ട് അവസാനം നമ്മളൊരു 3-4 മാസം ഒരു 5-6 മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഓടിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ട് ഏറ്റവും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രേക്ക് ചെയ്യാൻ ഒരു 20,000 രൂപയൊക്കെ കയ്യിലിരുന്നപ്പോ നമ്മള് മതിയട കിട്ടാ. കാരണം വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര തളർത്തല ആൾക്കാർ. ഇതിനാണോ ജവലി വിൽക്കാനാണോ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സാധനം വേണ്ടി പോയെ, അല്ലെങ്കിൽ ഇവിടെ പോയി പഠിച്ച് അങ്ങനത്തെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇവിടെ പോയി പഠിച്ചതാണ് പ്രശ്നം അല്ലേ? ബാങ്കിൽ അവരോടത്ത് സന്തോഷത്തോടെ ഇരിക്കായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ ഒക്കെ അടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ
ഷൈജൂസ് ബേണിംഗ് ആപ്പ് കണ്ടത്. ഒരു മാസമായിട്ട് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്ന സമയം നീ പേര് മാറ്റി പറഞ്ഞത് നൈസായിട്ട് പേര് മാറ്റി പോലെ കേസ് ഒന്നും വരാൻ പറ്റില്ല. ഞാൻ ആൾക്കാർക്ക് അവർക്ക് കമ്പനിയില്ല, പിന്നെ നിനക്ക് കേസ് വരണേ? ഒന്നും പറയാൻ പറ്റില്ല. പുള്ളി ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണെന്ന് അറിയാം. ഡ്രോപ്പ് ഷിപ്പിംഗ് അടിപൊളി പരിപാടിയാണ്. അതിങ്ങനെ കുറെ പേര് പറ്റിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മളൊന്നും ചെയ്യണ്ട, ഇവരുടെ ഒരു പോർട്ടൽ വരും, നമുക്ക് ഓർഡർ വരുന്നതിന്റെ ഒരു ഷെയർ ഇവർക്ക് കൊടുത്താൽ മതി. അപ്പൊ അപ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാം. അതായത് എത്രത്തോളം അവര് തന്നെ ഡെലിവറി നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ ഫണ്ടാ. അപ്പൊ ഒരു ടീഷർട്ടിനൊക്കെ മിനിമം എനിക്ക് ഒരു 150 രൂപ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ആക്ച്വലി ഡ്രോപ്പ് ഷിപ്പിംഗ് വെച്ച് കുറെ കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നാണ്. സ്മാർട്ടായിട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഉണ്ട്. അപ്പൊ ഈ ഒരു അപ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഐഡിയലി അതാണ്. പക്ഷെ അവന്മാര് 15 രൂപ നേരത്തെ മേടിക്കും. അത്ത മറ്റേ സ്ക്രീൻ പ്രിന്റർ ആണ് ശരിക്കും. അത്താടെ കൃഷി അല്ലാത്ത ജോലി സ്ക്രീൻ പ്രിന്റിംഗ് ആണ്. അപ്പനാണെങ്കിൽ ഒരു ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ടീനേജിൽ പുള്ളിയെ പഠിപ്പിക്കാൻ മദ്രാസിൽ വിട്ട് സ്ക്രീൻ പ്രിന്റിംഗ് പഠിപ്പിച്ചു. ഒരു ചായ കുടിക്കാം. പുള്ളി ഗൾഫിൽ പോയി കുറെ നാൾ വർക്ക് ചെയ്ത് പിന്നെ തിരിച്ച് നാട്ടിൽ വന്നത് മറ്റു കഥകളാണ്. അത് പിന്നെ അച്ഛൻ ഗൾഫിൽ പോയ കഥ എനിക്കുണ്ട്. അത് മറ്റു എപ്പിസോഡ് പറയാം. അപ്പൊ പുള്ളി തിരിച്ച് വന്ന് നാട്ടിൽ വന്നിട്ട് കൃഷിയൊക്കെ തുടങ്ങി ഒരു സെറ്റിൽമെന്റ് സമയത്ത് ഞങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. പുള്ളിക്ക് വീണ്ടും ഒരു ആഗ്രഹം സ്ക്രീൻ പ്രിന്റിംഗ് തുടങ്ങണമെന്ന്. അങ്ങനെ നമ്മുടെ വീടിന് ഒരു അബൂപ്പ് ചെയ്ത് നടത്തുന്ന കടയുണ്ടല്ലോ, അത് ശരിക്കും അത്ത ആദ്യം സ്ക്രീൻ പ്രിന്റിംഗ് കടയാക്കാൻ വേണ്ടി ചെയ്തതാണ്. അവിടുത്തെ പഴയ മോഡൽ സ്ക്രീൻ പ്രിന്റിംഗ് സാധനങ്ങൾ സെറ്റ് ചെയ്തു, ലെയ്ത്തിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചു. പഴയ മെത്തേഡാണ്, കൈ വെച്ചുള്ള പരിപാടി മൊത്തം. ഇപ്പം ഡിജിറ്റൽ പ്രിന്റിങ് എല്ലാം എളുപ്പം നടക്കുന്ന പരിപാടി. അപ്പം അങ്ങനെ നമ്മൾ ചെറിയ തോതിൽ ചെറിയ രീതിയിൽ ബാനർ പ്രിന്റിങ്, അങ്ങനെയുള്ള സ്റ്റിക്കർ പ്രിന്റിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പം അപ്പോൾ അങ്ങനെ ഇരിക്കും. അനാസിക പഠിക്കുന്ന കോളേജിൽ അവരുടെ ഫെസ്റ്റിനാണെങ്കിൽ പ്രിന്റിങ് ടീഷർട്ട് പ്രിന്റിങ് പരിപാടി വരുമല്ലോ, ഒരുമിച്ച് എല്ലാവർക്കും അറിയാം. അത് കയറി പിടിച്ച് കാരണം അവിടെ അന്വേഷിച്ചപ്പം 100-200 രൂപയ്ക്ക് അവസാനമൊക്കെ 150 ചെയ്യാം എന്ന് പിടിച്ചിട്ട് അപ്പനെ വിളിച്ച് അപ്പം ചെയ്തു കൊടുക്കും. അപ്പനെ ഏറ്റ് ഇത് സംഭവം ടീഷർട്ട് കിട്ടാനില്ല, ഇവിടുന്ന് കിട്ടാനില്ല. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പം ടീഷർട്ട് തിരുപ്പൂരിന്ന് കിട്ടും. അപ്പം അപ്പൻ ഫോൺ എടുത്ത് ഇങ്ങനെ ഗോഡ് ഫാദറിനകത്ത് ഫോൺ എടുത്ത് കിടക്കും. അറിയാം അപ്പൻ്റെ ഹെഞ്ച്മാൻ അനീസ് എന്ന് UCK എഞ്ചിനീയറിംഗ് പഠിക്കുക. ഞാൻ അപ്പം തന്നെ ലീവ് എഴുതി കൊടുത്തു. ഞാൻ ട്രെയിൻ എനിക്കിതൊക്കെയാണല്ലോ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ അപ്പം തന്നെ ലീവ് എടുക്കും, ഞാൻ നാട്ടിൽ വരും. എന്നിട്ട് ഞാൻ അപ്പനോട് നേരെ തിരുപ്പൂർക്ക് ട്രെയിൻ കയറി പോയി. അവിടെ പോയി തലേദിവസം രാത്രി പോയി ഇറങ്ങി. നമ്മുടെ പ്ലാൻ ഇതാണ്, പോകുന്നു, മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പോകുന്നു, ടീഷർട്ട് എടുക്കുന്നു, തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു, ഇവിടെ ഇട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. എന്താ അപ്പം കുറച്ച് പ്രിൻറ്റിങ്ങിൻ്റെ മറ്റേ ഇങ്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, അതും തിരുപ്പൂർ വില കുറച്ച് കിട്ടും. അതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ അത് തപ്പി നടക്കുന്നു, ഇത് തപ്പി നടക്കുന്നു. നമ്മൾ തലേദിവസം രാത്രി ചെന്നൊരു പള്ളി കയറി കിടന്നിറങ്ങി. നമ്മുടെ പള്ളിയിലേക്ക് അഡ്വാൻറ്റേജ് അല്ല, പള്ളി ഇങ്ങനെ ലോക്ക് ചെയ്യാറില്ല. മിക്കവാറും പള്ളികളിലൊക്കെ നൈറ്റ് നമുക്ക് കയറി പോകാനൊക്കെ പറ്റും. പിന്നെ ഫാദർ തൊപ്പിയൊക്കെ വെച്ച ആളാണ്ട് നമുക്ക് അക്സസിബിൾ. അപ്പോൾ ലോഡ്ജിൻ്റെ പ്രശ്നമില്ല, ഫുൾ ഫ്രീ ആണ്, എക്സ്പെൻസ് ഫ്രീ ആണ്. നമ്മൾ രാവിലെ ഇറങ്ങി അന്വേഷിച്ച് തുടങ്ങി. ടീഷർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെയ്ഡ് കിട്ടാൻ ഭയങ്കര പാട്. നമ്മൾ കടകൾ തപ്പി തന്നുണ്ട്. ഇവർക്ക് ഒരു പർട്ടിക്കുലർ ഷെയ്ഡും പറഞ്ഞു, ഡിസൈനും പറഞ്ഞിട്ടുണ്ട്. ഇത് തപ്പി നടക്കുമോ, ഇത് കിട്ടുന്നില്ല അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവർ പറയും അവിടെ ഹെൽപ്പ് ഇവിടെ പോകാമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഇങ്കും തപ്പിന്നുണ്ട്. ഇങ്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കടയിൽ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ടീഷർട്ട് തപ്പി നടന്ന ഒരു സ്ഥലത്ത് അവസാനം ടീഷർട്ട് കിട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇനി ഏത് ഡിസൈൻ അടിക്കണം. അപ്പം എന്തിനാണ് ഡിസൈൻ അടിക്കാൻ ഞാനുണ്ടല്ലോ അപ്പം ഇത് എന്തിനാണ് അടിക്കുന്നത്, ഇത് കൊണ്ടേ അടിക്കാണ്, ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോകൂടെ. അപ്പോൾ എന്തിനാണ് അടിക്കുന്നത്, എനിക്ക് വീട്ടിൽ ഉണ്ടല്ലോ, ഞാൻ അടിക്കാന്ന്. അപ്പൻ വിടത്തില്ല, അപ്പൻ്റെ സാധനം. അപ്പം ഇവിടെ എല്ലാം ഡിജിറ്റൽ പ്രിന്റിങ്, ഇതൊക്കെ പടപടാന്ന് അടിച്ചു കിട്ടും. ഇത് നിങ്ങൾ എത്ര ദിവസത്തെ അടിക്കും സ്ക്രീൻ പ്രിന്റിങ്ങിൽ? അപ്പം അത് ഞാൻ ചിലപ്പോൾ 2 ദിവസം, ഇവിടെ 10 മിനിറ്റിൽ ഇത് അടിച്ചു കിട്ടും. അപ്പം 10 മിനിറ്റിൽ അടിക്കും. അതെ. പിന്നെ നാസിക്കയെ വിളിച്ച് ഞങ്ങൾ എന്നിട്ട് ആ ഡിസൈൻ മെയിൽ അയച്ചു തന്ന് ആ ഡിസൈൻ കൊണ്ട് ഞങ്ങൾ പ്രിന്റിങ് കട തപ്പി നടന്നു. അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അവർ വളരെ തുച്ഛമായ റേറ്റിന് ഈ സാധനം അടിച്ചിരുന്നു. അപ്പോൾ ഈ ടീഷർട്ട് നേരെ എടുക്കുന്നു, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു, ഈ സാധനം പ്രിൻറ്റ് ചെയ്യുന്നു. ഞങ്ങൾ തിരിച്ചത് കൊണ്ട് 2 വലിയ ബാഗ് വാങ്ങിച്ചതെല്ലാം അടുക്കി കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷൻ നിന്നപ്പോൾ ഒരു റെയിൽവേയിലെ ചെക്കറായിരിക്കണം. പുള്ളി സ്റ്റേഷൻ നിൽക്കുന്നവരൊക്കെ ചൊറിച്ചില്ല. കാരണം അവർക്കറിയാം ഇവിടെ കുറേ ലഗേജസ് ഒക്കെ പോകുന്നുണ്ട്. പുള്ളി വന്നിട്ട് ബിസിനസ് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നതിന് പൈസ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് സാധനം അടിച്ചു. പിന്നെ തൂക്കി നോക്കി, വെയിറ്റ് കുറേ ഉണ്ടായിരുന്നു അതിനകത്ത്. 150 ടീഷർട്ടും പിന്നെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ ചേർത്ത് കുറേ സാധനം ഉണ്ടായിരുന്നു. തൂക്കിയിട്ട് അയക്കെ നമ്മളൊരു ടിക്കറ്റിൻ്റെ പകുതി അങ്ങനെ എന്തോ ഒരു സാധനം അടച്ച് ഞങ്ങൾ കയറിക്കൊണ്ടുവന്നു. ഒറ്റ ദിവസം കൊണ്ട് കാര്യം കഴിഞ്ഞു. 24 hours പരിപാടി കഴിഞ്ഞ് അനാസിക്കയ്ക്ക് ഇത് കൊടുത്തും വിട്ടു. ഇതാ ഞാൻ തിരുവനന്തപുരത്തിലാണ്. ഞാൻ നേരെ ഇതും കൊണ്ട് ട്രിവാൻഡ്രം അത്ത വഴിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ അനാസിക്കയ്ക്ക് സിറ്റി കൊണ്ട് ഇത് ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. നമുക്കത് നല്ലൊരു പ്രോഫിറ്റബിൾ ഡീലായിരുന്നു. നമ്മൾ അടിക്കുമായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമായി. 2 ദിവസത്തെ പണിക്കാശ് അത് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇത് അടിപൊളിയായിട്ട് നടന്നു. അങ്ങനെ ഒരു നമ്മൾ പാർട്ട് ടൈം ബിസിനസ് ഒക്കെ ഞാൻ അപ്പനെയും ആക്കിയുള്ള സഹായിക്കാറുണ്ട്. ഇങ്ങനെ പലവട്ടം എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇവന്മാർ പറഞ്ഞ സമയത്തിന് തരില്ല, പക്ഷെ നമ്മൾ ക്ലയന്റിന് ഈ പറഞ്ഞ പോലെ സമയത്തിന് കൊടുക്കണം. ഞാൻ കസിനും കൂടെ ട്രെയിൻ കയറും, എന്നിട്ട് ഈ പറഞ്ഞ പോലെ തലച്ചമ്മൂടെ എടുത്തുകൊണ്ട് വരികയാണ്.
നല്ല ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അന്ന് നമുക്ക് അവിടെ കിട്ടിയ കോൺടാക്ട്സ് ഒക്കെ അടിപൊളിയായിരുന്നു. എപ്പോൾ വിളിച്ച് പറഞ്ഞാലും ടീഷർട്ട് അയച്ചു തരും അവർ. അതൊക്കെ പക്കയായിരുന്നു. നമുക്ക് പിന്നെ അങ്ങനെ 1-2 കളക്ടറേറ്റും മറ്റേ പാർട്ടി പരിപാടിയിൽ അങ്ങനെയൊക്കെ പ്രിന്റിംഗ് ഒക്കെ വന്ന സമയത്ത് പറഞ്ഞപ്പോൾ ടീഷർട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചു. കാരണം പുള്ളിക്ക് എന്തെങ്കിലും വർക്ക് വേണം, അതിന് വേണ്ടിയാണ് പുള്ളി ഇത് ചെയ്തത്. ലാഭത്തിനേക്കാൾ കൂടുതൽ പുള്ളി എൻഗേജ് ആവാൻ ചെയ്ത പരിപാടിയാണ്. എന്നിട്ട് പുള്ളി പിന്നെ അത് കുറെ നാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലോസ്. അബു പതുക്കെ എൻക്രോച്ച് ചെയ്ത് കട അപ്പം അത് കഴിഞ്ഞ് അപ്പൻ്റെ സ്ക്രീൻ പ്രിന്റിംഗ് കട പുറകിലും അമ്മ ഒരു ഫോട്ടോ കോപ്പി മെഷീൻ വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മ ഫ്രണ്ടിലിരുന്ന് ഫോട്ടോ കോപ്പി. കളക്ടറേറ്റ് തൊട്ടടുത്താണല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നിടത്ത്, അബു മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഇവരുടെ തട്ടകവാത് ഈ ലോക്ക്ഡൗൺ സമയത്ത് അബു അതൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച അബു നോക്കിയ നല്ല ഓപ്ഷൻ അതാണ്. അപ്പോൾ ഇവർ കളക്ടറേറ്റൊക്കെ അവധിയാണ്, മൊത്തം ലോക്ക്ഡൗൺ ആണല്ലോ. അവർ ഏകദേശം ഷട്ട് ഡൗൺ ആയതുപോലെയാണ്. അപ്പോൾ പതുക്കെ എടുത്ത് ഫോട്ടോ കോപ്പി മെഷീൻ മാറ്റി ടെക്നോളജീസ് എല്ലാം അനീസിന്റെ വീട്ടിൽ സ്ക്രീൻ പ്രിന്റിംഗ് ഫോട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് പുറകിലേക്ക് ഫോട്ടോ കോപ്പി ഉണ്ടാവില്ല. അപ്പോൾ അത് ഏറ്റെടുത്ത് അബു പതുക്കെ ബിസിനസ് ആക്കി. എന്താ അല്ല, ഫോട്ടോ കോപ്പി എക്സ്ചേഞ്ച് ആയിട്ടില്ല. അങ്ങനെ ഷൈജൂസ് ബേണിംഗ് ആപ്പ് നമ്മളിടയ്ക്ക്. അപ്പോൾ ഷൈജൂസ് ബേണിംഗ് ആപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഇവര് പ്രോപ്പർ ആയിട്ടുള്ളൊരു മറ്റേ ഇന്ത്യ ടീം സ്പോൺസറുടെ ഷൈജൂസ് അതല്ലേ ഇവരുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയത് ഞാൻ പോയത് കോഴിക്കോട്. സത്യം പറഞ്ഞ ഈ ഷൈജൂസിൽ വർക്ക് ചെയ്ത ഒരാൾ പോലും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല അല്ലേ? ഇല്ല, നമ്മുടെ അർഷദ് ഉണ്ടായിരുന്നില്ലേ? അർഷദല്ലായിരുന്നു, വേറെ അർഷദ പോലെ അവര് നല്ലത് പറയായിട്ടില്ല. പക്ഷെ ഇവര് ആ സമയത്ത് നല്ല കാശുണ്ട് ഇവരുടെ കയ്യില്. കോഴിക്കോട് ഒരു ഭയങ്കര ഹോട്ടലിലൊക്കെ വെച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് പരിപാടിയൊക്കെ നടന്നത്. അപ്പൊ ഇവര് നോക്കുമ്പോ ഓവർ ക്വാളിഫൈഡ് ആയിട്ട് നീ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. പാഷൻ, പഠിപ്പിക്കാനുള്ള പാഷൻ. പഠിപ്പിക്കലായിരുന്നു എനിക്ക്, മാർക്കറ്റിംഗ് പരിപാടിയിലല്ല പറയട്ടെ. അപ്പൊ ഇത് ഇങ്ങനെയൊന്നും അല്ല. അതായത് അവര് പറഞ്ഞു ഇതിങ്ങനെ ഒരു മാർക്കറ്റിംഗ് റോൾ. നമ്മൾ മാർക്കറ്റിംഗ് റോൾ എന്നൊക്കെ പറയുമ്പോ എന്താ പിന്നെന്താ ചെയ്യാലോ. എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ് എന്നല്ല റോളിന്റെ പേര്. അവര് സീനിയർ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്. ആ തരുന്ന ടാഗ്, അതായത് നമ്മുടെ ബിസിനസ് കാർഡിൽ തരുന്ന ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലർ, സീനിയർ എഡ്യൂക്കേഷൻ കൗൺസിലർ, അങ്ങനത്തെ ടാഗാണ് അവർ തരാൻ. ആൻഡ് ഇവർക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രോഡക്റ്റിനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം, അതായത് ആ സമയത്ത് കുറെ കേരളത്തിലെ കുറെ റീജിയനായിട്ട് പിള്ളേരുടെ സംശയങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇവരൊരു സെയിൽസ് പിച്ച് തരും. സെയിൽസ് പിച്ചിൽ സ്റ്റാൻഡേർഡായിട്ട് ഇവരുടെ ഏറ്റവും ആദ്യം സെയിൽസ് ചെയ്ത് പുലികളായ കുറച്ച് പേരുണ്ട്. അവരെ വെച്ചിട്ട് ഈ വരുന്ന പിള്ളേരൊക്കെ ട്രെയിൻ ചെയ്യുക. അപ്പൊ അവര് പറഞ്ഞേക്കുന്ന ഒരു 4 പോയിന്റ് സാധനങ്ങൾ, ഇങ്ങനെ ഒബ്ജക്ഷൻസ് വന്നാൽ അവിടെ എന്തൊക്കെ പറയണം, പിന്നെ അതുപോലെ സെയിൽസ് ക്ലോസ് ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, ഇങ്ങനെ പല സാധനങ്ങൾ നമുക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അവർ പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. എന്നിട്ട് അപ്പൊ വീട് കയറി ഇറങ്ങണം. പിന്നെ അതിന് ഇവര് നിന്റെ കയ്യില് ഒരു വണ്ടിയും അല്ല, ഒരു ഡ്രൈവർ, ഒരു നല്ലൊരു ക്യാബ്, AC ക്യാബ് തന്നു വിടും. അതിന് മുന്നായിട്ട് നീ ആ ആഴ്ചയിൽ മൊത്തം ഇരുന്നിട്ട് നീ ആൾക്കാരെ വിളിക്കുക. ഇവർ ഓരോ പരീക്ഷയായിട്ട് ബേസിക്കലി ഇവര് ഷാരൂഖ് ഖാന്റെ പരസ്യം വെച്ചിട്ട് മിസ് കോൾ അടിക്കാൻ പറയൂലേ. അപ്പൊ ഇവർക്ക് കുറെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാണ്. അതുപോലെ സ്കൂളുകളിൽ ഈ പരീക്ഷയൊക്കെ നടത്തുമ്പോൾ എന്താ പറയുക, ലീഡ് ജനറേഷൻ ആക്ടിവിറ്റി. നമ്മളിത് സാഹിൽ ഖാന്റെ പരസ്യം എന്നല്ലേ പറയേണ്ടത്? കുഴപ്പമില്ല, നീ പറ. അത് അപ്പൊ സാഹിൽ ഖാന്റെ പരസ്യം എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അപ്പൊ ഇങ്ങനെ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്ന് വിളിക്കുക ഒരു ടീം ആൾക്കാർ. അതൊരു ഈ കോൾ സെന്ററിൽ ഇരിക്കുന്ന പോലെ ആൾക്കാർ ഇരുന്ന് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുക ആ ഫോമിൽ തന്നേക്കുന്ന നമ്പറിലോട്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ മോൻ ഈ ഏരിയയിൽ കുറച്ച് വീക്കാണല്ലോ, നമ്മൾ ശരിയാക്കി തരാം, നമ്മുടെ ഒരു മൂത്ത ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട്, പുള്ളി സൂപ്പറാണ്, എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക. വിളിക്കുന്നത് വേറെ ചേട്ടൻ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അന്നൊക്കെ ഇതിൽ ഇരിക്കുമ്പോ ത്രില്ലാണ്, വെറുതെ ഒരു രസം, അങ്ങനെയാണ്. എന്നിട്ട് വീടുകളിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഈ പിള്ളേരായിട്ട് ഒരു ചെറിയൊരു സെഷൻ, ഇവരുടെ ഈ പ്രോഡക്റ്റ് ടാബ് ഉണ്ടാവും, പരീക്ഷ നാറ്റിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ. പലരും ചെയ്യുന്ന മെത്തേഡ് പലതാണ്. പക്ഷെ ഒരു ജനറൽ ആയിട്ട് ഒരു ചെറിയ ടെസ്റ്റ് വന്നിട്ടുണ്ട്. അത് എന്നിട്ട് സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ചിലപ്പോൾ അതിനകത്ത് ഏതെങ്കിലും അവരുടെ കുറച്ച് കുറഞ്ഞേക്കുന്ന ഏരിയ ഇതാണ്, അവരുടെ റീസണിങ് ചിലപ്പോൾ ഇത്ര കുറവാണ് പെർസെന്റേജ് ഇരിക്കുന്നത്. അപ്പൊ അതിൽ പിടിച്ച് നിങ്ങൾക്ക് പിന്നീട് സംസാരിക്കാം. പ്രശ്നമാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ സൊല്യൂഷൻ ആയിട്ട് പ്രസവിക്കുന്നത് ഷൈജൂസ് ബേണിംഗ് ആപ്പ്. ഇപ്പൊ കുട്ടി 6-ലാണെങ്കിൽ 6, 7, 8, 9, 10 വരെയൊക്കെയുള്ള ഡീലൊക്കെ കൊടുത്തിട്ട് വരുന്നു. മൂഞ്ചിപ്പിക്കും. എന്താണെന്നറിയാമോ ഇവരുടെ ഒരു മേജർ ടെക്നിക്ക് എന്താന്ന് പറഞ്ഞാൽ,
ഇവരൊരു EMI ആയിട്ട് വരും, ബജാജ് ഫിൻസർവിന്റെ EMI ആയിട്ട് തന്നിട്ട് ഇവരിത് ഫീസിന്റെ കോൺസെപ്റ്റ് ആയിട്ടാണ് വിൽക്കണം. മനസ്സിലായില്ലേ? അതായത് മാസം മാസം ഇത്ര അടക്കണം, പക്ഷെ അടയ്ക്കുന്നത് ലോൺ എമൗണ്ട് ആണ്. ലോൺ എമൗണ്ട് ആണ്. അപ്പം അതിലോട്ട് നിങ്ങൾ സൈനപ്പ് ആകുമ്പോൾ ആക്ച്വലി നിങ്ങൾ 5, 6, 7, 8, 9, 10, 12 4 ലക്ഷത്തിന്റെ പാക്കേജ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. 4 ലക്ഷം കടക്കാരനായി 4 ലക്ഷം 4 ലക്ഷം ഒന്നുമില്ല കേട്ടോ, ഒരു 3.5 ഉള്ളു. അതൊക്കെ അവര് ഒരു പ്രൈസിന്റെ സ്ലാബ് തരും, നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിന്റെ ഇടയിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. നിനക്ക് എത്ര ഉണ്ടായ സാലറി അവർ ആ സമയത്ത് അതിന് 50 രൂപയായിരുന്നു സ്റ്റാൻഡേർഡ് സാലറി, പ്ലസ് അതിന്റെ മേളിൽ ഇൻസെന്റീവിനൊന്നും ഇങ്ങനെ ക്യാപ്പ് ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ അത്യാവശ്യം നല്ല നല്ല മൂഞ്ചിപ്പിക്കുന്നവന്മാർക്ക് 2 ലക്ഷം 3 ലക്ഷം കിട്ടുമായിരിക്കും അല്ലേ? അത്ര ആ ഒരു ഫിഗർ അടിക്കുന്നവരൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നിന്റെ ഏറ്റവും ഉയർന്ന സാലറി ഷൈജൂസിൽ കിട്ടിയത് എത്രയായിരുന്നു? ഇൻസെന്റീവ് ഒക്കെ ചേർത്തൊരു 90 രൂപ വരെയൊക്കെ 90 അടിച്ചിട്ടുണ്ട്. അത് കട്ടൊക്കെ ചെയ്ത് 90 അടിച്ചാൽ എന്തായാലും നിശ്ചാവണം. എത്ര നാൾ വർക്ക് ചെയ്തു നീ? ഞാൻ അവിടെ ഈ പറഞ്ഞ 1 വർഷത്തിനടുത്ത്. നീ ഇറങ്ങാൻ കാര്യം എന്താ? അവിടെ എന്റെ വൈബ് പോയി. അല്ലല്ല, അതിനേക്കാളും എനിക്ക് വേണമെങ്കിൽ അടുത്ത അവിടെ മാനേജറായിട്ട് അങ്ങനെ ഞാൻ ഇറങ്ങാൻ നേരത്തെ പുള്ളി പറയാടാ ഇങ്ങനെ മാനേജറായിട്ട് കയറാനുള്ള പരിപാടി ഉണ്ട് നിൽക്കുന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. മാനേജറായിട്ടൊക്കെ നമ്മൾ നല്ല ടേംസിലായിരുന്നു. പക്ഷേ ഉപ്പാക്ക് ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു, മറ്റേ സ്റ്റെന്റ് ഇട്ട പരിപാടി. അപ്പൊ അതിന് വേണ്ടിട്ട് ലീവ് ചോദിച്ചപ്പോ നമ്മുടെ സീനിയർ മാനേജറൊക്കെ വെറും കൊണ. ഷൈജുവിന്റെ തന്ത വന്നാലും ഷൈജു ദാമോദരൻ വന്നാലും ഒരേ മല്ലരാ. അത്രക്ക് മാസമൊന്നുമില്ല, ഇറങ്ങി അവിടെ. മറ്റേ യുവമാർ രീതി പൈസ കൊണ്ടായിരിക്കും പോയി മറ്റേ നീ ആണെങ്കിൽ നീ ഇത് എപ്പോഴും ചെയ്യുമ്പോ ഇത് ചെയ്യുന്ന തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇത്തിരി ബാഡടിക്കാൻ തുടങ്ങി. കാരണം കുറച്ച് പാവങ്ങളൊക്കെ അല്ലേ, പാവപ്പെട്ട അങ്ങനെ. സത്യം പറഞ്ഞാൽ ഏറ്റവും എനിക്ക് മാർക്കറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ആപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞ ഇതിന്റെ പരസ്യമൊക്കെ കാണുമ്പോഴേ ഞാൻ ആലോചിച്ചു ഇതുപോലെയൊക്കെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സാധനമൊക്കെയാണ് ആ പരസ്യം സെല് ചെയ്തായിരുന്നു. അപ്പൊ ഞാനത് വെറുതെ എടുത്തൊക്കെ ഞാനെടുത്ത് നോക്കിയിട്ടുണ്ട്. ഇല്ല 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 ഞാൻ അതായത് കോളേജിലൊക്കെ ഞാൻ ആ സമയത്തൊക്കെ ഇറങ്ങിണ്ടാവത്. അപ്പൊ ഞാൻ ഓഹോ സയൻസ് ഇങ്ങനെയൊക്കെയാണ്. അവരുടെ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആയിരുന്നു, പക്ഷെ അതിന് കൊടുക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്ത് മോശമായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഇത്രയും ഫീസ് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. നീ പറയാൻ പോയിട്ടുണ്ടാ എപ്പോഴും പറയുമല്ലോ ഇങ്ങനെ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്കുള്ള ഏറ്റവും ഒരു പിടിവള്ളി എന്ന് പറയും എല്ലാരും വിശ്വസിക്കുന്ന പേരൻസ്. അത് നമ്മൾ എത്രത്തോളം എക്കണോമിക്കൽ നമ്മൾ താഴോട്ട് നിൽക്കുന്ന അവിടെ ആ ബിലീഫ് കുറച്ചുകൂടെ ഭയങ്കര റൂട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അത് അവിടെ നീ ആ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ മോന് ഇത് വീക്കാ, ചിലപ്പോ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും, എന്നിട്ട് അങ്ങനെ പറയുമ്പോ പാരന്റ്സ് ഒക്കെ ചിലപ്പോ ഇല്ലാണ്ടായി പോകും. ഇത് ശരിയാക്കാൻ അവർ എന്ത് കൊടുക്കാൻ തയ്യാറായിരിക്കും. അതാ അവിടെ ട്യൂഷൻ ടീച്ചേഴ്സിന്റെ ഇങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒക്കെ വളർച്ച എവിടെയാണ്? എത്ര പൈസ മുടക്കിയിട്ടാണ് ഇവനെ ഒരു മിടുക്കനും ഡോക്ടറാക്കി എടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം. എന്നുവെച്ചാൽ ഇന്ത്യൻ പേരൻസ് അങ്ങനെയാണ്, എഡ്യൂക്കേഷന് വേണ്ടി എത്ര പൈസ വേണമെങ്കിലും. അവിടുത്തെ ഒരു ഓപ്ഷൻ അതല്ലേ ഉള്ളൂ. അതായത് ഒരു ഫിനാൻഷ്യലി ഒരു അത്ര ഇതല്ലാത്തൊരു ഫാമിലിക്ക് രക്ഷപ്പെടാന്ന് പറയുന്നത് പഠിപ്പിലൂടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവള് വർക്ക് ചെയ്യണ ഹോസ്പിറ്റലില് പഠിക്കുന്ന പിള്ളേരെന്ന് പറയുന്നത് അവർക്ക് ശരിക്കും നമ്മുടെ കേരളത്തിലൊരു സെറ്റപ്പ് വെച്ച് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റികളൊക്കെ ഭയങ്കര മോശമാണ്. പക്ഷെ അവര് വരണ ബാക്ക്ഗ്രൗണ്ട് അതിലും മോശമാണ്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ജീവിതത്തിലുള്ളൊരു ഓപ്ഷൻ ഇതാ. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ 2 പെൺകുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞ പോതും പെണ്ണ്, 3ാമത്തെ പെൺകുട്ടിയുടെ അവരിടണ പേരാ അങ്ങനെ. അപ്പോൾ അവര് ഇതിനൊന്നും പഠിപ്പിക്കാനോ വേറെ ഇതിനൊന്നും നിൽക്കില്ല. അപ്പോൾ ഇവർക്കും വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ പഠിച്ചാൽ രക്ഷപ്പെടുമായിരിക്കും. അപ്പോൾ പഠിക്കാന്ന് പറയുന്നത് വലിയൊരു വിഭാഗത്തിന് അവരുടെ ജീവിതത്തിന്റെ ഒരു രീതി മാറണമെങ്കിൽ പഠിക്കുക തന്നെ വേണം. ജോൺ പഠിച്ചിട്ട് എന്ത് ജോലിയാണ് നേടിയത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജീവിതത്തിന്റെ രീതി മാറേണ്ട കാര്യം. ജോൺ പഠിച്ചോ മനസ്സിലായി, ജോണിന് പഠിക്കാൻ താല്പര്യമില്ല. അല്ല, എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണെങ്കിൽ ഞാൻ പഠിക്കും. അതായത് അപ്പൊ എഞ്ചിനീയറിംഗ് പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ +2 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എടുത്തത് എൻ്റെ ഇഷ്ടമാണ്. എനിക്ക് ഈ പറയുന്ന വിഷയത്തിനോട് ഒരു താല്പര്യമുണ്ട്, അറിയാനും താല്പര്യമുണ്ട്. ഇങ്ങനെ കുറേ ചെറുപ്പത്തിലും ഇതിനോട് ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഇലക്ട്രോണിക്സ് എന്നുള്ള സാധനം എടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ചെയ്ത ജോലിയും ചിലപ്പോൾ അതായിരിക്കും, ഒരു സർക്കാരിൻ്റെ സ്കീമിൽ പറഞ്ഞൊരു മൊബൈൽ ടെക്നോളജി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബേസിക് ഇലക്ട്രോണിക്സിന് ക്ലാസ് എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. എല്ലാവരും ബാധ്യന്മാരായിട്ടുണ്ട്. അല്ല, അത് ഒരു മാസം
ഒരു ചാപ്റ്റർ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള ബേസിക് ഇലക്ട്രോണിക്സ് +2 പഠിച്ചതാ, അത് ഇപ്പോഴും അറിയുള്ളൂ. അപ്പൊ ആ സാധനം പഠിപ്പിക്കാൻ അങ്ങനെ പോയിട്ടുണ്ട്. സാലറി എനിക്ക് ഓർമ്മ വലിയ കാര്യം കുഴപ്പമില്ല. അന്ന് എനിക്ക് ആഴ്ചയിൽ 1 ക്ലാസ്സോ 2 ക്ലാസ്സോ അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അമ്മ നീയാ പഠിപ്പിക്കാനാ, നീ പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോ. അപ്പൊ പിള്ളേരൊന്നല്ല, അതിൽ ചില വീട്ടമ്മമാരും അങ്ങനെയൊക്കെ ഉണ്ട്. സർക്കാരിന്റെ എന്തോ സ്കീം അത്. ഇവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സംഭവം. അപ്പൊ അതങ്ങനെ പഠിപ്പിക്കാൻ പോയിട്ട് പിന്നെ ഞാൻ പോയിട്ടുള്ളൊരു പരിപാടി, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് എന്ന് പറഞ്ഞിട്ട്. അവൻ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ്. അവൻ്റെ അടുത്ത് എപ്പോൾ ചോദിച്ചാലും എന്തെങ്കിലും ഒരു ജോലിയുടെ ഒരു സാധനം അവൻ പറയും. എടാ എന്തിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, അത്രയും മടുത്തിരിക്കുമ്പോഴോ എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട്. അല്ല, അതിനു മുമ്പ് ഞാൻ ചെയ്ത പരിപാടി, ഞാനും എൻ്റെ കൂട്ടുകാർ അത് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം ചെയ്ത പരിപാടി അതാണെന്നുണ്ട്. കൂട്ടുകാരൊക്കെ കൂടി കൂട്ടിയിട്ട് ഞാൻ PCB ഡിസൈനിങ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ്, അതായത് മറ്റേ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ഡിസൈൻ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ട് വരും. വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ജോലിയൊന്നുമില്ല, വീട്ടിൽ ചോദ്യം പറച്ചിലായി. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ എൻ്റെ വേറൊരു കൂട്ടുകാരൻ, അവനൊരു സംരംഭം തുടങ്ങാൻ എടുത്തിട്ടുള്ളൊരു റൂമുണ്ട്. അത് ഏകദേശം എല്ലാവരും നിർത്തിപ്പോയി. അപ്പോൾ അതിന് അഡ്വാൻസ് കൊടുക്കണ്ട, വാടക കൊടുത്താൽ മതി. റൂമുണ്ട് ലിസി ഹോസ്പിറ്റലിൻ്റെ അവിടെ. ഞങ്ങളെല്ലാവരും കാലത്ത് 6 മണിക്ക്, എന്തിനാ പിന്നീട് നമ്മൾ ആലോചിച്ചു എന്തിനാ ഇവിടെ വന്നിരുന്നത് ചെയ്യണേ. 6 മണിക്ക് അവിടെ നിന്ന് പാസഞ്ചർ കയറി ഇവിടെ വരുന്നു, എല്ലാവരും കൂടി PCB ഡിസൈൻ ചെയ്യണ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സർക്യൂട്ടിനെ PCBയുടെ ഇതിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഹോം തിയേറ്ററിൻ്റെ ഇതുകളാണ് ഡിസൈൻ ചെയ്യണം. എന്നിട്ടൊരു ഹോം തിയേറ്റർ അസംബിൾ ചെയ്തിട്ട് ഇറക്കാനൊക്കെ ഉള്ള പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും എന്തായിരുന്നു കമ്പനിയുടെ പേരെന്തായിരുന്നു? ജോജോ എസ്ഓർ ടെക്നോളജീസ്, ESSOR. അത് റൈസിംഗ് സൺ അങ്ങനെ എന്തോ ഒരു അർത്ഥം ഉണ്ടായിന്. ആ പേര് കണ്ടുപിടിച്ച ഞാനാ. അപ്പൊ ഇതിനെ പറ്റി മാർക്കറ്റ് സ്റ്റഡി ഒന്നുമില്ല. ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കണം എന്നറിയില്ല. ഇത് ചെയ്യാൻ പറ്റുന്ന, ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ധാരണയുണ്ട്. അതൊക്കെ തുടങ്ങി കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് പൂട്ടിപ്പോയി. ഞങ്ങൾ ഒരു ബാച്ച് സർക്യൂട്ട് പ്രിന്റ് ചെയ്ത് എടുത്തു. ഇത് പ്രിന്റിങ് തന്നെയാണ്, PCB എന്ന് പറയുന്ന സാധനം. അഷ്ടമിച്ചർ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രിന്റ്. അപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റി കുറേയൊക്കെ തപ്പിയായിരുന്നു, ഈ പ്രിന്റിങ് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കണതിൻ്റെ പരിപാടിനൊക്കെ പറ്റിയിട്ട്. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാർ 4 പേര് കുറച്ച് നാൾ വീട്ടിൽ ഒരു 6 മാസം ജോലിക്കാരെന്നൊരു ഫീൽ ഉണ്ടാക്കിയെടുത്തു. അതിന്റെ റിട്ടേൺ അതായിരുന്നു. അതായത് വീട്ടിലൊരു ഇല്ല അത് അത്രയ്ക്കുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നു. ഇത് നിർത്തിപ്പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 6 മാസം കൊണ്ട് ബാക്കിയുള്ളവർ ദുബായിലൊക്കെ ജോലി നോക്കി. നീ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്, എന്താ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ പോരെ, തൃശ്ശൂർ ചെയ്താൽ പോരെ എന്ന്. നിങ്ങൾ അന്ന് രാവിലെ ഇറങ്ങി ഇവിടെ വന്നത് കൊണ്ടാണ് എന്തോ ജോലിക്ക് പോകുന്നത് എന്നുള്ള തോന്നലുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ നെറ്റ് ഉണ്ട്, വൈഫൈയില് ഒമേഗിൾ എടുത്തിട്ട് ചാറ്റ് വെച്ച് സ്ട്രെയിൻ. കുറച്ചു നേരം കഴിഞ്ഞ ഒമേഗിളാണ്. അന്നത് സ്ട്രീം ചെയ്തായിരുന്നെങ്കിൽ ഹിപ്സറിനെ പോലെ വലിയ അന്ന് കൊറേ കൊള്ളിക്കഴുങ്ങ് കണ്ടുവന്നല്ലായിരുന്നു. അപ്പൊ ആ സമയത്താണ് എനിക്ക് സിനിമാ മോഹമുണ്ട്, അഭിനയ മോഹമുണ്ട്. അന്നാണ് ആദ്യമായിട്ട് ആ സമയത്ത് മുംബൈ പോലീസ് പടല്ലേ, റോഷൻ ആൻഡ്രസ് ഓഡീഷൻ കോൾ ഇട്ടുണ്ട്. അപ്പൊ ആ ഓഫീസിൽ നിന്നെടുത്ത ഫോട്ടോ ആണ് ഞാൻ അതിന്റെ ഓഡീഷൻ അയച്ചിട്ടുണ്ട്. മനസ്സിലായി? ആ സമയത്ത് ഞാൻ അതാണ് ആദ്യമായിട്ട് ഞാൻ അയക്കുന്ന ഓഡീഷൻ കോള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്ത 2 ജോലികൾ ഭയങ്കര തമാശകരമായ ജോലിയാണ്. ഒന്ന് ഒരു ബാങ്കിന്റെ ബാക്ക് എൻഡ്, മറ്റേ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് തരില്ലേ, അത് അവർ സ്കാൻ ചെയ്തിട്ടുണ്ടാവാം. ഇതിന് നമ്മള് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് കയറ്റണം. അപ്പൊ ആദ്യത്തെ 1 മാസം നമുക്ക് സാലറി ഇതിലായിരുന്നു. പിറ്റത്തെ മാസമൊക്കെ തുടങ്ങിയിട്ട് പീസ് റേറ്റാ, എത്ര അടിക്കുന്നു അങ്ങനെ. അപ്പൊ ഞാനുണ്ട്, ബെഞ്ചിത്തുണ്ട്, വിനു വിൽഫ്രഡ് ഉണ്ട്. ഞങ്ങൾ 3 പേരും തൃശ്ശൂർ ആലുവയ്ക്ക് വന്നിട്ട് ജോലി ചെയ്യണം. അപ്പോൾ വിനു വിൽഫ്രഡ് അധ്വാനിയാണല്ലോ, ചുള്ളന്നിരുന്ന് പടപടാന്നിരുന്ന് ഇങ്ങനെ അടിക്കും. അപ്പോൾ ആദ്യത്തെ മാസം നമുക്ക് സാലറി ഉണ്ടല്ലോ, നമ്മള് നല്ല കൈയക്ഷരമുള്ള ഫോമൊക്കെ എടുക്കുന്നു. ചിലത് വായിച്ചാൽ മനസ്സിലാവുന്നില്ല. പിന്നെ NRI അക്കൗണ്ടൊക്കെയാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷനും സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മള് നോ ഫ്രിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ട്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഫില്ല് ചെയ്യാനുള്ളത് ഒക്കെ എടുത്തിട്ട് ഞാനും രഞ്ജിത്തും
അങ്ങനെ മിനു വിൽഫ്രഡ് അടുത്ത ഫോം എടുക്കുന്നു, ചെയ്യുന്നു. അവന് എവിടെ, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. അവന് ഇന്നതിലെന്നല്ല, എവിടെ പോയിരുന്നാലും ഹാർഡ് വർക്കിംഗ്. അത് അതിന് കഷ്ടപ്പാട് പോലെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവന്റെ ആരോഗ്യമൊക്കെ കളഞ്ഞിട്ട് പക്ഷെ ഇത് ചെയ്യാം. അവൻ ഫുള്ളി ആ സാധനത്തിൽ ഇന്ന. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നത്തെ മാസം ഫോമിനനുസരിച്ചല്ലേ പൈസ. 3 ഫോം അടിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാം, കടിക്കുള്ള പൈസ പിഞ്ചത്തെ പോവാ. എന്നിട്ട് താഴെ പോകുന്നു. അവിടെയാണ് മറ്റേ നിവിൻപോളി ടീമൊക്കെ വന്നിരിക്കാറുള്ള ചായക്കടയിൽ, ഗോപൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ചായ, അതിൻ്റെ അവിടെ. അപ്പോൾ അവിടെ പോയിരുന്ന് ചായ കുടിക്കുന്നു. ഒരു പ്രാവശ്യം നിവിൻപോളി അന്ന് നേരമൊക്കെ ഇറങ്ങിയിട്ട്, നേരത്തിൻ്റെ പോസ്റ്ററൊക്കെ ആയിരുന്നു ആ ചായക്കടയിൽ മുഴുവൻ. നിവിൻപോളി ഒരു പെപ്പുമയോ സ്കൂട്ടിയിൽ അങ്ങോട്ട് വന്ന് കണ്ണാടൊക്കെ വെച്ചിട്ട് വന്നിട്ട്, അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് എന്നെ തിരിച്ചറിയണൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവരുടെ ടീമൊക്കെ അവിടെ വന്നിരുന്നായിരുന്നു. അന്ന് ഞാൻ മുടിയൊക്കെ നീട്ടി വെള്ളത്തിൽ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ബുദ്ധിജീവിയാണെന്ന്. അപ്പൊ ഞാൻ സിനിമയിലൊക്കെ നമ്മളും എത്തും. ഞാനും കൊടുത്തിട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, എനിക്ക് ചെന്ന് ഞാൻ ഇപ്പോഴായാലും ഞാൻ എനിക്ക് ചോദിക്കല് ഒരു ചെറിയ മടിയുള്ളായിരുന്നു. എനിക്ക് അതില് അതിന്റെ എനിക്ക് അതിന്റെ ഇത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അല്ല നല്ലൊരു സെൽഫി കിട്ടൂല. അല്ല ഞാൻ ചോദിക്കണ്ടേ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ആളുടെ കൂടെ നിന്ന് നമ്മൾ ഇയാളെ കണ്ടു എന്നുള്ളത് ബാക്കിയുള്ളവർ രേഖപ്പെടുത്തുക. ഞാൻ എന്താ വലിയ സെലിബ്രിറ്റിയെ കണ്ടു വെച്ചാല് ഞാൻ ആലോചിക്കുന്ന പുള്ളി ഒരു ചായ കുടിക്കാൻ വന്നായിരിക്കും നമ്മളിതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആലോചിക്കും. ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഇപ്പൊ പണ്ട് ആൾക്കാർ മൈക്കിൾ ജാക്സനെ വൺസിനെ വയലൊരിക്കലെങ്കിലും കാണാൻ വേണ്ടി പോയിട്ട് തൊടുക, അങ്ങനെയൊക്കെയുള്ള ഫാൻഡം ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര സംഭവമായിരിക്കും. മറ്റേ ഈ ട്രാൻസിൽ കാണിക്കുന്ന പോലത്തെ സ്കീം അല്ലല്ലോ അതൊന്നും. അല്ല അവർക്ക് ജീവിതത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ അത്. അങ്ങനെയൊക്കെയുള്ള ഫാൻഡം ഉള്ള ആൾക്കാർക്കൊക്കെ അത് എടുത്താൽ ഓക്കെ എന്ന് ഓർത്തേക്ക്. ഇതിപ്പോ നമ്മൾ വഴി കാണുന്ന ഏതെങ്കിലും സിനിമ എനിക്ക് അങ്ങനെ ഒരു ആരാധന ആരോടും തോന്നിയിട്ടില്ല. ഒരു രസത്തിനങ്ങ് എടുക്കുന്ന അല്ലാതെ കാര്യം അല്ല. അതാ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു ആരാധന ആരോടും തോന്നിയിട്ടില്ല. ഞാൻ കണ്ടു, ഞാൻ നിങ്ങളുടെ ഭയങ്കര ഫാനാന്ന് അങ്ങനെ പറയാൻ അതൊരു കള്ളത്തരം പോലെ എനിക്ക് തോന്നാറ്. അപ്പൊ നമ്മളെ കണ്ട ആൾക്കാർ ബിഗ് ഫാൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ അപ്പൊ തന്നെ വിലക്ക് അങ്ങനെയൊന്നും പറയില്ലേ. അല്ല നമ്മളെ ബിഗ് ഫാൻ ആക്കേണ്ട കാര്യമില്ല. രണ്ട് എന്ത് കാര്യത്തിന് പറയുന്നതാണ് അത് ഇപ്പോഴത്തെ ഒരു പ്രയോഗമാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ബ്രോ ബിഗ് ഫാൻ. എന്റെ അടുത്ത് ആൾക്കാർ ബിഗ് ഫാൻ ബ്രോ പേരെന്തായിരുന്നു. അതിന്റെ ഒരു നല്ലൊരു റീൽ ഓടുന്നുണ്ട്. ഒരു ചേച്ചി ഇങ്ങനെ ക്യൂട്ട് ചേച്ചി ഇങ്ങനെ നിൽക്കുന്ന പൊരുത്തൻ ഇങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കുക. ചേച്ചി ബിഗ് ഫാൻ. എന്റെയോ ചേച്ചി ഇങ്ങനെ. അപ്പൊ ചേച്ചിയുടെ പുറകിൽ വലിയ ഫാൻ ബിഗ് ഫാൻ. അപ്പൊ അവിടെ പിന്നെ അധികം നാള് അന്ന് രാത്രി അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ഷിഫ്റ്റാ പോണേ. എന്നിട്ട് രാത്രി അപ്പൊ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരുണ്ട്. അവന്മാര് 20,000 ഒക്കെ മാസം അടിക്കുന്നുണ്ട്. അതായത് കണ്ടമാനം ഫോം ഫില്ല് ചെയ്യാൻ. ബെഞ്ചിത്ത് ഇതിന്റെ ഇടയിൽ ഏതൊരു NRI ഫോം ഫില്ല് ചെയ്തിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ടീം ടാഗ് ഇട്ടിട്ട് വന്ന് എന്നിട്ട് ഈ ഫോം ആരാ ചെയ്തത് ഞാൻ നോക്കുമ്പോ ബെഞ്ചിത്ത് പെട്ടു. ബെഞ്ചിത്ത് അതിൽ അമ്മയുടെ പേരിന്റെ സ്ഥലത്ത് മോളുടെ പേരൊക്കെ അടിച്ചു വെച്ചിട്ട് ബെഞ്ചിത്ത് ഫോം ഇട്ട് ആകെ കോംപ്ലിക്കേഷൻ ആയി. അവിടെ ബാങ്കിന്റെ പേര് പറയുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യ പോസ്റ്റ് നെറ്റ്വർക്ക് ഓൺലൈൻ ആക്കുന്ന പരിപാടി, പണ്ടെല്ലാം ഓഫ്ലൈൻ, അതായത് ഓഫീസിന്റെ കണക്ക് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്ന പരിപാടി. ഇത് എല്ലാ സർക്യൂട്ടുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരിപാടി നടന്നപ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യും ഏതെങ്കിലും IT ടീം ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടി അവർ ഇങ്ങനത്തെ സബ് ടീമിനെ കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറേ ഫയലുകൾ കുറേ അക്കൗണ്ടിലൊക്കെ പെശകുകളുടെ ബഹളം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ചിലപ്പോൾ അറിയത്തില്ല. ഇങ്ങനെയൊക്കെ അടിച്ചു കയറ്റി വിട്ടിട്ട് അത് ആൾക്കാർക്ക് പൈസ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് പിന്നത്തെ എൻ്റെ ഒരു ഞാൻ ചെയ്ത ശമ്പളം മേടിച്ച ജോലി. അതും ഒരു 3 മാസം എങ്ങാനും പോയിണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയ ജോലിയാണ്. പിന്നെ ഞാൻ ശമ്പളം മേടിച്ചത് അരുൺ ചേട്ടനോട് മാനസാന്തരപ്പെട്ട SD പടത്തിൽ ആണ്. അല്ല ആദ്യത്തെ പിന്നെ അഭിനയിക്കാന്ന് പറഞ്ഞ് പോയിട്ട് ആദ്യമായിട്ട് കാശ് മേടിക്കുന്നത് പ്രിയന്തൻ സാറിന്റെ ഞാൻ നിന്നോട് കൂടെയാണ് മധ്യപ്രദേശ് പോയത്. അപ്പൊ അതിനാണ് ഞാൻ അങ്ങനെ ഒരു പേയ്മെന്റ് 2,500 രൂപ എന്താണ് അന്ന് മേടിച്ച് കിട്ടിയത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചെയ്തത് ബ്രാഹ്മിൻസ് കോഫിയുടെ പരസ്യം. അതിനും ഈ പറഞ്ഞ പോലെ ഒരു പൈസ കിട്ടി, 10 രൂപയോ എന്തോ അന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ചാർലി ഹക്കീമിന്റെ ഒരു ഭാഗ്യമായി. അന്ന്
ജോണിന്റെ കൂടെ, ഇപ്പൊ മമ്മൂട്ടിയുടെ കൂടെ. ഹക്കീമിന്റെ ജീവിതം തന്നെയായില്ലേ. അത് കഴിഞ്ഞിട്ട് ഈ ചാർലിയിലെ കാണാൻ പറ്റാത്ത സീൻ, അതിന് നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു അന്ന്. ഒരൊറ്റ ദിവസത്തെ പരിപാടിയായിരുന്നു, 1-2 ദിവസത്തെ പരിപാടിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അരുൺചാറിൻ്റെ ഈ പടത്തിലൊക്കെ ഉണ്ടായിരുന്നത്, മാനസാന്തരപ്പെട്ട ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറിൻ്റെ പേരായിരുന്നു അരുൺ ഓമന സദാനന്ദൻ. അപ്പോൾ ആ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടത് ഭയങ്കര യാദർശികമായൊരു സംഭവമായിരുന്നു. അതായത് ഞാൻ ഒരു ദിവസം ഇവിടെ ആക്ട് ലാബിൽ കോഴ്സിന് ജോയിൻ ചെയ്ത സമയം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് വിളിച്ചു സാറിന് കുറച്ച് ഫാമിലി ഇഷ്യൂസ് പരിപാടിയിൽ ബ്രേക്ക് വിളിച്ചു കോഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ട്രെയിനിൽ വെച്ച് ഒരു അമ്മച്ചീനെ പരിചയപ്പെടാണ്. ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, ചപ്രം മുടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മച്ചി എൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അമ്മച്ചി അത്യാവശ്യം വലിഞ്ഞിട്ടാണ്. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞ ഒരു തടിയുള്ള ഒരാളെ ചൂണ്ടിക്കാട്ടിട്ട് അതൊക്കെ ചിലപ്പോൾ അടുത്ത പോലെ തട്ടിപ്പോവും. അപ്പോൾ ഞാൻ അപ്പോൾ ഇവർ പ്രകൃതി ജീവനം ഫോളോ ചെയ്യണവരാ. അപ്പോൾ അവരിരുന്ന് ചിപ്സും സാധനങ്ങളൊക്കെ തിന്നുമ്പോൾ ഇവർ കണ്ടിട്ട് മോശം ലൈഫ് സ്റ്റൈലാണ് അത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടല്ലേ. അപ്പോൾ മോനെ കണ്ട ഒരു മനുഷ്യക്കോലൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ ഞാൻ മോനോട് സംസാരിച്ചു, മോൻ്റെ വീട് എവിടെയാണ്, അതെങ്ങനെയാന്നൊക്കെ ഞങ്ങൾ ഫുള്ളിരുന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും പരിപാടിയൊക്കെ പ്രകൃതി ജീവനത്തിൽ അങ്ങനെ ഇല്ല. പ്രകൃതി ജീവനം സ്റ്റൈൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, നേച്ചുറോപ്പതിയിലെ അതൊരു ലൈഫ് സ്റ്റൈല്. അപ്പൊ അവരുടെയൊക്കെ ഫാൻ പരിപാടിയാണ്, അവരെ ഫോളോ ചെയ്യുന്നത്. അവർക്കൊരു തളർവാ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്തിട്ടാണ് അമ്മച്ചി നടക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, മോൻ ഇവിടെ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ആക്ടിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്യണു, ആക്ട് ലാബ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതെയോ, എൻ്റെ മോനും സിനിമ ഇതായിട്ട് കണക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആളെ ഞാൻ പെട്ടെന്ന് കണ്ടു. അപ്പോൾ ചേട്ടാ ഇറങ്ങാറായി ഞാൻ. അപ്പോൾ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പഠിച്ചിട്ടുള്ള ലീ സ്ട്രാസ്ബർഗിലാണ് US-ൽ അരുൺചേട്ടൻ പഠിച്ചിട്ടുള്ളത്. ആക്ടിങ് പഠിച്ചിട്ടുണ്ട്. രൺബീർ കപൂർ പഠിച്ചിട്ടുണ്ട് ലീ സ്ട്രാസ്ബർഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാ. ഇയാൾ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അല്ല പിന്നെ അമേരിക്ക ഇങ്ങോട്ട് വരും. അതിന്റെ ബ്രാഞ്ച് വല്ല ഇവിടെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അന്ന് കണ്ടു, ഇങ്ങോരെ വിട്ടു പോയി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ആക്ട് ലാബിൽ ചെന്ന് കഴിഞ്ഞ് തിരിച്ച് വീട്ടില് ആ കോഴ്സൊക്കെ കഴിഞ്ഞ് ഈ പ്രിയന്തൻ സാറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നു. വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ വിളിച്ചു, എടാ ഇങ്ങനെ നിന്റെ ഫോട്ടോ കണ്ടിട്ട് ഇതിൽ ഓഡീഷന് വിളിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് ഓഡീഷൻ എന്ന് പറഞ്ഞ് ചെന്ന്, അപ്പോൾ ചേട്ടൻ്റെ ഓഡീഷനൊന്നുമില്ല മോനെ, നമ്മൾ ജസ്റ്റ് സംസാരിക്കുള്ളൂ. എനിക്ക് ഇയാളെ കണ്ട് നല്ല പരിചയം. ഞാൻ പറഞ്ഞു, ഞാൻ ഓഡീഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എൻ്റെ കൂടെയുള്ളൊരുത്തിൻ്റെ അടുത്ത് പറഞ്ഞിടാ ഞാൻ ആളെ ഇവിടെ എൻ്റെ കണ്ടിട്ടുണ്ടാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് ജോണി നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടെന്ന് ആളെൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കും കണ്ട പോലെ തോന്നുന്നുണ്ട്, എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ജോണിന് പറ്റി ഞാൻ വിചാരിച്ച റോളിലേക്ക് സൂട്ടാവില്ല, എനിക്ക് തോന്നണില്ല, നമുക്ക് എന്തായാലും മോനെ നീ പടം തിയേറ്ററിൽ കാണുമ്പോൾ പറയണം, ശരി എനിക്ക് വെച്ച റോളായിരുന്നു, വേറെ തെണ്ടി എടുത്തുകൊണ്ട് പോയി എന്നുള്ളതൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് ജോണി നമ്മൾ കണ്ടത് എവിടെയാണെന്ന് അറിയാം, ട്രെയിനിൽ വെച്ച് ഇങ്ങനെ ഒരു സാധനം ചേട്ടനെ ഓർമ്മ വന്നു. അപ്പം എനിക്ക് ഇപ്പോഴെ എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് ആ സിനിമയിൽ റോൾ കിട്ടി. അങ്ങനെയാണ് ഞാൻ ആ പടത്തിന് ലീഡ് റോൾ ആരായിരുന്നു? അങ്ങനെയൊന്നും ഇല്ലടേ, അതിലെല്ലാവർക്കും അഭിനയിച്ചില്ലേ? അതല്ല ഇത് ശബരിയുടെ കൂടെ ചെയ്ത് കർമ്മ കഫേ എന്ന് പറഞ്ഞ. ഇത് ഈ അരുൺചേട്ടൻ്റെ ഈ കഥ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പിന്നെ അരുൺചേട്ടനെ പരിചയപ്പെടുന്നു, ഈ പടം ഇറങ്ങുന്നു, പടം വിചാരിച്ച പോലെ വർക്കാവുന്നില്ല. അല്ല ആളുടെ കയ്യില് ബഡ്ജറ്റും ആളുടെ കൂട്ടുകാർ US, ആള് നവോദയ പ്രൊഡക്റ്റാണ്. അപ്പൊ എല്ലാരും കൂടി ഫണ്ട് ചെയ്ത് അതൊന്നാണ് എനിക്ക് മനസ്സിലാവണം, ഈ നവോദയ ഒരു രക്തബന്ധാണ്. ആള് നവോദയ നവോദയ മോന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ആ സമയത്ത് ദുബായിൽ ജോലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നില്ല, നല്ല ശമ്പളമുള്ള അന്ന് ഗംഭീര സാലറി മേടിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ്. എല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് സിനിമ എന്നുള്ള പ്രാന്തിൽ വന്നത്. അപ്പോൾ ഈ ചേട്ടന് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഇഷ്യൂ ഉണ്ടായപ്പോഴാണ്, കിടപ്പിലായി കഴിഞ്ഞിട്ടാണ് ആള് ഇങ്ങനെ ചികിത്സ പരിപാടിയായിട്ട് ഈ ജേക്കബ് വടക്കാഞ്ചേരിയിട്ട് അവിടെ ചികിത്സയ്ക്കൊക്കെ നേച്ചുറോപ്പതിയിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലി ഫ്രണ്ടാണ്, ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ അവിടെ ആളൊരു മീഡിയ പരിപാടി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൽ മീഡിയ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്
ചേട്ടൻ മോനെ നീ ഇങ്ങോട്ട് വാ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ആ സമയത്ത് ചേട്ടൻ്റെ കല്യാണം പരിപാടിയൊക്കെ സെറ്റായിട്ടിരിക്കുക. ചേട്ടൻ്റെ കല്യാണം ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ജോലി ഇല്ലാണ്ട് വീട്ടിലിരുന്ന് മുഞ്ചി പോയെന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, നേച്ചുറോപ്പതി പരിപാടിയിലൊക്കെ വന്ന് മീഡിയ മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് വന്നു. പിന്നെ ഇങ്ങോട്ട് പേഴ്സണൽ സെക്രട്ടറി. അപ്പോൾ ഒരിക്കലും നിർത്താണ്ട് റിങ് ചെയ്യണ ഒരു ഫോണുണ്ട്. ഈ സാധനം എൻ്റെ കയ്യിൽ വന്നു. ഇങ്ങൊരു VS അച്യുതാനന്ദൻ മന്ത്രിയായിരുന്ന സമയത്ത് ആളുടെ പേഴ്സണൽ ഡോക്ടറൊക്കെ ആയിരുന്നു ജേക്കബ്. അപ്പോൾ ആൾക്ക് അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ട്. MA ബേബി ആളുടെ ഇതാണ് ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആളെന്തോ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര, അതായത് കേരളത്തിലെ 7 ജില്ലയിലുണ്ട് ഇത്. ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പോലെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. കോവിഡിന്റെ സമയത്താണ് പുള്ളിക്ക് ബാക്ക്ലാഷ് വന്നതല്ലേ? കോവിഡിന്റെ സമയത്തും ആൾക്കൊന്നും വന്നിട്ടുണ്ടാവില്ല. ആള് ഈ സമയത്ത് നിപ്പ വന്ന സമയത്ത് വൈറസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ശൈലജ ടീച്ചർ 2 ദിവസം പിടിച്ച് ജയിലിലിട്ടു. അതാള് നല്ലപോലെ മാർക്കറ്റ് ചെയ്തു. എവിടെ ചെന്നാലും ഈ സാധനം പറയും എന്നെ ജയിലിലിട്ടു. അതിനങ്ങോട്ട് അങ്ങനെ ആ പേര് ഭയങ്കര ഫേമസ് ആയി. പിന്നെ ആളുടെ 1-2 റീലുകൾ ഭയങ്കര ഇതായി. 1.5 ഇഞ്ചിന്റെ പൈപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. 12 ഇഞ്ചിന്റെ പൈപ്പ് ഉണ്ടായാലും തിന്നു തീർക്കാൻ പറ്റാത്തതാണ് ചിലർ തിന്നുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, അതൊക്കെ ആളുടെ ആദ്യത്തെ വീഡിയോകളാ. അപ്പൊ ആ സാധനമൊക്കെ ഇങ്ങനെ ഇതായിരിക്കുന്ന സമയത്ത് ഈ ഫോൺ എന്റെ കയ്യിൽ കിട്ടി. ഫോണൊക്കെ കിട്ടിയ സമയത്ത് എനിക്ക് ഇയാള് വെജൊക്കെ ആയിരിക്കും. വെജ് അല്ല, കുക്ക് ചെയ്തൊന്നും കഴിക്കില്ല ആള്. ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ ജീവിക്കാൻ ഇല്ല. ഞാൻ പക്ഷെ നല്ലപോലെ ഫുഡൊക്കെ കഴിക്കും. അല്ല, ആള് നിർബന്ധിക്കല്ലോ. നമ്മള് ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ആ സമയത്ത് ഒരു ഉപദേശം പോലെ തരൂല. എനിക്ക് മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഷുഗറിന് ഇതിനൊക്കെ ട്രീറ്റ്മെന്റിന് വന്ന ഒരു ഭയങ്കര മാറ്റമുണ്ട്. അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഒരു ന്യൂസ് പോകുന്നുണ്ട് എല്ലാ വീക്കെൻഡിലും. അപ്പോൾ ഈ ന്യൂസിൻ്റെ സാധനം കോഴിക്കോടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യൽ പരിപാടി, പിന്നെ ഇവരുടെ പേഴ്സണൽ സെക്രട്ടറി പരിപാടി. അപ്പോൾ എല്ലാ മാസം എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഈ നേച്ചുറോപ്പതി എന്ന് പറഞ്ഞ സാധനം ഫോളോ ചെയ്യാന്നൊക്കെ പറയുന്നത് അത്യാവശ്യം റിട്ടയറൊക്കെ ആയി വീട്ടിലിരുന്ന് 2 മക്കൾ ദുബായിലൊക്കെ ആണെങ്കിൽ നമുക്ക് നട്ട്സും ഇതൊക്കെ ഒരു സാധാരണക്കാരന് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൻ്റെ കൂട്ടത്തിൽ അത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് മനസ്സിലായതോളം. അപ്പോൾ ഇങ്ങോർക്കുള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത് കുറേ പേര് ഭക്തരാണ്. ജേക്കബ് വടക്കാഞ്ചേരി ഡോക്ടറിന്റെ ആരാധകരാണ് കൂടുതലുള്ളത്. ആളായിട്ട് ഒരു ക്ലബിന്റെ മീറ്റിംഗ് പോലെയാണ് ഓരോ പരിപാടീനെ കാണുന്നത്. എല്ലാവരും കൂടി വരുന്നു, എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യുന്നു, 2 ദിവസം നിരാഹാരം കിടക്കാം, ഭയങ്കര രസം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പരിപാടികൾ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കുള്ളത് ഭയങ്കര ആരാധകരാണ്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും ജേക്കബ് ഡോക്ടറിനെ ഫോണിൽ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം വിളിക്കുമ്പോൾ ഹലോ ജേക്കബ് എന്നൊക്കെ പറയും. സോറി, ഞാൻ സാറിൻ്റെ പേഴ്സണൽ സെക്രട്ടറി. അന്ന് BJPയുടെ ഒരു നേതാവൊക്കെ ഉണ്ട്. ആളൊക്കെ എങ്ങനെ വിളിച്ച് ജേക്കബ് നാളെ അല്ല, ഞാൻ പേഴ്സണൽ സെക്രട്ടറി. ആൾക്ക് പേഴ്സണൽ സെക്രട്ടറി ഇല്ല. അപ്പോൾ ആ സമയത്ത് അങ്ങനെ VIP കോൾസ് വരും. ആൾക്ക് ഭയങ്കര അങ്ങനത്തെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസമൊക്കെ ഫോൺ 5 മണിക്ക് റിങ് ചെയ്ത് തുടങ്ങും. പുലർച്ചേട്ടാ രാവിലെ എഴുന്നേക്കുമല്ലോ. ആള് കാലത്ത് എഴുന്നേറ്റ് യോഗ പരിപാടികളൊക്കെ തുടങ്ങും. ആള് ഇപ്പോഴും ഭയങ്കര ഹെൽത്തിയാണ്. ആളിപ്പോഴും നല്ല ആക്റ്റീവാണ് എൻ്റെ അറിവില്. ആൾക്ക് പ്രായം എത്രയുണ്ടോ അതിന്റെ പകുതിക്ക് ഉള്ള പ്രായത്തിനുള്ള ആവേശമുണ്ട്. ആള് ഈ കോഴിക്കോട് തുടങ്ങി തിരുവനന്തപുരം വരെ ആൾക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ ആ കാറ് ആള് തന്നെ ഓടിക്കുള്ളൂ. അതൊക്കെ നമ്മുടെ മോഹനം വൈദ്യര് എന്തൊക്കെയായിരുന്നു. അതൊക്കെ അപ്പൊ ഈ സമയത്തൊക്കെ 5 മണിക്കൊക്കെ വിളിച്ചിട്ട് ജേക്കബ് എന്തൊക്കെയുണ്ട് 5 മണിക്കിട്ടാ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ സാറിന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. ഓക്കെ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ പറയും എന്തായിരുന്നു ചോദിക്കും. അതായത് നമ്മുടെ ഉമിനീരുണ്ടല്ലോ, ഉമിനീരുണ്ട്. ഈ ഉമിനീരിന് അമ്ല ഗുണമാണോ ക്ഷാര ഗുണമാണോ? കാലത്ത് 5:30 എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞ് ഞാനിതിനെ കുറിച്ച് പറയാൻ ക്വാളിഫൈഡ് അല്ല. ഞാൻ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഡോക്ടറിന്റെ നമ്പർ തന്നാൽ മതി. അവിടെ ആയുർവേദം പഠിച്ചു കഴിഞ്ഞവരും
അങ്ങനത്തെ പല വേറെ സ്ട്രീമിലുള്ള ഡോക്ടർമാരൊക്കെ ഡോക്ടേഴ്സായിട്ടുണ്ട്. നമ്പർ തന്നാൽ മതി എന്ന് വെച്ചിട്ട് അവിടെ സ്ഥിരമുള്ള ഡോക്ടറുണ്ട്, ലേഡി ഡോക്ടർ, അവരുടെ നമ്പർ കൊടുക്കും. അപ്പം ജോണാണോ നമ്പർ കൊടുത്തേ? നമ്മളെ ഗുണം ക്ഷീര ഗുണം ഇങ്ങോട്ട് കോള് വന്നിട്ടേ. അപ്പോൾ അത് കുറച്ച് നാളിങ്ങനെ പോയി, ഒരു 3 മാസം 4 മാസം പോയി. സാലറി ഉണ്ടായിരുന്നോ? സാലറി ഉണ്ടായിരുന്നു. അത് അരുൺ ചേട്ടനാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അരുൺ ചേട്ടൻ ആദ്യമേ സാലറി അത്യാവശ്യം വെച്ചിട്ട് തന്നെ ചെയ്തത്. അത് ഇനി നീ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൂടുതൽ ചോദിക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ഈ സാലറിയിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ടീമുണ്ട്, ക്യാമറമാൻ ഉണ്ട്, എഡിറ്റർ ഉണ്ട്, ഡിക്സൺ എഡിറ്റ് ചെയ്യാതിരുത്തിയിട്ട് നമ്മുടെ തലയ്ക്കവൻ പ്രാന്താക്കും. ഈ ന്യൂസ് ഇല്ലേ, പച്ച സ്ക്രീനിലെടുത്ത ന്യൂസ്, അതിൻ്റെ പിന്നിൽ മറ്റേ ഗ്ലോബ് തിരിണ്ടും ഈ പടങ്ങളും വെക്കണം, പിന്നെ ചില ഫോട്ടോസ് ഉള്ളത് സാധനങ്ങൾ കയറ്റി വിടണം, ഇത് ചെയ്യണം. തുടക്കത്തിൽ ഈ നേച്ചർ ലൈഫിൻ്റെ ടാഗ് ഇടണം, അവസാനത്തിൽ ഈ ടാഗ് ഇടണം. അതായത് 2 ഇതേ പറ്റുള്ളൂ. അപ്പോൾ ഡിക്സൺ വിളിച്ചിട്ട് പറയും, ജോണേ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഡിക്സ അതിന് എഡിറ്റിംഗ് എന്ന് പറയുന്നത് സുന്നത്താണ്, നീ 2 തുമ്പായി വെട്ടണം. വേറെ ഇത് പറഞ്ഞ പ്രശ്നം എന്താ, നീ അതിന് എഡിറ്റിംഗ് എന്നൊന്നും പറയല്ലേ, എന്നിട്ട് ഈ സാധനം നേരത്തിന് കിട്ടൂല. അപ്പം ഞാൻ അരുൺ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ എന്നെ പ്രാന്താക്കണ്ടെന്ന് പറയും. അത് കുഴപ്പമില്ല, പറയാം ശരിയായി വരും. ചേട്ടൻ ശാന്തനാണ്. ചേട്ടൻ ഭയങ്കര ചേട്ടൻ ക്ലാസ്സുകളും പരിപാടികളും ഉണ്ട്. ചേട്ടൻ്റെ സിനിമ ആൾ സ്ക്രിപ്റ്റ് നിമിഷ നേരം കൊണ്ടൊക്കെ സ്ക്രിപ്റ്റൊക്കെ സെറ്റ് ചെയ്യും. ആള് കുറേ സ്ഥലത്ത് പിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ പടം അങ്ങനെ ഒരു ഇതിൽ പോയ കാരണം ആള് സത്യം പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം തന്നെ ഒരു സാധനത്തിൽ ചെന്ന് ചാടാണ് ചെയ്തത്. അപ്പം അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഇതിന്. പിന്നെ ഞാൻ എന്നെയൊക്കെ എടുത്തതിന്റെ പ്രശ്നമുണ്ട്. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ചേട്ടൻ എൻ്റെ അടുത്ത് ആ സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ക്യാമറയുടെ മുന്നിൽ എങ്ങനെയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ചേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊലയൊക്കെ ചെയ്തില്ലേ, അല്ലല്ല കൊല ചെയ്ത് കഴിഞ്ഞ സമയത്ത് ചേട്ടൻ എന്നെ കണ്ടിട്ട് ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ നീ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്തു, നീ നമ്മുടെ പടത്തിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു, നീ നോർമലി സംസാരിക്കുമ്പോൾ നീ കിടു മനുഷ്യനാ, നീ സൂപ്പറാ, പക്ഷെ നീ ക്യാമറ മുന്നിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങോട്ട് ഫ്രീസാവും, പിന്നെ നിനക്ക് അനങ്ങാൻ പറ്റാത്തൊരു ഇതാ. അല്ല എപ്പോഴും ഈ ആക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞ് തീർക്കുന്നത് ഇങ്ങനെയല്ലേ. അതായത് ആക്ടിങ് എന്ന് പറയുന്നത് വലിയ ആനത്തലൊന്നുമില്ല, ബിഹേവ് ചെയ്താൽ മതി. പക്ഷെ ഒരു ക്യാമറ മുന്നിൽ വെച്ചാൽ ഇത് ബിഹേവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയുന്നതാണ് ആക്ടിങ്. വെറും നോർമൽ കാര്യങ്ങൾ ചെയ്യണതാണ് ഏറ്റവും പാട്. അതെ, അത് ഒരു കോൺഷ്യസ് ഈ സാധനം പടവലങ്ങ പോലെ നിൽക്കും, അനങ്ങില്ല. ഇതിന് വ്യത്യാസം റിൻഷാദ് പോഡ്കാസ്റ്റിൽ ആദ്യം ഇരുന്ന എപ്പിസോഡ് ഇപ്പൊ ഇരിക്കുന്നത് എടുത്ത് നോക്കിയാൽ വ്യത്യാസം അറിയാം. നമ്മൾ ഫ്രീ ആയി ക്യാമറ ഇരിക്കുന്നുള്ള തോന്നല്ല നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് വരുന്നത്, പിന്നെ നമുക്ക് പറയാൻ മടിയായിരിക്കും, അതാണ്. പക്ഷെ ഇപ്പൊ ഫ്രീ ആണ്, നമ്മൾ ഫ്രീ ആണ്. നമുക്ക് കമന്റ് വരുന്നുണ്ടല്ലോ റിൻഷാദ് ഇപ്പൊ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ടെന്ന്. കാരണം ആൾക്കാർക്ക് തന്നെ അറിയാം, വായിക്കാത്ത പോലെ റിൻഷാദ് ഫ്രീ ആയിരുന്നു. ഈ എപ്പിസോഡിൽ റിൻഷാദ് വളരെ ഫ്രീ ആയിരുന്നു. കാരണം നീ ആദ്യ എപ്പിസോഡിലേക്ക് നീ ആ കോൺഷ്യസ് ആണെന്നുള്ള സാധനം എവിഡന്റ് ആണ്. പക്ഷെ നീ അത് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ഞാൻ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹോസ്റ്റൽ സ്റ്റോറി പറഞ്ഞല്ലോ. അപ്പോൾ എഞ്ചിനീയറിംഗ് ജസ്റ്റ് കഴിഞ്ഞ 2015 എനിക്കറിയാം ഞാൻ പാസ് ആകത്തില്ലല്ലോ, നമുക്ക് ഉറപ്പാണല്ലോ. നമ്മുടെ വിചാരം 2011 പാസ് ഔട്ട് ആകുന്ന സമയത്ത് എല്ലാവരും പാസ് ഔട്ടായി, ഞാൻ ഇനി 1 വർഷം കൊണ്ട് ഇത്രയും പേപ്പർ എഴുതി പഠിച്ചെടുക്കും. അതിനുവേണ്ടി ഞാൻ തിരുവനന്തപുരത്ത്. അപ്പോൾ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യണം, കുറച്ച് വരുമാനം വേണമല്ലോ. അവിടെ നിൽക്കാൻ ചിലവിന് പൈസ വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം തന്ന പൈസ മൊത്തം അടിച്ച് തീർത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചെറിയൊരു വരുമാനം, സ്റ്റേക്കും ഫുഡിനുള്ള പൈസ വേണം. അതിനുവേണ്ടിയാണ് ഒരു ജോലി തപ്പണം, എന്നിട്ട് പഠിക്കണം. ഇതാ പ്ലാൻ. അങ്ങനെ കുറേ ഈ മനോരമ പത്രത്തിൻ്റെയൊക്കെ നടുക്കത്തെ ക്ലാസിഫൈഡ്സിനകത്ത് കുറേ പത്രത്തിൻ്റെ ജോലിയുടെ പരസ്യം വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടൊരു സാധനം ഞാൻ കൊണ്ട് ആകർഷകമായ ശമ്പളം, ഇതൊക്കെ എഴുതത്തുള്ളൂ ഇതിനകത്ത്, ആകർഷകമായ ശമ്പളം. മറ്റേ പ്രൊഫഷണൽ ജോലിക്ക് നല്ലൊരു മലയാളം വേർഡ് ഇവിടെ അതുകൊണ്ട്. അപ്പോൾ ഡിഗ്നിഫൈഡ് ജോലിയാണ്, ആകർഷക ശമ്പളമുണ്ട്, വിളിക്കണം. ഞാൻ വിളിച്ചപ്പോൾ അവരാണെങ്കിൽ പറഞ്ഞ മൺഡേ ഇൻ്റർവ്യൂവിന് വരണം, അത്രേ ഉള്ളൂ. മൺഡേ ഇൻ്റർവ്യൂവിന് വന്നോളാൻ മതി. അപ്പോൾ അവർ അടുത്ത ആഴ്ചത്തേക്ക് തല വീക്കിൽ പരസ്യമാണ്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. അപ്പം നസിനാണെങ്കിൽ TCSE പ്ലേസ്ഡ് ആയിട്ടുണ്ട്, അവന് ക്യാമ്പസ് ഇൻ്റർവ്യൂ കിട്ടിയതാണ്. പക്ഷേ പോകാൻ വിളിക്കണം അവർ എന്തോ ഒരു പ്രൊസീജിയർ ടൈമുണ്ട്, അതായത് അവർ വിളിക്കുമ്പോഴേ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ജോലി കൺഫേം ആണ്. അങ്ങനെ അവനുണ്ട്. കൃഷ്ണാന്ത് എന്ന് പറഞ്ഞ പയ്യൻ ബിടെക് പാസ്സായിട്ട് എനിക്ക് ജോലി ആയിട്ടില്ല. ശ്രീനാഥ് എന്ന് പറഞ്ഞ പയ്യനുണ്ട്, അവന് ഇത് ജോലി നോക്കുന്നുണ്ട്. അവന് പേപ്പർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, പക്ഷെ അവൻ എഴുതിയെടുക്കും എന്നുള്ള മോഡൽ. അവന് സപ്ലി എഴുതിയത് പാസ്സാകും, റിസൾട്ട് വരാൻ ബാക്കി നിൽക്കുന്ന സമയമാണ്. അവന് പാസ്സാകും ഉറപ്പാണ്.
അപ്പം ഞങ്ങൾ 4 പേരും വിളിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് മൺഡേ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെന്തൊരു ജോലി ചെയ്ത് എല്ലാവരും ഒരേ ദിവസം ഇൻ്റർവ്യൂ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും പോയി അന്ന് ഇൻ്റർവ്യൂവിന്. ഞങ്ങൾ ചെയ്തപ്പോൾ 5 പേര് ഇൻ്റർവ്യൂ, ഞങ്ങൾ 4 പേരും ഒരുത്തനോ. അവന് ബുദ്ധിയുണ്ട്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാതെ. അപ്പോൾ അവൻ ഇൻ്റർവ്യൂവിന് കയറിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ട് അവൻ അങ്ങ് പോയി, ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറി ഇറങ്ങി. ഇപ്പോൾ എൻ്റെ കൂടത്തിന് വന്നപ്പോൾ അയാളാണെങ്കിൽ ഒരു ഭയങ്കര ഇൻസേർട്ട് ചെയ്ത് മെലിഞ്ഞൊരു മനുഷ്യൻ, കണ്ടാൽ ഒരു ഒട്ടും ലുക്കില്ലാത്തൊരു മനുഷ്യൻ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. നമ്മൾ ഞങ്ങൾ അങ്ങനെ പറയുന്നത് പുള്ളി ഭയങ്കര ഇൻസൾട്ട് ചെയ്ത് പ്രൊഫഷണൽ ലുക്ക് പിടിച്ചിട്ട്, പക്ഷേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടൊരു മനുഷ്യൻ. അപ്പം നമ്മൾ ഇന്റർവ്യൂവിന് വന്നു. പുള്ളി കാര്യമായിട്ട് എന്തോ ചോദിക്കുന്നു വിചാരിച്ച് ഞാൻ ബിടെക് പഠിച്ചത് നിൽക്കുവാണല്ലോ, ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ജോലി ഇങ്ങനെയാണ്, ഒരു മാർക്കറ്റിംഗ് മോഡാണ്, നിങ്ങൾ ഇതിൻ്റെ പ്രൊമോട്ടറാണ്. അപ്പോൾ നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളുടെ ഫ്രാഞ്ചൈസി ഹോൾഡേഴ്സിനെ കണ്ടുപിടിച്ച് കൊടുക്കലാണ് നിങ്ങളുടെ ജോലി. എത്രയാണ് അനീസ് എക്സ്പെക്ട് ചെയ്യുന്ന സാലറി? ഞാൻ 10,000 രൂപ. 2 ലക്ഷം ഞാൻ 10,000 രൂപ സാലറി. ഓക്കെ, 10,000 രൂപ സാലറി അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് അത്രയും തരാൻ പറ്റില്ല, എന്തായാലും ഞങ്ങൾ അറിയിക്കാം, പൊക്കോളൂന്ന്. അപ്പം മാരെല്ലാം കയറി. ഞാൻ 10 ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് പിന്നെ കയറി എടുത്താന്ന് ചോദിച്ചു, 8 വരാമെന്നുള്ള രീതി ഒരുത്തം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും പോയല്ലോ. എന്നിട്ട് എല്ലാവർക്കും ഫോൺ കോൾ വന്നു പിറ്റേ ദിവസം. 5,000 രൂപയാണ് നിങ്ങളുടെ സാലറി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വെനസ്ഡേ തേഴ്സ്ഡേ വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 1-2 മാസം 5,000 രൂപയ്ക്ക് പണിയെടുത്ത് നോക്കാം, നമുക്ക് ഇറങ്ങിയ സമയമാണ്. ബാക്കിയുള്ളവന്മാർ ഫ്രീയാണ്, അവർക്ക് വേറെ വർക്ക് നോക്കണം, അപ്പോൾ ചുമ്മാ ജോയിൻ ചെയ്യാം, മൂഡ് പിടിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ളവർ വരുന്നത്. ഞങ്ങളെല്ലാവരും വന്ന് ജോയിൻ ചെയ്തപ്പോൾ ആദ്യം കയറിയ മനുഷ്യനുണ്ടല്ലോ, ഞങ്ങൾക്ക് പരിചയമില്ലാത്തവർ, അവൻ പറഞ്ഞു നിന്നോട് എത്ര ചോദിച്ചു? ഞാൻ പറഞ്ഞു 5,000 രൂപ കിട്ടി ഞാൻ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. ഇവൻ 5,000 പറഞ്ഞുകൊണ്ടാണ് അവർ 5,000 ആളിലേക്ക് കിട്ടും. അപ്പോൾ അവർ ക്യാപ്പ് ചെയ്തത് ഇവൻ്റെ പെർഫോമൻസിനാണ് ഇത് ക്യാപ്പ് ചെയ്തത്. ഒരു 5,000 എങ്കിലും കിട്ടാൻ ഞാൻ വരത്തില്ല നമ്മുടെ. എന്നിട്ട് ഞങ്ങൾ 5 പേരുടെ വന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ജോലിയുടെ രീതി പറഞ്ഞു, പ്രൊഡക്റ്റ് അല്ല. അതായത് അവരുടെ രീതി എന്ന് വെച്ചാൽ, കണ്ണൂർ എങ്ങോട്ടൊരു മനുഷ്യനുണ്ട്, ബിസിനസ്സുകാരനാണ്, ഫ്രോഡാണെന്നൊക്കെ ആൾക്കാർ നമ്മളങ്ങനെ പറയാൻ പാടില്ല. പുള്ളിയുടെ രീതി എന്ന് വെച്ചാൽ, പുള്ളി കോഴ്സുകൾ ഏതെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ വാങ്ങിക്കും, പല ടൈപ്പ് ഓഫ് കോഴ്സസ്. എന്നിട്ട് അതിനെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാക്കി ഫ്രാഞ്ചൈസി സെല്ല് ചെയ്യും. അതായത് തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസ് വെച്ചുകൊണ്ട് ഞങ്ങളുടെ പദ്ധതി ഇതായിരുന്നു, ഫാഷൻ ഡിസൈനിങ് 6 മാസ കോഴ്സ്. ആ കോഴ്സ് മെറ്റീരിയൽ, സിലബസ്, സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത് പഠിപ്പിക്കാനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്യണം, നമ്മൾ പറയുന്ന സെറ്റപ്പിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്യണം ആ പല സ്ഥലങ്ങളിൽ. കേരള ത്രൂ ഔട്ട് ബിസിനസ്സാണ്. തിരുവനന്തപുരത്തും കണ്ണൂരും ഓഫീസുണ്ട് ഇവർക്ക്. തിരുവനന്തപുരം കണ്ണൂരിനകത്തുനിന്ന് കടന്നുകൊണ്ട് കേരളം മൊത്തം പടർന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രാഞ്ചൈസി സെറ്റപ്പാണ് ഇവർ സ്ഥിരം ചെയ്യുന്നത്. ഇത് പല കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫ്രാഞ്ചൈസി എടുക്കുന്നവർ നിങ്ങളുടെ ഏജൻസി സെറ്റപ്പ് ചെയ്ത് അവർ പറയുന്ന ലെവലിലൊരു സ്ഥാപനം സെറ്റപ്പ് ചെയ്ത് ഇതിന് കുട്ടികളെ കണ്ടുപിടിക്കാൻ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ജനറൽ പരസ്യം ചെയ്യും, ബാക്കി സപ്പോർട്ട് ചെയ്യും. കുട്ടികളെ ഫീസും കാര്യങ്ങൾ നമ്മൾ പറയും, അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ഫീയും പെർസെൻറ്റേജ് നമുക്ക് കിട്ടും, അവർക്ക് അതിൻ്റെ ബാലൻസ് ഫീയും കിട്ടും. നമ്മുടെ ജോലി ഈ ഫ്രാഞ്ചൈസി ഹോൾഡേഴ്സിനെ കണ്ടുപിടിച്ച് പ്രാപ്തരാക്കുക എന്നാണ് നമ്മുടെ ജോലി. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോഴ്സിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. അപ്പം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ആദ്യം കോൾ ചെയ്യണം, പിന്നെ കേരളം മൊത്തം നടന്ന് നമുക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ചെയ്യണം. അതിന് അവർ കണ്ടുപിടിച്ച പറഞ്ഞാൽ ബുട്ടീക്ക് നടത്തുന്നവരെ, പിന്നെ ടെക്സ്റ്റൈൽസ് നടത്തുന്നവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ റൂം ഉണ്ടെങ്കിൽ, അതായത് ടെക്സ്റ്റൈൽസ് ഒക്കെ 2-3 നില നടത്തുന്നവർക്ക് അവർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കുറേ പൊട്ടൻഷ്യൽസ് ആൾക്കാരെ കണ്ട് ഇവരെ കണ്ടുപിടിച്ച് അതാത് സ്ഥലങ്ങളിലെ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് ഇത് സംസാരിക്കണം, അവരെ എടുപ്പിച്ചിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരണം, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിക്കണം, ഫ്രാഞ്ചൈസി ഫീ വാങ്ങിക്കണം, തിരിച്ചിവിടെ ഇടയ്ക്ക് ഓൺലൈൻ സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ജോലി. ഞങ്ങൾ ആദ്യത്തെ 2 ആഴ്ച ഞങ്ങൾ ട്രെയിനിങ് തന്നിട്ട് നമ്മൾ ഒരു റൗണ്ട് ഫോൺ വിളി, ചില നമ്പേഴ്സൊക്കെ എടുത്ത് ഫോൺ വിളി ചെയ്തിട്ട് ഞങ്ങൾ 5 പേരും കൂടെ അഴിച്ചു വിട്ടു. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ, എൻ്റെ ഫസ്റ്റ് കേരള ട്രിപ്പാണ്, എല്ലാ ജില്ലകളിലും നമ്മൾ ഒരാഴ്ചത്തെ ട്രാവലും എല്ലാം ചെയ്യും. ട്രാവല്, അക്കോമഡേഷൻ അവർക്ക് പറയാം, ഈ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 1000 അങ്ങനെ ലിമിറ്റ് പറയും. ആ ലെവലിലുള്ള അക്കോമഡേഷൻ എടുക്കാം, ഫുഡിന് ഒരു ദിവസം ഇത്ര രൂപ എടുക്കാം. അത് ഭയങ്കര ജോലി ടൈമായിരുന്നു. ഞങ്ങൾ 4 ഫ്രണ്ട്സ്, നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് 4 ഫ്രണ്ട്സും ഒരു സ്ട്രേഞ്ചറും. അപ്പോഴത്തേക്ക് നമ്മൾ കമ്പനിയായി. അവൻ വളരെ ലിമിറ്റഡ് സ്വപ്നങ്ങളുടെ മനുഷ്യന്ന് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ സ്വപ്നം വരെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരോട് ഇവിടുന്ന് ഇറങ്ങുന്നു. ഫസ്റ്റ് ട്രെയിൻ നമ്മൾ തിരുവനന്തപുരം കൊല്ലത്ത് നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആവും. അതിൽ നിന്ന് അടുത്തടുത്ത സിറ്റികളിലേക്ക് ഒരാൾ ഒരു ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ 5 പേര് സ്പ്ലിറ്റായിട്ട് ഓരോരുത്തർക്കും ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഈ 14 ജില്ലയും കവർ ചെയ്തു. എന്നിട്ട് അവിടുന്ന് നമ്മൾ കണ്ടുപിടിച്ച കോൺടാക്ട്സും ചിലർ കൺവേർട്ടായി, ചിലർ സംശയമൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പിന്നെ വിളിക്കുക. ഈ ഒരു 2 ആഴ്ച കൊണ്ട് ഇത്രയും 3 ആഴ്ച കൊണ്ട് ഇത്രയും കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. എന്നിട്ട് വീണ്ടും വിളി തുടങ്ങി. ആദ്യം അസിൻ്റെ ക്ലയൻറ്റ് വന്നു, തൃശ്ശൂരിൽ നിന്നൊരു ചേച്ചി, ഒരു നമ്മളെ ബുട്ടീക്കൊക്കെ നടത്തുന്ന ഹൈ പ്രൊഫൈൽ സൊസൈറ്റി ലീഡ് എന്നൊക്കെ പറയുന്ന ചേച്ചി. ആ ചേച്ചി വന്നപ്പോഴത്തേക്ക്
ടീം ആക്റ്റീവായി. ഇത് നടക്കത്തില്ല, നമ്മുടെ വിചാരത്തിൽ ഇതെന്ത് പരിപാടി, ഇതിനൊക്കെ ആൾക്കാർ വരുമോ. ആ ചേച്ചി വന്ന് ഇതിനകത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്തു, ലൈവായിട്ട് പോയി. പിന്നെ എനിക്ക് കൊല്ലത്തുനിന്ന് ആൾ വന്നു, അങ്ങനെ എല്ലാവർക്കും. പിന്നെ മത്സരമാണ്, നമ്മുടെ ക്ലയൻസിനെ കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ ആ മത്സരം ഇവര് മേളിൽ നിന്ന് മറ്റേ നമ്മുടെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ചേട്ടൻ ഇങ്ങനെ നമ്മൾ മത്സരം എരികേറ്റി കൊടുക്കുന്നുണ്ട്, പിടിക്കണമെന്ന്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറേ നോക്കി മാർക്കറ്റിംഗ് മടുക്കും. മാർക്കറ്റിംഗിന്റെ പ്രശ്നം അതാണ്, നമ്മൾ മാർക്കറ്റിങ്ങിന് ലൈബിളായ നമ്മൾ അത്രയും മിടുക്കലായിട്ടുള്ള ആളല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇത് നമ്മൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ഇവരുടെ പൈസ നമുക്കിതിനാ നമ്മൾ ലൈബിൾ അല്ല ഇത്. കാരണം ഇത് എത്രത്തോളം വർക്കാവുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് വിശ്വാസമില്ലാത്ത സാധനം ഞാൻ ശരിക്കും പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഓൺലൈൻ സപ്പോർട്ടില്ല. അപ്പോൾ ഓൺലൈൻ സപ്പോർട്ട് ആകുമ്പോൾ നമ്മൾ ഈ ജോൺ പറഞ്ഞ അടിയുടെ സ്പീഡ് കുറയുന്നില്ല. പിന്നെ നമ്മൾ പതുക്കെ കമ്പ്യൂട്ടർ ഫ്രണ്ട് ചെയ്ത് ഗെയിം കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഓൺലൈൻ നെറ്റ് ഫ്രീ അവിടെ, നെറ്റ് കിടപ്പുണ്ട്. അപ്പം ഓൺലൈൻ അന്ന് സ്മാർട്ട് ഫോൺ ഉണ്ട്, പക്ഷെ അത്ര ആക്റ്റീവായിട്ട് നെറ്റ് പ്ലാൻസ് ഇല്ല. പിന്നെ ഗെയിം കളിക്കാൻ തുടങ്ങി. പിന്നെ വാച്ചിക്ക് ഗെയിം കളി, 5 പേരുടെ മത്സരം, ബിസിനസ് ഇതൊക്കെ മാറി ഭയങ്കര വാച്ചിക്ക് ഗെയിം കളിയൊക്കെ, 5 പേര് 5 കമ്പ്യൂട്ടറിൽ ഗെയിം കളി. അപ്പോൾ ഇത് ഇത്തിരി ഉഴപ്പാവുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ മനസ്സിലായി. അപ്പോൾ ആഴ്ച മീറ്റിംഗ് ഉണ്ട്, നിങ്ങളുടെ ഫ്രാഞ്ചൈസി ഹോൾഡർ വന്നോന്ന് ചോദിക്കാണ്ട് മീറ്റിംഗ് ഉണ്ട്. ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ പുള്ളിക്കാരൻ നമ്മൾ ചവിട്ടാൻ തുടങ്ങിയിട്ട് ഭയങ്കര ചവിട്ട്. അങ്ങനെ ഒരു നോമ്പ് സമയത്ത് പുള്ളി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട്, എല്ലാവരുടെയും മീറ്റിംഗ് ഉണ്ട്. ഓരോരുത്തരുടെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നു. എന്നെ ലാസ്റ്റ് വിളിച്ചത് അനീസ് ടീമിന് ഭയങ്കര മോറലി ഒരു ബാക്കിലേക്ക് തള്ളുന്നൊരു പെർഫോമൻസ് അനീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. എന്താ പ്രശ്നം? അനീസ് ഇവിടെ നിന്ന് ഗെയിം കളിക്കുന്നുണ്ടെന്നൊരു അനീസ് മാത്രമല്ല ഗെയിം കളിക്കുന്നത്, അനീസ് ഇവിടെ ഗെയിം കളിക്കുന്നുണ്ടെന്ന് ആരാ പരാതി പറഞ്ഞത്? അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഗെയിം കളിക്കാറുണ്ട്, ഞാൻ ഫ്രീ ടൈം ഉണ്ട്. ഇപ്പോൾ 24 മണിക്കൂർ വിളിക്കാൻ പറ്റും, ഞാനാ മോഡാ. 24 മണിക്കൂർ വിളിക്കാൻ പറ്റും. അപ്പോൾ അനീസ് നമ്മളോട് ശമ്പളം തരുന്നത് രാവിലെ 10 മുതൽ 5 വരെ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാവുന്നത് ലഞ്ച് ബ്രേക്കിലാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം പേഴ്സണൽ യൂസ് ചെയ്യാം. പക്ഷേ അനീസ് ഫുൾ ടൈം ഇവിടെ നിന്ന് ടീമിനെ പുറകിലോട്ട് വഹിക്കുന്ന അനീസാണ്. എന്നെ ഇരുന്ന് പുള്ളി അങ്ങ് ഉപദേശിക്കുകയും കുറ്റം പറയുകയും ചെയ്യും. അപ്പം ആ വേറെ സ്റ്റാഫ്, അതായത് നമ്മൾ കൂടാതെ അവിടെ വേറെ ഓഫീസ് സ്റ്റാഫുണ്ട്. അപ്പോൾ അവരുടെ സ്ഥിരം സ്റ്റാഫുകൾ ഇവർ കാണുന്നവർ പറഞ്ഞു കൊടുക്കില്ല, അങ്ങനെ പറഞ്ഞായിരിക്കും ഇവിടെ ഗെയിം കളി ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ പേര് മാത്രമേ പുറത്ത് വന്നുള്ളൂ. അതിനി ബാക്കിയുള്ളവരത് പറഞ്ഞാൽ എനിക്ക് അപ്പം അറിയത്തില്ല. അപ്പം എൻ്റെ തൊട്ട് പുറകെ അസിനാണ്. അപ്പോൾ അവൻ 5 മണിക്ക് ഇറങ്ങി, അവൻ നോക്കുമ്പോൾ 5 ആയി, 5:30 ആയി, 6 6:15 6:30. ഇപ്പം ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഹോസ്റ്റൽ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഹോസ്റ്റൽ എടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. 1700 രൂപയ്ക്ക് ഹോസ്റ്റൽ കിട്ടും. 5000 രൂപ സാലറി ഉള്ളൂ. 1700 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലോക്കൽ ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഞാനും അസിനും അവിടെ താമസിക്കുന്നത്. എന്നിട്ട് അപ്പം ഞങ്ങൾക്ക് പോയിട്ട് വേണം പാളയം പള്ളിയിൽ നോമ്പ് തുറക്കണം. എന്നിട്ട് സംസമിൽ പോയി ഫുഡ് കഴിക്കണം. ഞങ്ങളുടെ നോമ്പിൻ്റെ റൊട്ടീൻ ഇതാണ്. പാളയം പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് കഞ്ഞി കുടിക്കും, കുറച്ച് കഴിഞ്ഞ് സംസമിൽ നിന്ന് ഫുഡ് കഴിക്കും, എന്നിട്ട് വന്ന് കിടന്നുറങ്ങും, ഓഫീസിൽ പോയതാണ്. 6:15 6:00 അനക്കമൊന്നുമില്ല. അവസാനം ബാങ്ക് വിളിച്ച് നോമ്പ് തുറക്കുക. അപ്പോൾ അതിനിങ്ങനെ വെളിയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടെങ്കിൽ വെച്ചിട്ട് വേഗം തീർത്തിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എത്ര ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. വെള്ളം കുടി, നോമ്പായിരുന്നില്ല, സോറി അനീസ് ഇപ്പോൾ കുഴപ്പമില്ല കഴിഞ്ഞു. അല്ല സാർ വൈൻഡപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, വെള്ളം കുടിച്ചു. അല്ല വൈൻഡപ്പ് ചെയ്യുന്നില്ല, അനീസ് ഒരു 2 ആഴ്ച ലീവ് എടുത്തു. ഞാൻ എന്തിനാ? അനീസ് ഒന്ന് റിഫ്രഷ് ആയി തിരിച്ചു വരും, അപ്പോൾ പുതിയതായിട്ട് ഇതെടുക്കാൻ പറ്റും. ഞാൻ എനിക്ക് ലീവിൻ്റെ ആവശ്യമില്ല. അല്ല അനീസ് 2 ആഴ്ച ലീവ് എടുത്തു. ഞാൻ ശരി, ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ അസിച്ച് എന്താ പറഞ്ഞത്? എന്നോട് 2 ആഴ്ച ലീവ് എടുക്കാൻ പറ്റും, നീ എടുക്കുന്നുണ്ടോ? ഞാൻ ഇല്ല എടുക്കുന്നില്ല. എന്നിട്ട് എന്താ പ്ലാൻ? ഞാൻ ജോലി വിടാൻ പോവാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ വാ. അപ്പോൾ അസിന് ജോലിക്കുണ്ടല്ലോ, അസിന് ലീവില്ല. അപ്പോൾ അസിന് രാവിലെ വന്നിട്ട് എനിക്കൊരു റെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ രാവിലെ 11 മണിക്ക് വന്നിട്ട് ആ റെസിഗ്നേഷൻ ലെറ്റർ വാങ്ങിച്ച് ഒപ്പിട്ടിരിച്ച് പുള്ളിയുടെ റൂമിൽ കയറിട്ട്, ഇന്നാ സാർ ഇത് എടുത്തോളൂ. ലീവ് ലെറ്ററാണോ? നല്ല റെസിഗ്നേഷൻ ലെറ്ററാണ്. അയ്യോ അനീസ് അങ്ങനെ പോകരുത്, ഞാൻ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ പുള്ളി പെട്ടെന്ന് നമ്മളെ ഈ എംപ്ലോയീസിനെ ഇങ്ങനെ അടിച്ച് വളയ്ക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാ പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ അടിച്ചാൽ ഒടിയുന്ന ആൾക്കാരെന്ന് പുള്ളിക്ക് അറിയുന്നില്ല. എനിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല സാറേ, കുഴപ്പമില്ല, ഞാൻ കുറേ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി 2 ദിവസം ബസ്സിന് റിസൈൻ ചെയ്ത്, അടുത്ത ആഴ്ച മറ്റേ റിസൈൻ ചെയ്ത്, അതിൻ്റെ അടുത്ത ആഴ്ച അവനും റിസൈൻ ചെയ്ത്, എല്ലാവരും അവിടുന്ന് പതുക്കെ ഇറങ്ങി. മറ്റേ ആ 5000 രൂപയുടെ സ്വപ്നമുള്ളത് മാത്രം കണ്ടിന്യൂ ചെയ്തു. അവൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു അറിയും അവര്, എനിക്കറിയത്തില്ല, തപ്പിയെടുക്കണം ഇവരെയൊക്കെ. ഞാൻ ഒരു തവണ വഴുതക്കാട് വഴി പോയപ്പോൾ നമ്മുടെ ഇതിനൊക്കെ പോകുമ്പോൾ ഞാൻ അതുവഴി നോക്കാറുണ്ട്. അവിടെ ആ സ്ഥാപനം ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സ്ഥാപനം വേറെ ഫോർമാറ്റ്. അവരെപ്പോഴും അങ്ങനെ സ്ഥാപനം ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കും. അവരുടെ പ്രൊജക്ടിന്റെ പേര് ക്ലയന്റുമായിട്ട് നിങ്ങൾ ക്ലോസ് ആയിട്ടുണ്ടോ? വന്ന എന്റെ ക്ലയന്റുകൾ ആരും എഗ്രിമെന്റ് സൈൻ ചെയ്തില്ലായിരുന്നു, വന്ന് കേട്ടിട്ട് പോയതേ ഉള്ളായിരുന്നു. എഗ്രിമെന്റ് എന്റെ ഒരു സ്ഥാപനം ഞാൻ തുറന്നില്ലായിരുന്നു. അസിൻ്റെ സ്ഥാപനം തുറക്കാറായിരുന്നു ഓൾമോസ്റ്റ്. പക്ഷേ പിന്നെ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് അറിയത്തില്ല. അപ്പോഴത്തേക്കും അസിൻ്റെ ജോയിനിങ്ങിന് ഫോർമാറ്റ് വന്നു. അവിടുന്ന് ഞാൻ ഇറങ്ങി വീട്ടിലൊന്ന് പോയിട്ട് തിരിച്ചു വന്ന്, നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് വീണ്ടും വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോഴാണ് വിവേക് ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ വിവേകിനെ വിളിച്ചിട്ട് വിവേകിൻ്റെ അടുത്തേക്ക് പോയി. അന്ന് രാത്രി നടന്ന ഡിസ്കഷനിലാണ്
നമ്മൾ പറഞ്ഞ ഹോസ്റ്റൽ ബിസിനസ് നടക്കുന്നത്, റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലത് പറഞ്ഞായിരുന്നു. എൻ്റെ ഫസ്റ്റ് സാലറി 5000 രൂപ, അതൊരു കവറിനകത്തിട്ട് അവർ തരുന്നത്, ക്യാഷ് ആയിട്ടാണ് തരുന്നത്. ഇതെല്ലാം എല്ലാം ലീഗൽ പരിപാടികളാണ്. ഒരു മറ്റേ എൻവലപ്പ് കവറിനകത്തിട്ട് അനീസൻ സാലറി. ഇപ്പം നമ്മൾ 5000 രൂപ വാങ്ങിച്ചിട്ട് 5000 രൂപ 5000 അത്യാവശ്യം നല്ല കാര്യം. 10000 രൂപയുടെ ശമ്പളമുള്ള ജോലി മോശം ജോലി അല്ല, നല്ല. ഇത് ഏത് വർഷമാണ്? 2010-11 ആ സമയത്ത് സദർലാൻഡിലെ സ്റ്റാർട്ടിംഗ് സാലറി 10000 രൂപ. 10000 രൂപ കോൾ സെന്ററിൽ. അപ്പൊ അന്ന് നമുക്കറിയാം ഇത് കളഞ്ഞ പിന്നെ കോൾ സെന്ററിൽ പിന്നെ ഇപ്പോൾ 10-12 രൂപയ്ക്ക് ജോലി കിട്ടുന്ന ഒരു ധാരണ കിടക്കും. സദർലാൻഡിലെ അന്നത്തെ അട്രാക്ഷൻ ശനി ഞായർ മുടക്കാം. പിന്നെ ചിക്സ് ഒക്കെ ഉണ്ട്, കോൾ സെന്റർ ചിക്സ് ഒക്കെ ഉണ്ട്. നൈറ്റത്തെ കോൾ സെന്റർ ഒക്കെ ഇറങ്ങിയ സമയമാണ് ചേതൻ ഭഗത്തിന്റെ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് പ്ലേസ്ഡ് ആവുന്നത് അവിടെ മാത്രമാണ്, അല്ലാണ്ട് വേറെ. ഞാൻ ഒരു തവണയും കൂടി ഈ മാർക്കറ്റിംഗ് സാധനം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് മടുത്ത്. എനിക്കറിയാം ഈ മാർക്കറ്റിംഗ് എന്നെ കൊണ്ട് പറ്റുന്നതാണ്. ഈ ഹോസ്റ്റൽ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്കയ്ക്ക് ഒരു സമയം ഫ്രീ ഉണ്ടല്ലോ. അപ്പോൾ പിള്ളേർ ഇക്ക ഇക്കയ്ക്ക് പഠിക്കാൻ മടിയാണെന്ന് ഇക്ക മനസ്സിലാക്കി. ശരിക്കും ഇക്കയ്ക്കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് മനസ്സിലായത്. ഇക്ക വിചാരിച്ചു ഇവന്മാർ പഠിക്കാൻ തള്ള എന്നെ. ഇക്ക പഠിക്കുക എക്സാം എടുക്കാറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ പകൽ സമയത്ത് ഞാൻ ചുമ്മാ ഇരിക്കുന്നവന്മാർ ഇത് പറയുന്നത്, ഞാനൊരു ജോലിക്ക് പോയാൽ കുറച്ചുകൂടെ വരുമാനമാകത്തില്ല എന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സജസ്റ്റ് ചെയ്തിട്ട് ടാൻഡം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ ഈ പറഞ്ഞ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്, അവിടെ ടാൻഡത്തിനകത്താണെങ്കിൽ ഒരാളൊരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. ഐഫോണിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഐഫോണിന്റെ ഹബിന് എന്താ പറയുന്നത്, ആപ്പിൾ സ്റ്റോറിൽ ഇടുന്ന ഗെയിംസ് അങ്ങനെയുള്ള ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സ് പഠിപ്പിക്കാമെന്ന് അയാൾ ടാൻഡത്തിനോട് പറയുന്നു. അപ്പോൾ ടാൻഡത്തിൻ്റെ പല കോഴ്സുകളും ഇത് ആഡ് ചെയ്യണം. അപ്പോൾ അവരൊന്ന് നിങ്ങൾ തന്നെ ഒരു പ്രൊമോട്ടറും ചെയ്ത് നിങ്ങൾ തന്നെ അതിനെ പ്രൊമോട്ടും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഒരാളെ വേണം. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു എൻക്വയറി വന്നു, അല്ല ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് നീ പോകുന്നു. ഞാൻ ഓൾറെഡി മറ്റേതിന് വേണ്ടി ഇത് ചെയ്ത്, നൈസിന് വേണ്ടി ഇത് ചെയ്ത് ഞാൻ മടുത്തിരിക്കുക. പക്ഷെ എന്നാലും പെട്ടെന്ന് അവർ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞാൽ എത്രയായിരുന്നു സാലറി? 5000. 6000 രൂപ തരാം. എനിക്ക് ഇൻക്രിമെന്റ്. അപ്പോൾ ഒരു വർഷം എനിക്ക് ഇൻക്രിമെന്റ് 6000 രൂപ. അപ്പം ഞാൻ വിചാരിച്ച് 10-10000 രൂപ ഇവിടുന്ന് വരുന്നുണ്ട്. 6000 കൂടെ 16000 ആയി. അപ്പം അന്ന് ഫസ്റ്റ് ഹോസ്റ്റലാണ്, സെക്കൻഡ് ഹോസ്റ്റലായിട്ടില്ല. അപ്പം 10 രൂപ ഫസ്റ്റ് ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം 16 കുഴപ്പമില്ല, നല്ല എമൗണ്ട്. അങ്ങനെ കൂടി വരുവാണല്ലോ. അപ്പോൾ ഞാൻ പിടിച്ചേക്കാം, ഞാൻ ചാടിക്കറി പിടിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു ആദ്യം ഇതൊക്കെ പഠിക്കും എന്ന് പറഞ്ഞ് കുറേ പറഞ്ഞു. എനിക്ക് മനസ്സിലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഒന്നും കേട്ടില്ല, എൻ്റെ ജോലി ഇതല്ലല്ലോ. എന്നിട്ട് പുള്ളി ടാൻഡത്തിൽ കൊണ്ടുവന്ന് എന്നെ ടാൻഡത്തിനകത്ത് എൻറോൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ ടാൻഡത്തിൻ്റെ സ്റ്റാഫിനെ പോലെ ആക്കാൻ വേണ്ടി അവരതിൻ്റെ പ്രൊസീജിയറൊക്കെ നടത്തിയിട്ട് അവരാണ് എനിക്ക് സാലറി തരുന്നത്. ഈ പുള്ളി എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടതേ ഉള്ളൂ. ടാൻഡത്തിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അത് റാൻഡം ആണെന്നുള്ള. അല്ല, ഈ റാൻഡമായിട്ട് ടാൻഡത്തിൽ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് മാർക്കറ്റിംഗ് എൻ്റെ പണിയല്ലെന്നുള്ളത്. മാർക്കറ്റിംഗ് എന്താണെന്നറിയാം, മാർക്കറ്റിംഗ് സെയിൽസ് നമ്മൾ വളരെയധികം വിശ്വസിച്ചാലേ ആ സാധനം നമ്മൾ അതിൽ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ പിന്നെ അഭിനയം ബിഹേവിംഗ് ആണല്ലോ, വിശ്വസിച്ചല്ലേ പറ്റും. അതൊരു കോർപ്പറേറ്റ് വേൾഡ് പോലെ തന്നെയായിരുന്നു. കാരണം ഒരു സ്ഥാപനം അവിടെ പല ടൈപ്പ് ഓഫ് കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ഓരോ കോഴ്സിനും പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അവരുടെ ജോലി വിളിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടൊക്കെ ടൈപ്പായി അവിടെ പോയി ക്ലാസ് പോലെ നടത്തി. നമ്മൾ ശരിക്കും +2 അത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് നമ്മളത്. അതായത് അവരൊരു ചെറിയ മോക്ക് ടെസ്റ്റോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ വിളിച്ച് മറ്റേ കോഴ്സ് പഠിപ്പിക്കുന്നത് ആ സാധനം. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലികളിലൊന്നും അതായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോവുക, അവരുടെ അടുത്ത് സംസാരിക്കുക, എന്നിട്ട് അവിടുന്ന് ക്ലയൻസിനെ കുട്ടികളെ ഇവിടേക്ക് കോഴ്സ് പഠിപ്പിക്കാൻ എത്തിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ കോഴ്സ് പഠിക്കാൻ ആദ്യം 1-2 പേരൊക്കെ റെഡി ആയിട്ട് വന്നു. വന്നവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവർ കോഴ്സ് പഠിച്ചിട്ടും കാര്യമില്ല, അവർ പൊളിറ്റിക്കലി വളരെ ഇൻകറക്റ്റാണ്, ലുക്കിലല്ല വർക്കിൽ. അപ്പോൾ അവർ ഐഫോൺ കോഴ്സ് ഒന്നും പഠിച്ചിട്ട് അവർ തരത്തിൽ രക്ഷപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത് ഇങ്ങനെയാണെന്നാണ് എനിക്ക് അതിനകത്തുള്ള കോൺഫിഡൻസ് കുറഞ്ഞു. അപ്പോൾ ടാൻഡം അടിമുടി അഴിച്ച് പണിയാൻ വേണ്ടി അപ്പോൾ അവർ തീരുമാനിച്ച് അന്ന് അവർ അവിടെയുള്ള മാനേജറിനെ മാറ്റിയിട്ട് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏതോ കോർപ്പറേറ്റിൽ ഹെഡിൽ ഇരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് ടാൻഡത്തിൻ്റെ അത് നൈസായിട്ട് അവർ പ്ലേസ് ചെയ്ത്. അതായത് ടാൻഡം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ടാൻഡം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾ ഇൻ ഓൾ ആയിട്ടൊരു മനുഷ്യൻ്റെ തൊട്ടടുത്തൊരു ക്യാബിൻ. എന്നിട്ട് അയാളുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഇത് പ്ലേസ്മെൻറ്റ് വന്നത് ആദ്യം. അതായത് ടാൻഡത്തിൻ്റെ മുതലാളിയുടെ മോൻ ആണ് അയാളെ പ്ലേസ് ചെയ്യുന്നത്. പുള്ളി ഏതോ കോർപ്പറേറ്റിലെ ഭയങ്കര വലിയ മാനേജറാണ്. ഇൻ എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇയാളുടെ ഇവരുടെ മുകളിലാണ് കൊണ്ട് പ്ലേസ് ചെയ്യുക. പെട്ടെന്ന് എംപ്ലോയീസിൻ്റെ മുകളിലേക്ക് ഒരു സീനിയർ ആൾ വരാതെ തോന്നിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ നൈസായിട്ട് മാനേജറിൻ്റെ തൊട്ടടുത്തൊരു അസിസ്റ്റൻറ്റ് മാനേജർ വരെ പ്ലേസ് ചെയ്തിട്ട് പതുക്കെ ഈ അസിസ്റ്റൻറ്റ് മാനേജർ മൊത്തത്തിലെല്ലാം വിഴുങ്ങി ഹെഡ് ആവുന്ന സെറ്റപ്പാണ് അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ടൈറ്റായി ആ കോർപ്പറേറ്റ് രീതി. എല്ലാ ആഴ്ചയും വിളിച്ചിട്ട് എല്ലാ ദിവസവും വിളിച്ചിട്ട് രാവിലെ മീറ്റിംഗ്. അതൊക്കെ ഞാൻ അപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്തത്. രാവിലെ 10 മിനിറ്റ് മീറ്റിംഗ് ആണ്. നമ്മൾ ഇന്ന് ഇങ്ങനെ മറിക്കണം, അങ്ങനെ മറിക്കണം,
അപ്പോൾ നമുക്ക് ടോട്ടലി സൊസൈറ്റിയോടുള്ള പുച്ഛം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ഇതൊക്കെ എന്തിന് അതൊക്കെ തള്ളി വരും. അപ്പോൾ ഈ വിളിക്കാൻ വേണ്ടി ഒരു ചേച്ചി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്താണെങ്കിൽ വിളിക്കുന്നതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഏതൊരു തവണ എന്തോ ലീവ് ചോദിക്കാൻ വേണ്ടി ആ ചേച്ചി ലീവ് ചോദിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്ത് ചേച്ചി എന്തോ ലീവ് ചോദിച്ചത്. ലീവൊന്നും തരാൻ പറ്റത്തില്ല, നിങ്ങളത് ചെയ്തില്ല നിങ്ങൾ. ഞാൻ ഇയാൾ പറയുന്നത് ന്യായമല്ല എൻ്റെ കണ്ണിൽ. ഞാൻ പറഞ്ഞു അതെന്താ കൊടുക്കും, അതെ പെൺകുട്ടികൾ അനീസ് നോക്കി നിൽക്കില്ല, അന്യായം ഞാൻ സഹിക്കില്ല. ഞാൻ കയറിയിട്ടോട്ട് അത് സാറേ എന്താ കൊടുക്കാത്തത്? ഏത് നമ്മൾ SFI കോളേജിൽ നിന്നൊക്കെയാ വന്നത്, നമ്മൾ വിടുവോ? അപ്പോഴത്തേക്ക് നീ ഇവിടെ നിൽക്കുന്നത് നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ പിടിച്ചു വെച്ചേക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ലീവ് ചോദിക്കാൻ കയറി വന്നിട്ട് ഇവിടെ ഫയർ ചെയ്യുന്ന നീ. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നിന്നെ ഫയറിങ് മാറ്റി വെച്ചിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. അതാ പുള്ളി എന്നെ ഞാൻ സംസാരിക്കുന്നത് ഇന്നോടല്ല ഇവരോട്. അപ്പൊ എനിക്കിങ്ങനെ തിളച്ചു വരുന്നുണ്ട്. എനിക്കന്ന് ജോലി മടുത്തു. അപ്പൊ ഞാനൊരു കാരണം നോക്കി ഇത് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോരാൻ വേണ്ടി. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ശരി എന്നാൽ നീ കുണച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഫയർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് എന്താ കുണ പറഞ്ഞു. ഞാനൊന്ന് ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിട്ട് ഞാൻ പോവാ, എനിക്ക് മതിയായി. ഇപ്പൊ 2 മാസം കൊണ്ട് സാലറി കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ശീലമായില്ല. എൻ്റെ ഒരു ഫോർമാറ്റ് ഇപ്പോൾ കിടപ്പുണ്ട് മെയിലിനകത്ത്. ഞാൻ അപ്പം തന്നെ ഇത് സാധനം എഴുതി ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അവർ 2 മാസം കൊണ്ട് ഈ പറയുന്ന കോർപ്പറേറ്റ് ഫെസിലിറ്റിയിൽ എൻ്റെ എംപ്ലോയ്മെന്റ് സാധനം രജിസ്റ്റർ ചെയ്യുകയും മറ്റേ മെഡിക്കലിന്റെ പേര് മെഡിക്കൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബൈക്കിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കും. PF-ഉം അതിനൊക്കെയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഏത് 6,000 സാലറിക്കകത്തുനിന്ന്. അപ്പം നിനക്കിത് ഒരു 15 ദിവസം മുന്നേ പറഞ്ഞു ഞങ്ങളിങ്ങനെ മറ്റേ പഴയ മാനേജർ ഇത് 15 ദിവസം മുന്നേ പറഞ്ഞൂടെ അങ്ങനെയുണ്ടെങ്കിൽ ഇത്രയും വർക്ക് നിനക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കത്തില്ല. അതൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, എന്നോട് പറഞ്ഞിട്ടില്ല ചെയ്ത്. എനിക്ക് ഈ പറഞ്ഞ സെറ്റപ്പിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിൻ്റെ കാര്യമില്ല. എനിക്ക് 2ാമത്തെ ഹോസ്റ്റൽ തുടങ്ങാൻ സമയം അവിടെ പുതിയ പിള്ളേർ വരാറായി എന്നത് ഞാൻ അത് ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു. ഞാനൊരു കിറ്ററായിരുന്നു, സ്ഥിരമായി ഇങ്ങനെ ഒരു കിറ്ററാണ്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിലങ്ങ് ഇപ്പൊ എന്നൊന്നും പറയാറായിട്ടില്ല. ചാവണല്ലേ വീട്ടിന് വേണ്ടിട്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ക്വിറ്ററല്ല വിറ്ററാണ്. അല്ല ഇവിടെ ഒന്നും കിട്ടിയാണ് ഇപ്പൊ നിങ്ങൾ എവിടെ പോകുന്നു. പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ജോലി ചെയ്താലും ഞാൻ ജീവിക്കുന്നത് ക്വിറ്റ് ചെയ്യുമല്ലോ എന്നാണ് ചോദ്യം. സാധ്യതയില്ല, ഉടനെ ഇല്ല. കൂടുതൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത്. അപ്പൊ ഷൈ ജ്യൂസിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയേ എന്റെ ഒരു കൂട്ടുകാരൻ, സ്കൂളിൽ പഠിച്ചൊരു കൂട്ടുകാരൻ അസാപ്പ് എന്ന് പറഞ്ഞ ഗവൺമെന്റിന്, കേരള ഗവൺമെന്റിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, നല്ല പരിപാടിയാണ്. അപ്പൊ അതില് പുള്ളിക്കാരൻ പറഞ്ഞപ്പോ അതിലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ ഞാൻ അതിന് പരീക്ഷ കൊടുത്തു. പിന്നെ ഇവരുടെ IAS ലെവൽ പാനലായിരുന്നു അന്ന് ഇന്റർവ്യൂവിനൊക്കെ ഇരുന്നത്. അതും ക്ലിയർ ചെയ്തു. IAS ലെവൽ പാനൽ അത് ഇതിന്റെ ഹെഡൊക്കെ ആയിട്ട് ഇരിക്കുന്ന എനിക്ക് ആൾക്കാരാണ്. അപ്പൊ അതും കഴിഞ്ഞു. അതിന്റെ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ നല്ല ഇൻസെന്റീവ് ഒക്കെ അടിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയാണല്ലോ. അതിനിടയിലാണ് ഇതിന്റെ കോള് വന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി, അതായത് ഇവര് ഒന്നുകൂടെ വിളിച്ചു അങ്ങോട്ട്. അപ്പോഴത്തേക്കും ഞാൻ കൂട്ടുകാരൻ്റെ കൊടുത്തിട്ട് പറയാം സാറിന് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതിനെത്ര 32-35 കണ്ടായിരുന്നു സ്റ്റാർട്ടിങ് എന്റെ ഓർമ്മ. നമുക്ക് ഇതിവിടെ പ്ലസ് അതിന്റെ മേളിൽ ഇൻസെന്റീവ് കിട്ടുന്ന ഒരു സമയം. മറ്റേത് ഗവൺമെന്റിന്റെ പരിപാടിയായിരുന്നു. ഗവൺമെന്റ് ജോലിയായിരുന്നു. വീണ്ടും ഗവൺമെന്റ് ജോലി കളഞ്ഞ പിന്നെ വരാം. പിന്നീട് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി, സെൻട്രലിനെ ഒരുപാട് റിജക്ട് ചെയ്തു. ഞാൻ UK ഒരു ബ്രേക്ക് എടുത്തു നമ്മുടെ വിറ്റിന്റെ ഡിസ്കഷൻ. ഇതിന് മുമ്പേ നമുക്ക് അത് പിന്നെ വിട്ടു, നീ വേണ്ടെന്ന് വെച്ചു, ഞാൻ വേണ്ടെന്ന് വെച്ചു. അതുപോലെയാണ് ഈ വിറ്റിന്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷർ. ഇങ്ങനെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മയൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ പേപ്പറിൽ വരും, അല്ലെങ്കിൽ വാട്സാപ്പിലായിട്ട് നമ്മുടെ മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതൊക്കെ എനിക്ക് അയച്ചു തരും. എന്നിട്ട് അത് അപ്ലൈ എന്നൊക്കെ പറയും. ഇപ്പൊ എനിക്ക് ലുലു മാളിൽ അവിടെ സ്റ്റാഫ് നിൽക്കുന്നുണ്ട്, മറ്റേ എല്ലാം എനിക്ക് അയച്ചു തരും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ LICയുടെ ഒരു സാധനം അയച്ചു തന്നു. അപ്പൊ ശരി ഞാൻ രജിസ്റ്റർ ചെയ്യാം അങ്ങനെ പറഞ്ഞ രജിസ്റ്റർ ചെയ്തു. അതിന്റെ പരീക്ഷ കൊടുത്തു. അതിന്റെ ഇന്റർവ്യൂവിന് വന്നപ്പോഴും ഇതേ ചോദ്യം അവർ ചോദിച്ചു, നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണ്, എന്തിനു നിങ്ങൾ ഇത് ചെയ്യുന്നത്? വീട്ടിൽ ഭയങ്കര പ്രഷറാ, എനിക്ക് എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കണം. അതാണ് ഞാൻ അന്ന് അവരോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ ജോലിയിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അത് എനിക്കൊന്ന് സ്റ്റാർട്ടിങ് 50 കണ്ടിട്ടുണ്ടായിരുന്നു. അത് കളയാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂട്ടുന്നു.
ഇല്ലില്ല, ഞാൻ വിട്ടൊന്നുമില്ല. എന്നെ അന്ന് ഇന്റർവ്യൂവിൽ ഇവരെല്ലാരും കൂടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തല്ലേ? അന്ന് ഇതിന് കയറ്റി വിടാനായിരുന്നു. ഇതെല്ലാം ഇതിൽ ജോലി കിട്ടി പോണി പൊക്കോട്ടെ, ഇത് വെബ് സീരീസ് ഡയറക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്നേക്കാ. അത് വല്ലാത്തൊരു സാധനമായിരുന്നല്ലേ. ഡെല്യൂഷന്റെ വേറെ ലെവൽ സാധനങ്ങളാണ്. പക്ഷെ നമ്മള് എനിക്ക് ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നന്നാവും. അതെ അതെ, നമ്മള് നന്നാവും, സമയം എടുക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോ മോശമാണോ? അപ്പോൾ ഞാൻ 52 കിലോ ഉണ്ട്. 17,500 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ നടത്തുന്നവരാണ് നമ്മൾ. അങ്ങനെ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഷൈജൂസ് ഞാൻ വിട്ടു നിൽക്കുന്ന സമയത്താണ് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എന്റെ അടുത്ത് പറയുന്നത് വേറൊരു സൂപ്പർ പരിപാടിയുണ്ട്. അത് എന്താണ് പരിപാടി? നമുക്ക് പണ്ടും അങ്ങനെയാണ്. ഞാൻ റിൻഷാദിനൊരു പൊട്ടൻഷ്യലോ പാഷനോ കാണുവാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണ ഒരു ഫ്രണ്ടാണ് ഞാൻ. ഓക്കെ, അപ്പൊ റിൻഷാദ് അവിടുന്ന് ഇവൻ ഇറങ്ങണം. ഞാൻ പറഞ്ഞത് എന്റെ ഒരു ആർക്കിൽ ഞാൻ ഈ സമയത്ത് ഞാനാണെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി. സ്റ്റാർട്ടപ്പ് ഭയങ്കര ടെക്കാണ്, AI ആണ്. അന്നത്തെ AI-ലാണെങ്കിൽ നമുക്കാണെങ്കിൽ വിൽക്കാൻ പോലും പറ്റാത്ത AI ആണ്. കാരണം അത് AI-ന്റെ തുടക്ക സമയത്താണ്. അപ്പം ഹോസ്പിറ്റൽ മെയിൻ സ്ട്രീം ആവുന്നതിന് മുമ്പ് AI ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. കിടിലം പരിപാടിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ആണെങ്കിൽ വള്ളി കേസുകൾ നമ്മുടെ തലയിൽ വെച്ചിരുന്നൊരു കൂട്ടുകാരൻ. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോയാണ് സെയിൽസ് ഒക്കെ നടന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ B2B, അപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് അപ്പോൾ വന്നു. അപ്പോൾ ഞാൻ B2C എൻ്റെ മറ്റേ സോക്സിൻ്റെ സാധനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ സോക്സിൻ്റെ സാധനം മൊത്തം മാർക്കറ്റിംഗ് ആണല്ലോ. അപ്പാരൽ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിലല്ല കാര്യം, പ്രോഡക്റ്റ് നമുക്ക് തിരുപ്പൂരിൽ നിന്ന് അടിച്ചെടുക്കാം, ഇത് മാർക്കറ്റിംഗ്. അപ്പം അങ്ങനെ മാർക്കറ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞപ്പം ഞാനങ്ങനെ എൻ്റെ IIM-യിലൊരു സീനിയറായ രാകേഷ് ഏട്ടൻ നമ്മുടെ സ്പോൺസറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ആ സമയത്ത് ഈ ജെർസി അടിക്കുന്ന പുള്ളി സബ്ലിമേഷൻ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സബ്ലിമേഷൻ പ്രിൻറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിൻ്റർ പോലെ ഇരുന്ന് ടീഷർട്ട് അടിക്കാം. അപ്പോൾ പുള്ളി കസ്റ്റം ജെർസിയുടെ ഒരു സാധനമാണ് പുള്ളി നോക്കിയത്. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ ഈ കസ്റ്റം ജെർസി പുള്ളി നൈസായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി ഭയങ്കര സ്മാർട്ടാണ്. പുള്ളിക്ക് ടൈമിൻ്റെ കുറച്ച് ഫ്രാഞ്ചൈസി ഉണ്ട്, ഡാമിൻ്റെ മറ്റേ മെഡിക്കൽ കോച്ചിങ്ങിൻ്റെ ഫ്രാഞ്ചൈസി ഉണ്ട്. പുള്ളി ലേൺ ചെയ്യുന്ന ഒരാളാണ്. അത്രയും പ്രോപ്പർ ബിസിനസ് ലെവൽ മനുഷ്യനാണ്. അത് നന്നായി. അപ്പോൾ പുള്ളിക്ക് ഈ നല്ല ബിസിനസ്സാണ്. പുള്ളിക്ക് ഈ ടെക്നോ പാർക്കിൽ നടക്കുന്ന പ്രതിധ്വനി അങ്ങനത്തെ ഈ കോമ്പറ്റീഷൻ കോർപ്പറേറ്റ് മത്സരങ്ങൾക്കൊക്കെ പുള്ളിക്കാണ് വർക്ക് കിട്ടുന്നത്. പുള്ളി അത് നൈസായിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ആ സമയത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അവർ ഷോപ്പിംഗ് മോൾ പോലെ കിട്ടിയപ്പോൾ അവിടെ ഒരു സ്പേസ് കിട്ടും പുള്ളിക്ക്. അപ്പോൾ ഓഫ്ലൈൻ ഒരു ഷോപ്പ് തുടങ്ങണം. അപ്പോൾ പുള്ളിക്ക് ഓഫ്ലൈൻ, അപ്പോൾ പുള്ളി അന്നത്തെ പുള്ളിയുടെ കമ്പനിയുടെ പേരാണ് എൽക്ക് എന്ന കമ്പനിയാണ്. പുള്ളിക്ക് അപ്പോൾ ഓഫ്ലൈൻ എൽക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡും ഈ ഓൺലൈൻ ജെർസി. അപ്പോൾ ഓൺലൈൻ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലൊരു പ്ലഗിൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ പോയാൽ നമുക്കിത് ഓർഡർ ചെയ്യാം. അതായത് നമുക്ക് പേര് കൊടുക്കാം, ഫുൾ കസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസിൽ വഴി നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഓൺലൈൻ പോവുക, എൻട്രി ചെയ്യുക, ഫുൾ കൊടുക്കുക. അപ്പം വിളിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, കറക്റ്റ് സാധനം. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സിംഗിൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ജെർസി കിട്ടും. അടിപൊളി പരിപാടിയായിരുന്നു. സിംഗിൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സിംഗിൾ പീസ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം നമ്മളിപ്പോൾ ഓർഡർ ബൾക്ക് വേണം. അത് പുള്ളി സോൾവ് ചെയ്തു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മറ്റേ നമ്മൾ വിളിക്കണം, എവിടെയാണ്, ഇതെല്ലാം മൊത്തം അങ്ങനെ സിസ്റ്റം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മെസ്സേജ് വരും, എപ്പോൾ വരും എന്ന് പറയും. അങ്ങനെ മൊത്തം ഇ-കൊമേഴ്സ് എക്സ്പീരിയൻസിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സാധനം നമുക്കൊരു സെപ്പറേറ്റ് ബ്രാൻഡ് ആക്കണം. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിങ്ങിൽ ആ സമയത്ത് എനിക്ക് കുറച്ച് ഭ്രാന്തുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് ബ്രാൻഡിങ്ങിലാണ് എൻ്റെ പാഷൻ. ക്രിയേറ്റീവായിട്ട് ബ്രാൻഡ് ചെയ്ത് തരാം. അതെ. അങ്ങനെ ഞാനാണെങ്കിൽ ഈ ഒരു സാധനം ഏറ്റെടുത്തത്. അതായത് ഈ ഓൺലൈൻ ബിസിനസ് എങ്ങനെ ബ്രാൻഡ് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ഹൈവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിട്ട് കൊണ്ടുവന്ന് ഞാൻ കുറച്ച് ബ്രാൻഡിങ് കൺസൾട്ടൻസി. എൽക്ക് ഓഫ്ലൈനും, ഹൈവ് ഈ ഓൺലൈൻ കസ്റ്റം ജേഴ്സി, എൽക്ക് ഒരു പ്യൂമ പോലത്തെ ഒരു ബ്രാൻഡ്. പുള്ളി ആ സമയത്താണെങ്കിൽ കേരള ക്രിക്കറ്റ് ടീമൊക്കെ കിട്ടിയിട്ടുണ്ട്. പുള്ളി അങ്ങനെ ഭയങ്കര സ്മാർട്ടാണ്. പുള്ളിക്കൊരു ചെറിയ സ്പേസ് കിട്ടിയാൽ പുള്ളി അവിടെ കയറിയെല്ലാം സെറ്റാക്കും. അതായത് പുള്ളി കളിക്കുന്നതൊക്കെ ഭയങ്കര വലിയ ഗെയിംസ് ആണ്, ഇതുപോലെ ഓഫ്ലൈൻ കയറണം അങ്ങനത്തെ. പുള്ളി ഭയങ്കര ജുഡീഷ്യസ് ആയിട്ട് ഫണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പുള്ളി സിംഗിൾ ഓണറാണ് ഇതിൻ്റെ. എന്ന് വെച്ചാൽ വേറെ ഫണ്ട് കളിയൊന്നുമില്ല. പുള്ളി ഭയങ്കര ഡിസിപ്ലിൻഡോടെയാണ് ആൻഡ് ഭയങ്കര ലാഭമുള്ള ബിസിനസ് വരെ. പുള്ളിയുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ്. പിന്നെ പുള്ളി ഭയങ്കര സ്മാർട്ടായിട്ട് കിൻഫ്ര അപ്പാരൽ പാർക്കിൽ നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ റെന്റ് കുറവിന് ഇവര് ഇവിടത്തെ ഉള്ള കമ്പനി. അപ്പോൾ നമ്മൾ കിൻഫ്ര അപ്പാരൽ പാർക്കിലായിരുന്നു ഇടയ്ക്ക്. അത് കിട്ടുന്ന സ്ഥലമായിരുന്നു, തുമ്പയുടെ അടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്താണ് ബീച്ചൊക്കെ. അത് ഫുൾ നല്ല സെറ്റപ്പ് സ്ഥലമായിരുന്നു കിൻഫ്ര അപ്പാരൽ പാർക്ക്. അപ്പോൾ ഞാൻ ഈ ഹൈവ് സെറ്റാക്കി പുള്ളി എൽക്കിൻ്റെ ഉറങ്ങാൻ നടന്നപ്പം. അപ്പോൾ ഹൈവ് നമ്മൾ ബ്രാൻഡാക്കി, നമ്മൾ വെബ്സൈറ്റ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. ഇനി നോക്കി നടത്താൻ ഒരാൾ വേണം. യെസ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇത് എങ്ങനെ, അപ്പൊ അപ്പോഴത്തേക്ക്
ഞാൻ ഇപ്പോൾ ഈ 2018 അപ്പോൾ ഞാനാണെങ്കിൽ 2017 MBA കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്ലേസ്മെൻറ്റ് ബ്രേക്കാണ് എടുത്തത്. അതായത് ഞാൻ ഈ സ്റ്റാർട്ടപ്പിലോട്ട് നേരെ ഇറങ്ങുകയും 2018 സ്റ്റാർട്ടപ്പ് വിടുകയും എനിക്ക് 2019 പ്ലേസ്മെൻറ്റ് പോയിരിക്കുക ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വീട്ടിലൊക്കെ പോയപ്പം ആക്ച്വലി എനിക്ക് ആ സമയത്താണ് ഞാൻ സ്റ്റാൻഡപ്പും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പാഷൻ സ്റ്റാൻഡപ്പാണ്. സ്റ്റാൻഡപ്പ് എന്ന് വെച്ചാൽ സ്റ്റാൻഡപ്പിൻ്റെ പാഷൻ കണ്ടുപിടിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല, എൻ്റെ കാട്ടി. അപ്പോൾ സ്റ്റാൻഡപ്പിലോട്ടാണ് എൻ്റെ പാഷൻ. പക്ഷേ സ്റ്റാൻഡപ്പ് നമുക്ക് മനസ്സിലാവില്ല, ഇൻകം ഉണ്ടാക്കാൻ. അപ്പോൾ തന്നെ ഞാനിങ്ങനെ പഠിച്ചു സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരു 5-6 പേര് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നന്നാവണമെങ്കിൽ ഒരു 4-5 വർഷം എടുക്കും. അന്ന് 4-5 വർഷമേ ഉള്ളൂ മനസ്സിൽ. അപ്പോൾ ഈ 4-5 വർഷം ഇൻകം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്കൊരു ചില്ല് ജോലി പിടിക്കണം. അപ്പം നമുക്ക് ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആവുന്നതായിരിക്കും ഏറ്റവും ചില്ല് ജോലി. കാരണം അവിടെ നമുക്ക് വെറുതെ തള്ളിക്കയറേണ്ട കാര്യമില്ലല്ലോ. അവിടെ അവർ വന്ന് നമ്മൾ എടുക്കുകയാണല്ലോ. പിന്നെ ട്രെയിനിങ് അങ്ങനത്തെ സാധനമൊക്കെ വരുമ്പോൾ അതിലൊരു 5-6 മാസമൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു ഓഗസ്റ്റൊക്കെ ആയപ്പം ഞാനാണെങ്കിൽ രാകേഷിൻ്റെ അടുത്ത് ഞാൻ പ്ലേസ്മെൻറ്റ് പോവുകയാണ്, ഞാനല്ലെങ്കിൽ വേറൊരു കമ്പനി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പം ഹൈവ് നോക്കി നടത്താൻ ഒരാളെ വേണം, അതായത് സെയിൽസിലും എക്സ്പീരിയൻസ് ഉള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി പണ്ട് ജോഗ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ റിൻസാനെ കണക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാനവിടെ ചെല്ലുന്നു. ഈ പറഞ്ഞ പോലെ സെയിൽസ് ഒക്കെ അത്യാവശ്യം നമ്മൾ ബൂസ്റ്റ് ചെയ്തു. ആദ്യത്തെ എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര മാർക്കറ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഈ ഭയങ്കര ബിസിനസ്സാണ് പുള്ളിക്ക്. അതായത് ഒരു ഇപ്പൊ കുറച്ചുകൂടെ കാണും, ഒരു 2-3 CE ഒക്കെയാണ് അങ്ങയുടെ റവന്യൂ. ആദ്യമായിട്ട് ഒരു മാസം 100 ഓർഡർ അടിച്ചപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു അവിടെ. എന്നിട്ട് ഇവിടുന്ന് ബാംഗ്ലൂർ റീജിയണൽ സെയിൽസ് പിടിക്കാൻ ഇതൊന്ന് മാറ്റി അടിക്കണം, ഇനി റീജിയണൽ സെയിൽസ് മാനേജർ അടിക്കണം, അടിച്ചോളൂ, പട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാനങ്ങനെ ബാംഗ്ലൂരിലോട്ട് പോയി. അപ്പൊ ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ചെന്നിട്ട് ഞാൻ അധികം കാര്യമായിട്ടൊന്നും അതിൽ വർക്ക് ചെയ്തില്ല. അങ്ങനെയാണ് പുള്ളിയായിട്ട് ഒരു ചെറിയ റിഫ്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങുന്നത്. ബാംഗ്ലൂർ റിൻഷാദിന്റെ വൈബ് പോയി. നീ അവിടെ എന്താ പിന്നെ ചെയ്തോണ്ടിരുന്നത്? അവിടെ ബാംഗ്ലൂരിൽ ഞാനുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മള് റൂംമേറ്റ്സ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മൾ എന്താണ്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്തില്ല ആ അതെ അതെ. ആ സമയത്താണ് നമ്മൾ കൂതറ സ്കെച്ച് അതൊക്കെ അന്നാണ് ഞാൻ റിൻഷാന്റെ ഒരു ആർട്ടിസ്റ്റ് മാനേജറിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ പാഷൻ അപ്പാരൽ അല്ല, നിന്റെ പാഷൻ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ആണെന്ന്. ഷോർട്ട് ഫിലിം ഒന്നും ചെയ്തില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് റിൻഷാദ് ഈ ലണ്ടനിൽ പോയി. അത് കഴിഞ്ഞാണ് ഞാൻ നമ്മുടെ വേറൊരു കൂട്ടുകാരന്റെ കൂടെ അവിടെ എനിക്കുണ്ടായിരുന്ന ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടാ നീ എനിക്ക് സാലറി ഒന്നും തരണ്ട, ഇവന്റെ ഒരു ഓപ്പറേഷൻ ജാവ സ്കീം സാധനമാണ്. അതായത് നമുക്ക് ലെറ്റ്സ് സേ ഒരു സെയിൽസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ആൾക്കാർക്ക് പിച്ച് ചെയ്യണം. ഞാനാണ് ഈ പച്ചക്ക് പറഞ്ഞത്. ബേസിക്കലി എന്താണ് കാര്യമെന്ന് വെച്ചാൽ എന്റെ സ്കൂൾ ഫ്രണ്ടാണ്. ഓക്കെ, പുള്ളി ഭയങ്കര ബിസിനസ് സ്മാർട്ടാണ്. അതായത് പുള്ളിക്ക് ഇങ്ങനെ എന്ത് കണ്ടാലും അതിൽ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ പുള്ളി പണ്ടേ കോളേജിൽ പഠിക്കുമ്പം എവിടെ നിന്നൊക്കെയോ മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വിൽക്കും. ഇപ്പോൾ ഒരു ക്യാമ്പസ് ഫെയർ നടത്തുകയാണെങ്കിൽ പുള്ളി പുറത്ത് സ്റ്റോളിട്ട് മാംഗോ ജ്യൂസ് വിൽക്കും. അങ്ങനെ പുള്ളി ഭയങ്കര എന്റർപ്രൈസിങ് ആണ്. അങ്ങനെ പുള്ളി ഫുൾ ട്രാവലിംഗ് അങ്ങനത്തെ വൈബാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ട്രാവൽ ചെയ്യും, കാശുണ്ടാക്കും, ട്രാവൽ ചെയ്യും, അങ്ങനെ സേവിങ്. തിരുവനന്തപുരംകാരനാണ്. എന്റെ സ്കൂളിൽ പഠിച്ച, ഞാൻ പറഞ്ഞില്ലേ. ഇവരെ പറ്റി ഇങ്ങനെ സാധാരണ പറയുന്നത് ഈ സ്ഥലത്തുള്ള എന്ത് കിട്ടിയാലും ബിസിനസ് ചെയ്യും. അല്ല, അവന് പെരുകുന്നത് ഇങ്ങനെയാ. അപ്പൊ അവൻ പറയാം ഉറങ്ങാൻ പറ്റില്ല, ഞാൻ ചിലപ്പോ ഈ പെരുകി ഇങ്ങനെ നിൽക്കണായിരിക്കും, നിങ്ങടെ താഴത്തേക്ക് വലിയാൻ പറ്റാത്ത കാരണം. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ കുറച്ച് ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ കാര്യമൊക്കെ ഞാൻ ഇവന്റെ നിന്നാണ് കണ്ടുപിടിച്ചത്. കാരണം ഞാൻ ആദ്യമായിട്ട് വളരെ അടുത്തറിയുന്ന ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞ മനുഷ്യൻ. കാരണം അന്ന് നമ്മൾ ഈ IIT പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു സാലറി ലെവലിൽ ഇവൻ അന്ന് ഏൺ ചെയ്യുന്നുണ്ട്. ഡിഗ്രി തീർത്തല്ലേ സ്കൂളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ തുടങ്ങി മിഠായി ഫ്ലിപ്പ് ചെയ്ത് അതുപോലെ സ്കൂളിലല്ല, മറ്റേ ഡ്രാഫ്റ്റർ വിറ്റ് പുറത്തുനിന്ന് ബൾക്കായിട്ട്. അതായത് അവന്റെ അടുത്ത് ഇപ്പൊ ഒരു ടീച്ചർ പറയാണ് ഡ്രാഫ്റ്റർ മേടിക്കാൻ ഒരാൾ വന്നെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ചിന്തിക്കുന്നത് ഇതിന്റെ കാട്ടി വില കുറവ് എവിടെ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവന്ന് വിൽക്കാൻ. എന്നുവെച്ചാ ഇന്ന് ഒരു ഐഡിയ പക്ഷെ പ്രോബ്ലം ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പുള്ളി അത്രയും എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ പുള്ളി എന്ന് വെച്ചാൽ ഇന്നൊരു ഐഡിയ കിട്ടിയ പുള്ളി അത് ഇന്ന് രാത്രി ചെയ്ത് നാളെ സാധനമായിട്ടായിരിക്കും പുള്ളി വരുന്നത്. അല്ലാതെ പുള്ളി ചിന്തിച്ച് ഇതിൽ ശരിയാവോ തെറ്റാവോ, പുള്ളിക്ക് അങ്ങനത്തെ ഒരു കൺസേൺ. വർക്ക് ചെയ്തൊരു ഫ്രെയിം വർക്ക് അവന്റെ തലയിലുണ്ട്, അതിനെ എങ്ങനെ വർക്ക് ആക്കാന്നുള്ള. ഓവർ ടൈം അവൻ ചിന്തിച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതും ആശാൻ ഇമ്പ്രൂവ് ചെയ്തോണ്ട്
ഭയങ്കരമായിട്ട് ചിന്തിക്കും. നിങ്ങൾ എന്താ ചെയ്തത് ശരിക്കും? അപ്പൊ ഞാൻ പറയാം, അപ്പൊ പുള്ളി പിന്നീട് കണ്ടുപിടിച്ച ഒരു സാധനം എന്താന്ന് വെച്ചാൽ ഈ കോച്ചിങ് സെന്ററിനൊക്കെ ഡേറ്റ വെക്കുക എന്നുള്ള പരിപാടിയാണ്. അതായത് കോളേജസിലുള്ള ഡേറ്റ മൊത്തം എടുത്തിട്ട് പുള്ളി കോച്ചിങ് സെന്ററിന് വെക്കും. ഇത് പുള്ളി എനിക്ക് തോന്നുന്നു 2014-15 പുള്ളി ഒരു 16-20 lakhs ഇതിൽ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇത് നമ്മൾ ഓടി. അപ്പം ഞാൻ 2014-15 പുള്ളിയുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് കാർ എടുത്തിറങ്ങി കൊച്ചിയിലോട്ട് വരും. കൊച്ചിയിൽ നമ്മൾ ചുമ്മാ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ നടന്നാൽ അവിടെ ഒരു 4 സെയിൽസ് നടത്താൻ പറ്റും. ഇത് അത്രയും ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഇവർക്ക്. അന്ന് ഫുൾ ടെലികോളിംഗ് സാധനമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാശ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇതിൽ ചില്ലി, പിന്നെ ഒരു 2-3 ദിവസം കറങ്ങി കാശ് തിരിച്ചു വരുമ്പോൾ വീണ്ടും കോഴിക്കോട് വല്ലതും എത്തും. പിന്നെ അവിടെ ഒരു 2 കിലോമീറ്റർ നടക്കുമ്പോൾ അവിടെ ഒരു 10 ഇൻസ്റ്റിറ്റ്യൂട്ട് കാണും, അവിടെ പോയി വിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമാണ് ഇത് വാങ്ങുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതായത് നിങ്ങൾ തീവ്രവാദികൾക്ക് സെയിൽ നടത്തിയിട്ടുണ്ടോ? എന്ത് കൊടുക്കാൻ ബിടെക് പിള്ളേരെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഡാറ്റ എന്ന് പറഞ്ഞാൽ അത്ര റിക്രൂട്ട്മെന്റ് മേടിച്ചു പോയിട്ടുള്ള ആൾക്കാര്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇറങ്ങുന്ന പിള്ളേർ കുറെ പേർക്ക് ജോലി കിട്ടാത്ത ഒരു പ്രശ്നമുണ്ടല്ലോ ഇറങ്ങി കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ തുടക്ക സമയത്ത് വലിയ ക്ലൈന്റ് ഒക്കെ ഇതൊക്കെ ഇത്രയും സ്കെയിലിൽ വരുന്ന മുമ്പേ ഞാൻ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. റിൻഷാദൊക്കെ വന്ന സമയത്ത് കുറച്ചുകൂടെ ഈ പുള്ളി വലുതായിട്ടുണ്ട്. അപ്പൊ ഈ കോച്ചിങ് സെന്റർ ഇഷ്ടം പോലെ സെന്റേഴ്സ് ഉണ്ട്. നിങ്ങളൊന്ന് ഈ MG റോഡിലൊക്കെ അത് സത്യം നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇത് ഇത്രയും. അതാണ് ആ സാധനം വെറുതെ പോയി പറഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പൊ തന്നെ മെയിൽ അയച്ചു കൊടുക്കും കാശ്. ഇതിന്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒരു കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു വിചാരിക്കുക, എന്തെങ്കിലും ഒരു സ്കില്ല് പഠിപ്പിക്കുന്നത്. അവിടെ വർക്ക് ചെയ്ത ഒരു 5-6 മാഷന്മാരുണ്ട്. ഇവർ കുറെ കാശുണ്ട്, അതൊരു മുതലാളി കാശുണ്ടാക്കുന്നത് കാണുകയാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് 2-3 പേര് കൂടി പ്ലാൻ ചെയ്യും നമുക്കൊരെണ്ണം തുടങ്ങാം, ഈ ലാഭം നമുക്ക് നേരിട്ട് അങ്ങ് പിടിക്കാം. അതായത് എന്താ അങ്ങനെയാണ് ഇത് വലുതായി അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. അതായത് ഇതിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോ അവിടെ ചെന്നിരുന്ന് ഇവര് കഥ പറയാൻ തുടങ്ങും. കൊടുക്കരുത് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവരിരുന്ന് സംസാരിച്ചു. എനിക്ക് കേൾക്കാൻ എനിക്കറിയാം, നിനക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. കേട്ടിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളപ്പോ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് കേൾക്കും. അപ്പൊ അങ്ങനെ കുറെ നാൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കോവിഡിന്റെ പ്രശ്നം വരുന്നത്. കോവിഡ് വന്നപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ കാണുന്നു. ഫുട്ബോളിലൂടെ FPL ഫാന്റസി പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കളിയാണ്. അത് കുറെ കളിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ ലിങ്ക്ഡിനിലോ എവിടെയോ ഇൻസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുട്ബോളില് ഈ സ്റ്റാറ്റ്സ് കൊടുക്കുന്നത്. ഇപ്പൊ ഒപ്റ്റ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഇവരൊക്കെ ഓരോ ഗെയിം കഴിഞ്ഞാലും അതിന്റെ റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ ഓരോ സമയത്ത് ലൈവായിട്ട് സംഭവിക്കുന്നതൊക്കെ ഇവരുടെ അനലിസ്റ്റുകൾ ഇരുന്നിട്ട് ടാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞൊരു ത്രോ ആണ്, ഇപ്പൊ ഒന്ന് ക്രോസ് ആണ്, ഇത് ഫൗളാണ്, ഇയാൾക്കൊരു യെല്ലോ കാർഡ് കിട്ടി. ഇതൊക്കെ ഓരോ പ്ലെയറിന്റെ പേരിലും ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് നോക്കി കാണുന്ന ഇതുപോലുള്ള കമ്പനികൾ കമ്പയർ ചെയ്യുന്ന ഡേറ്റയാണ്. അപ്പൊ അതുപോലെ ഒരു കമ്പനി എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം. ഇവരുടെ പക്ഷേ ഇവര് റഷ്യൻ ഫേം ആയിരുന്നു തോന്നുന്നു. ഇവരുടെ പേ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഈ കുഴപ്പമില്ല, ഞാൻ അതായത് അവര് ഗെയിംസ് നമുക്ക് അസൈൻ ചെയ്യും. അവര് നമുക്ക് ഗെയിം അസൈൻ ചെയ്യും. എന്നിട്ട് നമ്മള് മൊത്തം ആ ഗെയിം ഇരുന്നിട്ട് ഓരോ ആക്ഷൻസ് ടാഗ് ചെയ്ത് പോകണം. നല്ല പണിയാണല്ലോ. പക്ഷെ എനിക്ക് നല്ല രസമായിരുന്നു. ഫുട്ബോൾ ഇഷ്ടമുള്ളവർക്ക് നല്ല പണിയാണ്. ആ കോവിഡിന്റെ സമയത്ത് എനിക്ക് ആ ഒരു ചെറിയൊരു പേ ആയാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ എന്നാ പിന്നെ ഇതൊക്കെ നമുക്ക് പ്രൊഫഷൻ ആക്കില്ല. ആ സമയത്ത് ഡേറ്റ സയൻസിന്റെ ബൂം വരുന്ന സമയമാണ്. അന്ന് ഞാൻ ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ ഭാവിയാണ് കേരളം. അത് എനിക്ക് ഞാൻ ഓർഗാനിക്കലി എത്തിപ്പെട്ട ഒരു സാധനം. പിന്നീടാണ് ഇത് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് ഇരുന്ന് കൈ കിട്ടുന്ന കോഴ്സസ് ഒക്കെ ഇരുന്ന് പഠിക്കുന്നു. എനിക്ക് അതിൽ ഭയങ്കര താല്പര്യം. ഇതിന്റെ ഇടയ്ക്ക് എന്റെ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് റിൻഷ CCP-യുടെ സമയത്ത്. എന്റെ കൊച്ചിയിൽ വന്ന സമയത്ത് കാശ് കിട്ടിയതല്ല കാശ്. ഞാനാണെങ്കിൽ വിപ്രോയിലുള്ള പണി ഔട്ട്സോഴ്സ് ചെയ്തു. അതായത് എനിക്ക് വിപ്രോയിൽ കുറച്ച് പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അത് ഞാൻ റിൻഷാന്റെ കൊണ്ട് ചെയ്യുന്നു. എനിക്ക് തട്ടി തരും. ഞാൻ നോക്കുമ്പോ പ്രോട്ടീൻ പൗഡറിന്റെ റിസർച്ച് ആയിരുന്നു. അതൊക്കെ നോക്കുമ്പോ ഇതൊക്കെ എന്തിനു എനിക്ക് തോന്നി പോയിട്ട് സത്യം പറയുക വല്ലാത്ത ഓരോ സാധനം. ഞാനാണെങ്കിൽ കൊച്ചിയിൽ ആദ്യം വന്നപ്പോൾ റിച്ചാദ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത ഒരു സെറ്റ് ഷോസിൽ എന്റെ മാനേജറും എന്റെ ഷോയിന്റെ ലിസ്റ്റിംഗും പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ജോണിനൊരു ഫാമിലി ബിസിനസ് ഇല്ലേ? അത്
ഫാമിലി ബിസിനസ് ഫാമിലി പ്ലാസ്റ്റിക്. ഞാൻ ഇന്നലെ ഞാൻ മഹാദേവനോട് സംസാരിച്ചപ്പോ പറയണ്ട, ഞാൻ പറഞ്ഞു എടാ ജോണിന്റെ കടയില് ഇങ്ങനെ ആളോ വന്നിട്ടെന്ന് പറഞ്ഞപ്പോ അവർ കടയോ, ജോൺ ചേട്ടൻ പറയുന്നത് കമ്പനി. അല്ല, എൻ്റെ അപ്പന് ബേസിക്കലി കൺസ്ട്രക്ഷൻ കമ്പനി പരിപാടിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ആ സമയത്ത് തന്നെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 2 ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലായിട്ട് സ്ഥലമുണ്ട്, കമ്പനി. അതിൽ ഒരെണ്ണം ഡിസ്പോസ് ചെയ്തു. പിന്നത്തെ ഒരെണ്ണത്തിൽ നമ്മൾ ആൾ തുടങ്ങാൻ വേണ്ടി തുടങ്ങി വെച്ച സംഭവം അല്ലായിരുന്നു. കൊറിഗേറ്റഡ് മറ്റേ കാർട്ടൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് പുതിയൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത്ര അവിടെ പവർ സപ്ലൈ അത്ര വരില്ല, ഇതൊക്കെ വരില്ല. അപ്പോൾ പക്ഷെ നമുക്ക് ഈ ഇത് സ്റ്റാർട്ട് ചെയ്ത കാരണം മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഒന്നും തുടങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. അപ്പോൾ ആ സമയത്ത് ആൾ സ്റ്റാർട്ട് ചെയ്യാൻ, പപ്പയ്ക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇഞ്ചക്ഷൻ മോൾഡിങ്ങിൻ്റെ പരിപാടി. അതിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അപ്പം ചേട്ടൻ ജോലിക്ക് പോണ ചേട്ടനായതുകൊണ്ടൊക്കെ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്യിപ്പിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പരിപാടി എന്നുള്ളത്. എന്തിനാണ് അതിലോട്ട് ഇറങ്ങിയ? അത് കുറച്ച് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പരിപാടി. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. മെഷീൻ ഒരു 10 ലക്ഷം രൂപയുടെ മെഷീൻ ഒരെണ്ണം എടുത്തു. പിന്നെ അല്ലെങ്കിലും ബാക്കിയുള്ളടത്ര ചെലവ് വരുന്നത് കംപ്ലീറ്റ് ഈ ബിൽഡിങ് സാധനത്തിലൊക്കെ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിലത്തെ ഒരു കമ്പനിയാണ് വേണ്ടാന്ന് വെച്ചിട്ട് അവസാനം ലോണൊന്നും ഇല്ലാണ്ട് അവസാനം ഒരു കമ്പനി മാത്രമായിട്ട് അങ്ങോട്ടേക്ക് ഈ സാധനം ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ മെഷീൻ ഓട്ടോമാറ്റിക് ഇതാണ്, PLC-യിൽ വർക്ക് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ PLC ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പരിപാടിക്ക് ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കഴപ്പ് കഴിഞ്ഞിട്ട് ഞാൻ 2 മാസം അത് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വക പരിപാടികളിൽ ഇങ്ങനത്തെ കിറലി പിടിക്കുന്ന പരിപാടികൾ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ മെഷീൻ തമിഴന്മാർ ഇവിടെ വന്ന് ഇത് ചെയ്ത് തന്നു, എന്നിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. അപ്പം ഞാനുള്ളൂ, നമുക്ക് ഓപ്പറേറ്ററും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഓരോന്ന് ചെയ്യുമ്പോൾ അപ്പൻ എന്നെ ചെയ്തു, ഇത്ര രൂപയുടെ മെഷീന് ചീത്തയാക്കല്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ചീത്തയാവാനൊന്നുമില്ല, ഇത്രയ്ക്കുള്ള സാധനമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത് അപ്പോൾ നിനക്കതറിയോ? അപ്പോൾ അറിയാം. അതിൻ്റെ ഇടയിൽ എങ്ങനെ ഇടയിൽ ഒരിക്കലും പെടില്ല, സേഫ്റ്റി ഇതുള്ളതാ. അപ്പൊ ഇല്ല, അപ്പൻ ഇംപ്രസ്ഡ് ഒന്നുമല്ല, അപ്പൻ ഈ സാധനം തൊടിക്കണമെന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഓപ്പറേറ്ററെ കൊണ്ടു. അപ്പോഴും ഞാൻ തന്നെയാണ് ഈ മെഷീൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കില്ല ഒരു പ്രാവശ്യം ഈ സാധനം ഇടിവെട്ടിൽ ഒരു അടിച്ചു പോകുപോയി. ഇതിൻ്റെ ഏറ്റവും തമാശയുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിനീയർമാർ തെണ്ടികൾ കോയമ്പത്തൂർ എന്നുള്ള കമ്പനിയുള്ള സാധനം ഉണ്ടാക്കിയ മെഷീനാണ്. അവിടെ നിന്ന് ഒരുത്തനെ വിളിച്ചാലും ഇങ്ങോട്ട് വരുമോ, ഇതിൻ്റെ സർവീസ് പരിപാടി ഒന്നും ചെയ്യില്ല. ഒരു പ്രാവശ്യം ഇത് ഈ മെഷീൻ കൊണ്ടുവന്ന സമയത്ത് ഇതിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് ഒരുത്തനെ വിളിച്ചു കൊണ്ടിട്ട് ഇവൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ഈ സാധനം അവന് ശരിയാക്കാൻ പറ്റണില്ല. അവൻ അതിൻ്റെ ഫുൾ റോഡൊക്കെ ഉണ്ട്, ഇത് വലിയ മെഷീനത്, നല്ല നീളമുള്ള മെഷീനാണ്. അപ്പോൾ അതൊക്കെ ഊരുന്നു, ഇത് ചെയ്യുന്നു. അപ്പന് നല്ല പ്രാന്ത് വരുന്നുണ്ട്. അവസാനം അപ്പം ചോദിച്ചു, നീ ഇതിൻ്റെ എന്തിനും എൻജിനീയറാണ് ചോദിച്ചു. ഇവൻ എന്ത് ചെയ്തിട്ടും ശരിയാവണമെന്നില്ല. അവസാനം കണ്ട് ശരിയായി. ഇവനപ്പം നമ്മൾ ഇവൻ്റെ ചിലവ് ഈ 10,000 രൂപ സർവീസിൻ്റെ വേറെ കാശ്, ഇവനവിടെ റൂം എടുത്ത് ഇവൻ 2 ദിവസം താമസിച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തെണ്ടി പോണ സമയത്ത് ക്ലോസറ്റിൻ്റെ പുറത്ത് തോറിയിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. ആ ഹോട്ടലിൽ നിർത്തിയിട്ട് ഇവനെ 4 തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യം അവൻ കാട്ടിയത് അവിടെയാന്ന് തോന്നുന്നുണ്ട്. ആ ഹോട്ടലിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് നീ വന്നിട്ട് ഇത് വൃത്തിയാക്കിട്ട് പോയാൽ മതി. ഉന്നം തെറ്റിയതായിരിക്കും. അല്ലല്ല, നല്ല കൃത്യത്തിലവൻ ഒന്നില്ലെങ്കിൽ അവന് ഈ സാധനം ഉപയോഗിച്ച് പരിചയമില്ല. മറ്റേ യൂറോപ്യൻ കൊച്ചിലെ ആദ്യമായിട്ട് യൂറോപ്യന്റെ മണ്ടക്ക് അപ്പൊ അത് ഞാൻ ഒരു പ്രാവശ്യം ഒരു കമ്പനി വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ഒരാളത് ചെയ്യണം. കാരണം അയാളുടെ ഷൂവിന്റെ അല്ല, ഇത് ഞാനൊന്നും ചെയ്തില്ല. ഇത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആളെന്റെ അടുത്ത് കുറെ പരാതി പറഞ്ഞു. എന്നിട്ട് ഞാൻ ആൾക്കൊരു 200 അധികം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ആത്തേണ്ടി. അപ്പൊ ആള് മുതലാളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിങ്ങനെ ഇവൻ വന്നിട്ട് ഇതൊക്കെ ഉണ്ടായി. എന്നിട്ട് ലോക്കലിലാരും ഉണ്ടാകുന്നതുകൊണ്ട് ഈ മെഷീൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വന്നവന് വലിയ പണി അറിയാത്ത കാരണം. അത് മെക്കാനിക്കൽ ഒരു ഇതാണ്. അതിന്റെ ബാക്കിലത്തെ ഗിയറിന്റെ സെറ്റപ്പിന് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലൂസ് ചെയ്ത പറഞ്ഞ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയായിരുന്നു ആ സാധനം അവര് ശരിയാക്കി. അങ്ങനെ നമുക്കൊരു ഓപ്പറേറ്ററൊക്കെ വന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഷിഫ്റ്റിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്തായിരുന്നു.
അന്ന് 2 ഷിഫ്റ്റ് ഓടുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ഷിഫ്റ്റിൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ചില സമയത്ത് ഞാൻ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ നിന്നുണ്ട്. ഞാനും നിന്നിട്ട് ചേട്ടനും നിന്നുണ്ട്. നമുക്ക് ആവേശമാണല്ലോ ആ സമയത്ത്. ഇത് ചിലപ്പോൾ സെറ്റായാൽ പിടിച്ചു കയറുന്നത്. അപ്പൊ പിന്നെ സ്വന്തം പ്രസ്ഥാനമാണല്ലോ, നമുക്ക് പണിയെടുക്കണതിന് ഒരു മടി വിചാരിക്കണ്ട. അങ്ങനെ ആ കടയുടെ പേരല്ല കമ്പനിയുടെ കമ്പനിയുടെ പേരൊന്നും പറയാൻ അറിയില്ല, പറയില്ല, പറയില്ല. പോടാ, ഞാൻ കഥ പറയട്ടെ. നമ്മള് പരിപാടി നിർത്തിയില്ലോ, പരിപാടി നിർത്തിയില്ലോ, അഞ്ഞ് പറയണില്ല. അപ്പൊ അല്ല, അത് അപ്പന്റെ പണ്ടേ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആ പേരൊക്കെ തന്നെയായിരുന്നു. അല്ല, പേര് അപ്പൻ അങ്ങനെ നമ്മള് പറയുന്നുള്ളു. അത് കഴിഞ്ഞിട്ട് ഈ മെഷീൻ പിന്നെ ഓട്ടത്തിൽ ഒരു പ്രാവശ്യം ഇടിവീട്ടിലൊരു ഈ സാധനം അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇത് ഓണാവണില്ല, ഒരു പരിപാടി നടക്കണില്ല. അപ്പോൾ ഓപ്പറേറ്ററും കുറേയൊക്കെ ആയിട്ട് തിക്കുമ്പോൾ കിട്ടിയിട്ടും പരിപാടിയൊന്നും നടക്കണില്ല. അപ്പോൾ മറ്റവനെ വിളിച്ചു തുടങ്ങി. വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ടൈമില്ല, ഇപ്പോൾ വരില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാം. ആ സമയത്ത് നമുക്ക് ഓർഡർ ഉണ്ട്, സാധനങ്ങൾ അടിച്ചു പോകാനുണ്ട്. അപ്പോൾ അപ്പനെ അവിടെ കിടന്ന് പ്രാന്തെടുത്ത് അവരെ വിളിക്കുന്നത്, തെറി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഇതിൻ്റെ മറ്റേ പാനലിൻ്റെ ബോക്സ് വെറുതെ ഞാൻ അപ്പനെ കണ്ടു കഴിഞ്ഞ് ഇതൊന്നും സമ്മതിക്കില്ല. ഞാൻ തുറന്നു നോക്കിയിട്ട് ഞാനിങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ നോക്കി, കൊള്ളാം, റിലേ സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, കണ്ടുപരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കേട്ടുപരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി ഇങ്ങനെ പോകുമ്പോൾ വയർ ചെയ്ത് പോയിട്ടുള്ള ഒരു ഇതിൻ്റെ മുകളിൽ ഒരു കോമ്പിനേഷൻ, ഒരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്ററും ഒരു ഇതും പറഞ്ഞൊരു കോമ്പിനേഷൻ്റെ ഭാഗം കത്തി നിൽക്കുന്നുണ്ട്, ഫുൾ കരിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, അതിൻ്റെ ഈ തെറ്റം വെട്ടി അതിങ്ങോട്ട് ഊരിയെടുത്തു. ഇതിലത്തെ ഇപ്പുറത്തെ സാധനം കപ്പാസിറ്റർ ആണെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വലിയ 2 സൈഡിൽ നിന്ന് ലെഗുള്ള കപ്പാസിറ്റർ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നേരെ ഇങ്ങനെയുള്ള സാധനം. അപ്പോൾ ഇത് മൊത്തം കണ്ടിട്ട് ഇത് വേറെ ഒന്നൊരു പ്രശ്നം കാണാനില്ല. അപ്പോൾ ഞാൻ ഈ സാധനം നേരെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ അവിടെ പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ അവിടെ പോയിട്ട്, ചേട്ടാ ഈ സാധനം കിട്ടും. അപ്പോൾ കിട്ടും. ഇതിനെത്ര 20 രൂപ. പിന്നെ റെസിസ്റ്റർ നമുക്ക് കണ്ടറിയുന്ന 1 രൂപ 2 രൂപയുടെ 3 രൂപയുടെ സാധനമൊക്കെ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു ഇടിവെട്ടി ഇഞ്ഞും വരുന്നല്ലേ, ഇതൊരു 4 എടുത്തു. പിന്നെ മറ്റേ സാധനം എടുത്ത് ഞാൻ സോൾഡർ ചെയ്ത് വെച്ച്, എന്നിട്ട് ഈ സാധനം കൂട്ടി പിരിച്ച് വെച്ച് മെഷീൻ ഓൺ ചെയ്തു, മെഷീൻ വർക്ക് ചെയ്തു. അന്ന് അപ്പനടിച്ച് ഫിറ്റായിട്ട് ഇരിക്കുന്ന ഓഫീസിൽ ഈ ആര് വിളിക്കണ്ടെന്നുള്ള സാധനമൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മെഷീൻ ഓണായിരുന്നു പറഞ്ഞു നമ്മള്. അപ്പൊ അപ്പൻ അന്നാണ് എനിക്ക് ക്ഷയിക്കാൻ തന്നിട്ട്, നിന്നെ പഠിപ്പിക്കാൻ വിട്ടിട്ടൊരു ഉപകാരം ഉണ്ടായിരുന്നു. എന്റെ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് അതായിരുന്നു. ടെക്നിക്കൽ കാര്യങ്ങളിലും അവന് ചെയ്യാനൊരു താല്പര്യമുണ്ട്. ബുദ്ധി ഉപയോഗിച്ച ഭയങ്കര ബുദ്ധിയാണ്, ഉപയോഗിക്കില്ല. അതോടുകൂടി ഞാൻ എന്റെ കമ്പനിയുടെ എന്റെ ആസ്ഥാന സർവീസ് എഞ്ചിനീയർ ഞാനായിരുന്നു. ഒരു വിധപ്പെട്ട കുറച്ചൊക്കെ ഞാനായിരിക്കും. പിന്നെ രണ്ടാമത് വന്നൊരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു, ആൾക്ക് 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓട്ടോമേറ്റഡ് മെഷീനിൽ സാധനത്തിൽ ഇല്ലാന്നുള്ളൂ, ബാക്കി മെക്കാനിക്കൽ എന്ത് സാധനം വന്നാലും ഫ്രാൻസ് ആയിട്ട് ഞങ്ങളുടെ കൂടെ കുറേ ആളുണ്ടായിരുന്നു. ആള് തന്നെ പരിപാടികൾ ഹാൻഡിൽ ചെയ്യും. പിന്നെ ഇവിടുത്തെ കമ്പനി നിർത്തി, നമ്മൾ അത്യാവശ്യം നല്ല ലോണും പരിപാടിയൊക്കെ ആയി. അങ്ങനെ ഈ പിന്നെ അത്യാവശ്യം നഷ്ടത്തിൽ തന്നെയായിരുന്നു. നിങ്ങൾ വില കുറച്ച് കൊടുക്കും? അതല്ലടാ, നമ്മുടെ കോസ്റ്റ് റിക്കവറി ഇല്ല. അത് പരിപാടി നമ്മളൊന്നാമത് ചെയ്തായിരുന്നു, കംപ്ലീറ്റ് ജോബ് വർക്കായിരുന്നു. ഓൺ പ്രൊഡക്ട്സ് ഇല്ല. പല മറ്റേ ഇതിന്റെ ഡോർ ഫിറ്റിങ്സ്, PVC സാധനങ്ങളില്ലേ, അങ്ങനത്തെ സാധനങ്ങളുടെ ഇതിന്റെ ഒക്കെ പരിപാടികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോബ് വർക്കും ഈ ലോൺ എമൗണ്ടിലൊക്കെ വെച്ചിട്ട് ഇത് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. അത് അത്രയും വലിയ പ്ലോട്ടൊക്കെ ആയിരുന്നു. അത് വലിയ ഇൻഡസ്ട്രിയൽ വലിയ സ്ഥലമായിരുന്നു, 10-35 സെന്റിന്റെ മുകളിലുള്ളതായിരുന്നു. അത് ലെവൽ ചെയ്ത് ആ സാധനം കെട്ടി വന്നപ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ മറ്റേ പ്രോജക്റ്റിന് വേണ്ടിയല്ല ഇത് എടുത്തത്. അതിനപ്പോൾ അത്യാവശ്യം വലിയ ഷെഡും പരിപാടികളെല്ലാം വേണമായിരുന്നു. ഏത് പ്രോജക്റ്റ്? കൊറിഗേറ്റഡ് കാർട്ടന്റെ പരിപാടിക്ക് വേണ്ടിയല്ലേ. എനിക്ക് കൊറിഗേറ്റഡ് കാർട്ടൺ നടത്തി ഭയങ്കര കാശ് ഉണ്ടാക്കുന്ന ഒരാളെ അറിയാം. ഭയങ്കര ഒരുപാട് കാശുള്ളവരെ അറിയാം, അത് ഞങ്ങൾക്കറിയാം. ഞാനൊരു 40-50 ബിസിനസ് ഐഡിയകൾ പഠിച്ചിട്ടുണ്ട്. ഇത് ചെയ്തിട്ടില്ലല്ലോ. 1-2 ചെറുതായിട്ട് തിരുപ്പൂർ പോയി അങ്ങനെ ചെറുതായിട്ട്. നമുക്ക് അപ്പന് ബിസിനസ് ഇല്ലെങ്കിൽ ഞാൻ കുറെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് സത്യം പറഞ്ഞ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് പെട്ടത് കൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് ചാടാൻ. വലിയൊരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ലോണിലൊരു സാധനം ചെയ്യലോ
പരിപാടി ഞാൻ 2, 3, 4 പ്രാവശ്യം ചിന്തിക്കും. അതെ അതെ അതെ. എനിക്ക് അത് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ ചാടിയ പച്ചവെള്ളം കണ്ടാലും പൊള്ളെന്ന് പറയണ പോലത്തെ. ഞാൻ ഈ നോ ഇൻവെസ്റ്റ്മെന്റ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് ജോലി 2013 കിട്ടി, പോസ്റ്റൽ സർവീസ് കിട്ടിയത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ ഇതിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മടുപ്പുണ്ടല്ലോ. ഞാൻ സ്ഥിരം ലീവ് എടുത്ത് ഇങ്ങനെ യാത്രയൊക്കെ പോകുമായിരുന്നു. അപ്പം അങ്ങനെ യാത്രകൾ പോയി, ആൻഡമാൻ അങ്ങനെ പല സ്ഥലങ്ങളായി. അപ്പം എന്തുകൊണ്ട് നമുക്കൊരു ട്രാവൽ ബിസിനസ് തുടങ്ങിക്കൂടാ? നമുക്ക് കുറേ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. പിന്നെ എല്ലാ ആൾക്കാരും പാക്കേജുകളൊക്കെ വെച്ചിട്ട് യാത്ര ചെയ്യുന്ന സമയമാണ്. അപ്പം നല്ല സമയമാണ് 2016 സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രാവൽ ബൂസ്റ്റായി വരും. ആൾക്കാർ ചുമ്മാ പൈസ ഉണ്ടാക്കിയ പോലെ ചിലവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എങ്ങനെ ചിലവാക്കണം എന്നറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തേക്കാം. എനിക്ക് കുറേ ട്രാവൽ ചെയ്ത് കുറേ പരിചയമുണ്ട് ആൾക്കാർ. പിന്നെ ഇതിൻ്റെ ബേസിക് ഇത്രേ ഉള്ളൂ. ഞാൻ B2B B2C എന്നുള്ള വാക്കുകളൊക്കെ ടേം പഠിക്കുന്ന അങ്ങനെയാണ്. അതായത് ഇതിൻ്റെയൊക്കെ ബേസിക് ഐഡിയ ഇത്രേ ഉള്ളൂ. എല്ലാ ഏജൻസികളും അതാത് സ്ഥലങ്ങളിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവർക്ക് പരിചയമുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ക്ലയൻസ് വരുമ്പോൾ അങ്ങോട്ടേക്ക് വിടുമ്പോൾ അവരവിടുത്തെ കാര്യം നോക്കിക്കോളും. അവർക്ക് ക്ലയൻസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടുമ്പോൾ ഇവിടുത്തെ കാര്യം നോക്കിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പിലാണ് ഇത് ഓടുന്നത്. പിന്നെ ഹോട്ടൽസുകാർ അവരുമായിട്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ച് നമുക്ക് നല്ലൊരു ഫേം ഉണ്ടെങ്കിൽ അവരെന്തായാലും നമുക്ക് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് തരും. അപ്പോൾ ഈ പാക്കേജ് എടുക്കുന്നവർ നിങ്ങൾ ഡയറക്റ്റ് ചിലപ്പോൾ മേക്ക് മൈ ട്രിപ്പ് ഒരു ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്താലും കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറച്ച് ഒരു ഒഫീഷ്യലായിട്ട് ഇത് ഏജൻസി നടത്തുന്ന ഒരാൾക്ക് അവർക്ക് ബിസിനസ് റേറ്റിൽ കൊടുക്കുമാർ സ്പെഷ്യൽ റേറ്റ്. നിങ്ങളുടെ ഏജൻസിയുടെ പേര്? എൻ്റെ ഏജൻസിയുടെ പേര് ഇറ്റ് ഈസ് യുവർ ട്രിപ്പ്. ഇറ്റ്സ് യുവർ ട്രിപ്പ് എന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ഞാൻ നോക്കി അങ്ങനെ കമ്പനി ഓൾറെഡി ഉണ്ട്, ഇറ്റ്സ് യുവർ ട്രിപ്പ്. അപ്പൊ ഞാൻ ഇത് ഇറ്റ്സ് എന്ന് പറ്റി ഇറ്റ് ഈസ് എന്നാക്കി. ഇറ്റ് ഈസ് യുവർ ട്രിപ്പ്. അങ്ങനെ വെബ്സൈറ്റ് ഒക്കെ എനിക്കുണ്ടായത്. ഇപ്പോഴുണ്ടോ അത് നോക്കണം. ഡൊമൈൻ പോയി കഴിഞ്ഞാൽ പോയിക്കണം. അത് വേറെ ആർക്കെങ്കിലും ഇനിയും കൊടുക്കുമോ? കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ ഇറ്റ് ഈസ് യുവർ ട്രിപ്പ് എന്ന് വലിയൊരു വെബ്സൈറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വെബ്സൈറ്റ് തുടങ്ങി. വെബ്സൈറ്റിനകത്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫുഡ് പ്രൊഡക്റ്റിന്റെ സാധനത്തിന് ഞാൻ നെറ്റിൽ നോക്കിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് എനിക്ക് വെബ്സൈറ്റിന്റെ ഫ്രണ്ടാ ചെയ്തു തന്നെ തോന്നുന്നു. വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ ഞാൻ അവനും കൂടി ഇരുന്നിട്ടാ ചെയ്തത്. അവന്റെ രുചി മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തിന് നമ്മൾ ഫുള്ള് ഇരുന്ന് നോക്കി വെബ്സൈറ്റിന്റെ ഇതെങ്ങനെയാണ് അവിടെ നിന്ന് ആ പേജിന്റെ കോഡ് കൊണ്ടുവരുന്നു, പേസ്റ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് അത് മാറ്റി നോക്കുന്നു. അപ്പൊ അത് വേറെ എന്തൊക്കെയോ വർക്ക് ചെയ്യണു. അപ്പൊ അതല്ല, അങ്ങനെയൊക്കെ ഞങ്ങള് ഒരു വെബ് പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടായി ചില്ലറ പൈസ കൊടുത്തിട്ട് അവനെ കൊണ്ട് വെബ്സൈറ്റ് സെറ്റ് ചെയ്യിച്ചു. എന്നിട്ട് പിന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്നാ ഇനി വെബ്സൈറ്റ്. അപ്പൊ ഇതിനകത്ത് നമ്മള് ഓരോന്ന് കാണുമ്പോൾ അത് ചെയ്യാനൊരു ആക്രാന്തം തോന്നുന്നില്ലേ? ഇതിനകത്ത് ഈ ഹോട്ടൽസിന്റെ ടൈപ്പ് പിടിക്കാൻ പറ്റും, നമുക്ക് അതർ ട്രാവൽ ഏജൻസി ടൈപ്പ് പിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ടിക്കറ്റിംഗ് ആണ്. ടിക്കറ്റിങ്ങിന് ഏതെങ്കിലും അയാട്ട ലൈസൻസ്ഡ് അങ്ങനെ ഒരു പരിപാടി അതുകൊണ്ടേ പറ്റത്തില്ല. അതൊന്നും എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതിനെ ഏതെങ്കിലും സബ് ഏജൻസി പിടിക്കണം. അപ്പം ഞാൻ അക്ബർ ട്രാവൽസിൻ്റെ സബ് ഏജൻസി അവരുടെ അടുത്ത് സംസാരിച്ചാൽ അവരുടെ പോർട്ടലിൽ നമുക്കൊരു ID തരും. ആ പോർട്ടൽ ത്രൂ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതും ആൾക്കാർ ഡയറക്റ്റ് ബുക്ക് ചെയ്തതിനൊക്കെ ഒരു റേറ്റ് കുറച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കി ഏതാ കുറവുള്ളത് നോക്കി അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അക്ബറിൻ്റെ ഏജൻസി ഞാൻ എടുത്തിട്ടു. എന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റിങ്, പേഴ്സണൽ മാർക്കറ്റിങ്, വാട്സപ്പ് മാർക്കറ്റിങ് അതൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. കാരണം ഇങ്ങനെ പരിപാടി ഇവൻ തുടങ്ങിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് എൻ്റെ ഒരു കൂട്ടുകാരി, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് പോകാൻ വേണ്ടി അവളും ഒരു 3 കപ്പിൾ, അതായത് അവരുടെ ഫ്രണ്ട്സ് 2 കപ്പിൾ ചേർന്ന് 3 കപ്പിൾസ് തായ്ലൻഡിൽ പോകാൻ വേണ്ടി. അപ്പോൾ എനിക്ക് തായ്ലൻഡിലുള്ള എനിക്ക് ഡയറക്റ്റ് ഏജൻസി ഇല്ല. അപ്പോൾ എനിക്ക് എറണാകുളത്തൊരു വലിയ ഏജൻസി അവർ സബ് ചെയ്ത് എനിക്ക് തായ്ലൻഡിന് വേണ്ടി. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു എൻക്വയറി ഉണ്ടെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ശ്രീലങ്ക വരെ ഇപ്പോൾ ടിക്കറ്റ് എടുത്താൽ ഒരു കിടിലിന് ഓഫറുണ്ട്, ഭയങ്കര റേറ്റ് കുറവ് കിട്ടുന്നത്. അപ്പം ഞാൻ ഡയറക്റ്റ് പോർട്ടൽ ബുക്ക് ചെയ്ത് അയാൾക്കത് കൊടുത്തു. എന്നിട്ട് അയാൾ ശ്രീലങ്കയ്ക്ക് ത്രൂ തായ്ലൻഡ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ റേറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു നൈറ്റ് ഹോൾട്ട് ഉണ്ട്, കുഴപ്പമില്ല, അവർ അവിടുന്ന് അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്യും, പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അയാളത് ബുക്ക് ചെയ്തു. ഞാൻ ഇവരെ ഇവിടുന്ന് കയറ്റി വിട്ടു. ഫസ്റ്റ് ട്രിപ്പ് ഒരു 5000 രൂപ പ്രോഫിറ്റ് ഞാൻ ഇട്ടിട്ടുള്ളൂ. എനിക്ക് ഫ്രണ്ടാണല്ലോ, കൂട്ടുകാരിയാണ്. അവളുടെ കെട്ടിയനും പിന്നെ 2 ഫ്രണ്ട്സ് കപ്പിൾ, 3 കപ്പിൾസ്. ഇവർ പോയി ഇവിടുന്ന് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് കയറി, സെറ്റാണ്, എല്ലാം സെറ്റാണ്. അവർ ശ്രീലങ്ക ഇറങ്ങി എന്നെ വിളിച്ചു, ഓൾ സെറ്റാണ്, എല്ലാം ഹാപ്പി ആയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കോൾ, ശ്രീലങ്കയിൽ നിന്ന് എനിക്കൊരു വാട്സപ്പ് കോള്. അവർക്ക് അവിടെ അക്കോമഡേഷൻ ഇല്ല, ഇവർക്ക് ഇൻ്ററിം ഹോൾട്ട് എയർപോർട്ടിൽ ഇരിക്കണം. അതായത് ടിക്കറ്റിനകത്ത് അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ അക്കോമഡേഷൻ ഉണ്ട്, ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് കാണിക്കും. ഇതിനകത്ത് അക്കോമഡേഷൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ എയർപോർട്ടിൽ നിന്ന് എയർ സർവീസുകാരും എയർലൈൻസുകാരും കൊടുക്കത്തില്ല, എയർപോർട്ടുകാരും കൊടുക്കത്തില്ല.
അവർക്ക് വേറെ വഴിയില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഇവനെ വിളിച്ചപ്പോൾ അത് ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം അത്യാവശ്യം നല്ല രീതിയിൽ എറണാകുളത്തോടുന്ന എൻ്റെ പേര് പറയുന്നില്ല, അയാളി അവൻ കിടന്ന് ഉരുളുക. എൻ്റെ ഇത് പൈസയും വാങ്ങിച്ചിട്ട് എല്ലാം ബുക്ക് ചെയ്ത് സെറ്റായി എന്ന് പറഞ്ഞിട്ട് അവൻ കിടന്ന് ഉരുളുക ഇവിടെ കിടന്നിട്ട്. അത് കുഴപ്പമില്ല, പിന്നെ 6 മണിക്കൂറിൻ്റെ കാര്യമുള്ള വെളുപ്പിനെയല്ലേ, അതുകൊണ്ടായിരിക്കും ഇത് കിട്ടാഞ്ഞത്. അപ്പം ഇവൻ്റെ ഇത് ബുക്ക് ചെയ്യുമ്പോഴേ അറിയാം ബുക്കിങ്ങിലെ ഫുഡുണ്ടോ അക്കോമഡേഷൻ കൺഫേം അറിയാൻ പറ്റും. ഇത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, നമ്മളിത് ആദ്യത്തെ ആവേശത്തിൽ ചാടി പുറപ്പെട്ടത്. പിന്നെ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ അത്രയും നേരം എയർപോർട്ടിനകത്ത് ഇവർ കപ്പിൾസ് 3 പേര് ഇരുത്തുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന്. പുറത്തേക്ക് ഇറങ്ങാൻ വിസ എടുക്കണം, പക്ഷേ ശ്രീലങ്കയ്ക്ക് ഓണറേൽ വിസ ഉണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യും, ഓണറേൽ വിസ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓണറേൽ വിസയ്ക്ക് 1000 രൂപ 1500 അങ്ങോട്ട് അടയ്ക്കണം. അത് ഞാൻ എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് മേക്ക് മൈ ട്രിപ്പിനകത്ത് കയറിയിട്ട് ഞാൻ ശ്രീലങ്കയിൽ ഇവർക്കൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു. ഇവർക്ക് 3 പേർക്കും 3 കപ്പിൾ റൂം ഞാൻ ഡബിൾ റൂം ബുക്ക് ചെയ്തു. എന്നാൽ അവരുടെ വിസ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ നേരിട്ട് പക്ഷേ ഇവരുടെ ക്യാഷ് ഇല്ല. അവിടെ ആണെങ്കിൽ അവിടുത്തെ കറൻസി എടുക്കത്തുള്ളൂ ഒരു വാശിയുമാർ എടുക്കാൻ വേണ്ടി. അവരുടെ കറൻസി കൊടുക്കണമെന്ന്. ഇത് നമ്മൾ പ്ലാനിലുള്ളവരാണ് ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ അവിടുന്ന് കൂടിയ റേറ്റിന് അവിടുത്തെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് ഇവർ തായ്ലൻഡ് ഭട്ട് കൊണ്ടാണ് പോയേക്കുന്നത്. ഭട്ട് അങ്ങനെ എൻ്റെ പേര്. കാരണം തായ്ലൻഡിൽ പോകാൻ പോകുന്നവർക്ക് എന്ത് ശ്രീലങ്കയിൽ റുപ്പിയാന്ന് തോന്നുന്നു, ശ്രീലങ്കൻ റുപ്പി എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് അവർക്ക് റൂം ബുക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവരവിടുന്ന് ഓൺലൈൻ വിസ എടുത്ത് അവർ രാത്രി പോയിട്ട് പുറത്തിറങ്ങി. അവർ ശ്രീലങ്ക ലൈറ്റായിട്ടൊന്ന് രാത്രി കറങ്ങി. പിറ്റേ ദിവസം രാവിലെ തിരിച്ചവർ കയറി അവർ തായ്ലൻഡിൽ പോയി. നമുക്ക് 9,000 രൂപ നഷ്ടം ഫസ്റ്റ് ബിസിനസ്സിൽ. ഞാൻ ആ ഓൺലൈൻ അവരുടെ ഓണറൽ വിസയുടെ പൈസ ഞാൻ തന്നെ കൊടുത്തു. എന്നിട്ട് അവർ നമ്മളെ വിശ്വസിച്ച് വന്നാണല്ലോ, അതും ഹണിമൂൺ പാക്കേജ് അല്ലായിരുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും ഒരിത്തിരി ബുദ്ധിമുട്ടായതാണ്. എന്നിട്ട് തായ്ലൻഡിൽ പോയിട്ടും അവിടെ അവരുടെ സർവീസ് മോശമായിരുന്നു. അങ്ങനെ ഞാൻ അവനുമായിട്ടുള്ള കോൺടാക്ട് കട്ട് ചെയ്ത് ഇപ്പം തിരിച്ചു വരാൻ എനിക്ക് തലവേദനയായിരുന്നു അവനെ കൊണ്ട്. അവൻ്റെ സർവീസ് അവൻ തിരിച്ചു വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എല്ലാം പ്രശ്നമായിരുന്നു. അവൻ ഇപ്പൊ ഉണ്ടോ നമുക്ക് ആദ്യം തപ്പണേ, അവൻ്റെ പേര് വേണം. ഞാൻ മറന്നു കിടക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിൽ ഭയങ്കര കാര്യമായിട്ട് ബിസിനസ് ആവശ്യമായിട്ട് വരുന്നത് ഇതിന് വേണ്ടി. അല്ലാതെ വരുന്നതൊക്കെ ഫ്രണ്ട്സിനെ കാണാനൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ കല്ലൂരിൽ ഓഫീസിൽ വന്നിട്ട് അവൻ്റെ ഓഫീസിലൊക്കെ പോയപ്പോൾ വൻ തള്ളും ബഹളവും ഒക്കെയാണ്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണ്, ഈ തള്ളുകളെ തിരിച്ചറിയണം. അത് ഭയങ്കര പിന്നെ ഭയങ്കര എനിക്ക് മനസ്സിലോ പിന്നെ ഞാനാണെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ മനസ്സിലായി ആൾക്കാരെ പഠിക്കണം. അവരെ ഏജൻസി വർഷങ്ങളായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവർക്കൊരു ഈ പറയുന്ന മിനിമം ഉത്തരവാദിത്വം സാധനം ഉണ്ടാവണം എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നല്ല ഏജൻസികളെ തപ്പി അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഗ്രൂപ്പ് കുറേ ഏജൻസി ഗ്രൂപ്പുകൾ B2B കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഞാനിതായിരുന്നു. ഇന്റർനാഷണൽ ഗ്രൂപ്പിനകത്ത് കെനിയ, താൻസാനിയ, സൗത്ത് ആഫ്രിക്ക, ഇന്തോനേഷ്യ അങ്ങനെ പല ഗ്രൂപ്പിലുള്ള ആൾക്കാർ അങ്ങനെ കുറേ നാൾ ഫേസ്ബുക്ക് ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പായിട്ടൊക്കെ ആക്റ്റീവായിരുന്നു. ഫ്രണ്ട്സ് ത്രൂ കണക്ഷൻസും ഒക്കെ വരാൻ തുടങ്ങി. ഞാൻ വലിയ പ്രോഫിറ്റ് എടുക്കാതെ ഇത് നമ്മൾ സർവീസ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നു. കുറേ ഗ്രൂപ്പ് ട്രിപ്സ്, ഫാമിലി ട്രിപ്സ് ഒക്കെ തായ്ലൻഡ്, ജപ്പാൻ അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് വിട്ടിട്ടുണ്ട്. ഇന്തോനേഷ്യൻ ട്രിപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇൻസൈഡ് കുറച്ച് ചെറിയ മണാലി, കുളു മണാലി ട്രിപ്പൊക്കെ. അപ്പോൾ അങ്ങനെ ബൈക്കേഴ്സ് ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു മണാലി. അവരുമായിട്ട് കുറേ കോൺടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 1-2 വർഷമൊക്കെ കൂളായിട്ട് പോയി. എൻ്റെ ഫ്രണ്ട് പേരൻസ്, എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഈ പറഞ്ഞ ഹണിമൂൺ പ്ലാൻ ചെയ്യുമ്പോൾ അവർ എളുപ്പത്തിന് വേണ്ടി നമ്മളെ വിളിക്കും. അപ്പോൾ അങ്ങനെ വയനാടിന് ഒന്നും വേണ്ട, പാക്ക് ചെയ്യുന്നത് 2 ദിവസം വയനാട് റിസോർട്ട് ഏതെങ്കിലും. ഞാൻ ഏറ്റവും ബെസ്റ്റ് റിസോർട്ട് ബുക്ക് ചെയ്തു. നമുക്ക് അതിന് സ്പെഷ്യൽ റേറ്റ് ഉണ്ട്, പ്രശ്നമില്ല, വലിയ പ്രോഫിറ്റ് ഇല്ലാതെ ബുക്ക് ചെയ്ത് കൊടുത്തു. ഒരു ട്രീ ഹൗസ് ബുക്ക് ചെയ്ത് കൊടുത്തു. അന്ന് രാത്രി അവിടുന്ന് ഒരു മരം ഇടിച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തല്ലോ. അവനത് അവൻ ഓസ്ട്രേലിയയിലുണ്ട്. ഞാൻ ഓസ്ട്രേലിയ ഷോ ചെയ്യാൻ പോയപ്പോൾ സ്റ്റാൻഡപ്പ് ആണ് അവൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അന്ന് അവൾ ക്യാരിങ് ആയിട്ടിരിക്കും. ഇല്ല, അത് കുറേ വർഷമായില്ലേ. അവളപ്പോൾ അന്ന് ക്യാരിങ് ആയിട്ടിരിക്കും. അതുകൊണ്ട് അവൾ വന്നില്ലായിരുന്നു. അപ്പം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല, അവനെ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ എൻ്റെ ഹണിമൂൺ നീ ഓർഗനൈസ് ചെയ്തിട്ട് ട്രീ ഹൗസിൽ നിന്ന് മരക്കം പിടിച്ചു വീണ് അവരെ പേടിച്ച് ടെൻഷനായിട്ട്. കാരണം ഇത് മണ്ടയ്ക്ക് നിൽക്കുന്ന സാധനമാണല്ലോ. അയ്യോ, വയനാട്ടിലെ ഒരു ഫേമസ് റിസോർട്ടിൽ. പക്ഷെ അത് ഹാപ്പൻ ചെയ്യാം. പക്ഷെ അത് ഞാൻ ചെയ്തപ്പോൾ തന്നെ കറക്റ്റായിട്ട് സംഭവിച്ചെന്നുള്ളതാണ്. ഇതിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. ഞാൻ കുറച്ച് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വെള്ളപ്പൊക്കം വന്നത്. ഞാൻ 2018 അതിലായത് വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഇത് ചവിട്ടിയിട്ട് വേറെ എന്തെങ്കിലും പിടിക്കാം. ഇതിനകത്തുള്ള എൻ്റെ ക്രേസ് പോയി. 1-2 വർഷം ചെയ്തപ്പോൾ എൻ്റെ ക്രേസ് പോയിട്ട് ഞാൻ പതുക്കെ ചവിട്ടിയത് വെള്ളപ്പൊക്ക സമയത്ത് ചവിട്ടി. അതുകൊണ്ട് നന്നായി. 1 വർഷം കൊണ്ടാണെങ്കിൽ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വിട്ടുപോയെന്നെ. ലോക്ക്ഡൗണിന് പിന്നെ ഞാൻ ആ ബിസിനസ് അത് കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ കുറച്ച് നാൾ പിന്നെ നിങ്ങൾ എപ്പോഴാണ് നോവൽ എഴുതിയത്? നോവൽ എഴുതിയത് ഇതിന് മുന്നത്തെ സമയത്താണ്. അതായത് ഇതിലേക്ക് തന്നെ ജോലി കയറി തുടങ്ങിയ 6 മാസത്തെ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പണിയല്ലെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ റൈറ്റിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ ഓഫീസിൽ ഇരുന്ന് എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് നോവൽ എഴുതി. ആദ്യം കുറേ നാൾ അത് ട്രൈ ചെയ്ത്
വർക്കാവുന്നപ്പോഴാണ് ഞാൻ ബ്ലോഗ് എഴുതി തുടങ്ങിയത്. അത് വർക്കാവുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ബ്ലോഗ്സ് എഴുതിയായിരുന്നു 2 അപ്പോൾ അതും എൻ്റെ സൈറ്റിൽ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ സൈറ്റിൽ ETC ട്രിപ്പിനകത്ത് ട്രാവൽ ബ്ലോഗ് വായിക്കാൻ ഓപ്ഷനുണ്ടായിരുന്നു. സോ ETC ട്രിപ്പ് ക്ലോസ് ചെയ്തു, അക്ബറിൻ്റെ പോർട്ടൽ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ലോക്ക്ഡൗൺ വന്നു. ലോക്ക്ഡൗണിൽ ബമ്പർ ചിരി ഹാപ്പൻ ചെയ്തു. റെസ്റ്റ് ഈസ് വീണ്ടും ഹിസ്റ്ററി. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആമസോൺ KDP-യിൽ ഞാൻ കുറച്ച് ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേരും അതുപോലെ ഞാൻ സ്പോട്ടിഫൈ മ്യൂസിക് വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതാ? ആമസോണിൽ നമുക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. KDP എന്ന് പറഞ്ഞ കിൻഡിലിന്റെ ഓൺ ഡിമാൻഡ് ഈ ബുക്ക് കാണാൻ പറ്റും. ഈ ബുക്ക് പേപ്പർ ബാക്ക് വന്നിട്ട് അവരത് പ്രിന്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് അതിന്റെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നീ കണ്ടന്റ് എഴുതിയോ? കണ്ടന്റ് എവിടെ എഴുതി നീ? അല്ല, എന്താണ് കുറച്ചൊരു ഐഡിയ എന്താണ് 10ാം ക്ലാസ് പിള്ളേർ, ഏത് ക്ലാസ് പിള്ളേർക്ക് വേണ്ടി ബുക്ക് ചെയ്തത്? സോറി, കഥാബുക്കായിരുന്നല്ലോ കേട്ടോ. ആക്ടിവിറ്റി അത് നീ എങ്ങനെ സെറ്റാക്കി? അതൊക്കെ അതിനുള്ള കഴിവാനുണ്ട്. ഇതുപോലെ എനിക്ക് കുറെ ഹിഡൻ സ്കിൽസ് ഉണ്ട്. പയ്യെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സ്പോട്ടിഫൈയിൽ നീ മ്യൂസിക് ഉണ്ടാക്കിയിട്ടാ? നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എപ്പിസോഡായി മാറിയിരിക്കുന്ന പണി പാട്ടു. നമ്മൾ ചിലപ്പോ ഇതിനൊരു തേർഡ് പാർട്ട് ചെയ്തേക്കും. എനിക്ക് കഥയുണ്ട്. നമ്മളിപ്പോ തേർഡ് പാർട്ട് ഇനിയും ചെയ്തേക്കും. നമ്മൾ ആദ്യമായിട്ട് തേർഡ് പാർട്ട് ചിലപ്പം വാഗ്ദാനം ചെയ്യും. ഇതിലൊരു പണിയില്ലാത്ത എന്നെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എപ്പിസോഡിൽ പറഞ്ഞോളൂ, വരാനുള്ള ഞാൻ. നമുക്ക് പിന്നെ അതുപോലെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വന്നേക്കുന്ന സാധനങ്ങൾ നമുക്ക് CCP വിറ്റ് അങ്ങനെ പണി പാർട്ട് 3 എന്തായാലും ഈ എപ്പിസോഡ് വർക്ക് ആവുകയാണെങ്കിൽ പണി പാർട്ട് 3 വരുന്നതായിരിക്കും. സോ ദ ലെങ്തിയസ്റ്റ് എപ്പിസോഡ് നമ്മുടെ ഇത് രണ്ടു പോകും. കാരണം ഇത് വലിയ ഘട്ടമില്ല. ഇത് നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നമ്മുടെ ഒരു എപ്പിസോഡ് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണം. അതായത് ഇന്നൊരു മലയാള സിനിമ കാണാൻ പോകണം, അത് 2.5 മണിക്കൂർ ആകെ 3 മിനിറ്റ് ബാക്കിയുള്ളത്. കാരണം അങ്ങനെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എമ്പുരാൻ റിലീസാ പക്ഷെ ഞാൻ പോകുന്നില്ല, വിറ്റിന്റെ എപ്പിസോഡ് വന്നു. മാർച്ച് 27 നമുക്കൊരു കമന്റ് വന്നായിരുന്നേ. ഇപ്പൊ നമ്മള് ഹോളിവുഡ് മൂവീസിന്റെ ലെവലാണ് പോകുന്നത്. 1.5 മണിക്കൂറൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പയ്യെ 2.5 മണിക്കൂർ 2.5 മണിക്കൂറോട്ട് നമ്മൾ എത്തിക്കും പയ്യെ. സബ്സ്ക്രൈബ്, പണിക്ക് പോകും, ശമ്പളം മേടിക്കും. And join our broadcast channel if you haven't already. Okay, bye bye. Thank you. Bye.